അമ്മേ ഇങ്ങനെ മുന്നോട്ട് പോവാണെങ്കിൽ അമ്മയുടെ ജീവിതം ഒറ്റയ്ക്ക് ജീവിക്കേണ്ടി വരും. അതിന് നിന്റെ സ്വഭാവത്തിന്റെ ഞാൻ ഒന്നെങ്കിൽ യു ലൈക്ക് മീ ഓർ യു ഹേറ്റ് മീ. സാബുവിന്റെ പേര് കേട്ടതോടുകൂടി ഐ വാസ് ബാംഗ്ലൂരിൽ അടിച്ചു വിളിക്കുന്നു. അവിടെ എനിക്ക് വേറെ ബോയ് ഫ്രണ്ട് ഉണ്ടായിരുന്നു. ഞാനാണെങ്കിൽ സർജറിക്ക് എതിരായിരുന്നു. MRI മെഷീനിൽ കിടത്തി ഐ വാസ് ലൈക്ക് ചത്ത ദൈവമേ. ഒരാളുടെ പേര് പറയാനുണ്ടാവും അവർക്ക്. ഞാൻ ആദ്യമായിട്ട് അടിച്ച് ഫിറ്റായിട്ട് വീട്ടിൽ വന്ന ഓർമ്മയുണ്ടോ? ഒരു വിഷമം ഉണ്ടായിരുന്നു, ഇല്ലാന്നൊന്നും പറയാൻ പറ്റില്ല. ഓ സംഭവം മലയാളം സീരിയൽ TV സെറ്റപ്പ് ആണ്. ഉണ്ടായിരുന്നു. നിന്റെ സ്വഭാവം എനിക്കറിയാമല്ലോ. എപ്പിസോഡ് ടെലികാസ്റ്റ് ചെയ്ത് തെറിയുടെ പൂരം. അമ്മ വലിച്ചേ പറ്റൂ. അഞ്ജലി ഹരിദാസ് ആദ്യമായി ഇൻവെസ്റ്റ് ചെയ്ത ബിസിനസ് ആണ് എന്റെ നമ്മുടെ തയ്യൽ കട. റിമെമ്പർ ടിക്കു? സമാഗമം ഒത്തൊരുമിക്കുന്ന ഈ വേദിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. Genie Talks. Ta-da! Welcome back to Genie Talks with Genie and Genie's mummy. Welcome back. വീണ്ടും സ്റ്റോറിയായിട്ട് വീണ്ടും സ്റ്റോറി ആയിട്ട് ഞങ്ങൾ തിരുപ്പി വന്നേൻ. സോറി, തിരുപ്പി വന്നേൻ അല്ല. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളുടെ ലൈഫ് സ്റ്റോറി എൻ്റെ 18 വയസ്സിൽ വന്ന് നിന്നു. നമ്മൾ ഏതോ ട്രിപ്പിനൊക്കെ പോയ കാര്യമാണ് അല്ലേ. കഴിഞ്ഞ പ്രാവശ്യം എവിടെയാണ് നിർത്തിയതെന്ന് ഞങ്ങൾ കുറേ ഗൂഗിളിൽ തിരിച്ച് റിവൈൻഡ് ചെയ്ത് കണ്ടൊക്കെ നോക്കിയിട്ട് ഒന്നും മനസ്സിലാവുന്നില്ല. ബിക്കോസ് അവിടെ ഇവിടെ ഒക്കെ ആയിട്ടുള്ള കോൺവെർസേഷൻ ആയിരുന്നു. ബട്ട് അവസാനം ഒക്കെ ആയിട്ട് UK പോയൊരു കാര്യം കംപ്ലീറ്റ് ആയിട്ട് എന്തുകൊണ്ടാണ് അമ്മ UK ഇനി ജീവിതത്തിൽ പോവില്ല എന്നൊക്കെ പറഞ്ഞ് ഇനി അതൊന്നും പറയണ്ട. അപ്പൊ 18 വയസ്സ് ഫസ്റ്റ് ട്രിപ്പ് എന്ന് പറയുമ്പോൾ എനിക്ക് കോളേജ്, മിസ് കേരള കഴിയുന്നു, എൻ്റെ കോളേജ് ജീവിതം തുടങ്ങുന്നു. എൻ്റെ കോളേജിലേക്ക് ഞാൻ കാലെടുത്ത് വെച്ചപ്പം എങ്ങനെയായിരുന്നു? എന്തെങ്കിലും വ്യത്യാസം അമ്മയ്ക്ക് തോന്നിയോ? സെന്റ് ട്രീസാസിലെ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്. അതിനു മുമ്പ് ഉണ്ടായിരുന്നു ആഗ്രഹങ്ങളുണ്ടായിരുന്നു എനിക്ക് ഇവിടെ പോയി പഠിക്കണം. ഐ വിൽ ടെൽ യു. കഥ. ഓ ബിഗ് സ്റ്റോറി പറ. എൻ്റെ ജീവിതത്തിലെ ആഗ്രഹം നടത്താത്ത എൻ്റെ കുടുംബം. അതെ, ഞാനല്ല. ഇത് അവരില്ലാത്തോണ്ട് നമുക്ക് കോൺഫിഡൻസോട് പറയാം. അപ്പൊ പിന്നെ അമ്മയും ദേ ആർ നോ മോർ ഹിയർ വിത്ത് അസ്. ഓക്കെ, ലെറ്റ് മീ ടെൽ യു ദിസ്. ഞാൻ തന്നെ ഇത് സംസാരിക്കുന്നതിനെക്കാട്ടും ഭേദം അമ്മയാണ്. ഞാനൊരു മിക്സ്ഡ് സ്കൂളിൽ പഠിച്ച കുട്ടിയാണ്. ഓക്കെ, ഞാൻ ചോയ്സ് സ്കൂളിലാണ് എൻ്റെ പഠിത്തം ചെയ്തത്. ആൻഡ് ചോയ്സ് സ്കൂൾ അറിയാമല്ലോ, ലൈക്ക് ഒരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് സ്കൂളാണ്. കുറച്ച് എലീറ്റിസ്റ്റ് ആയിട്ടുള്ള സ്കൂളാണ്. അത് അമ്മയ്ക്കും അറിയാം. ഇറ്റ് വാസ് വെരി ഡിഫറെൻറ്റ്. അങ്ങനത്തെ ഒരു സ്കൂളിൽ പഠിച്ചിട്ട് മിസ് കേരളയും കൂടെ ആയിക്കഴിഞ്ഞ് എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് എനിക്ക് പൂനെയിലോ ബാംഗ്ലൂരോ എനിക്ക് ഹയർ സ്റ്റഡീസിന് പോകണം. അത് ഞാൻ പണ്ടേ പറയുമായിരുന്നു. 10th 11th 12th തൊട്ടേ ഞാൻ പറയുമായിരുന്നു. അപ്പം എൻ്റെ അപ്പൂപ്പൻ എൻ്റെ അടുത്ത് വിടാന്ന് പറഞ്ഞു. പക്ഷേ അത് പറഞ്ഞു കഴിഞ്ഞാൽ ഫാമിലിയിൽ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞപ്പോൾ അവരെ അക്സെപ്റ്റ് ചെയ്തില്ല. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? സോ ബേസിക്കലി അമ്മയ്ക്ക് അത് കൂടെ സംസാരിക്കാൻ താല്പര്യമില്ല. അതുകൊണ്ട് ഞാനും അതിലേക്ക് കൂടുതൽ കയറുന്നില്ല. ബിക്കോസ് വൈ ഷുഡ് വി ഡു ഇറ്റ്? എനിവേ, ബേസിക്കലി കഥ ഇസ് സിമ്പിൾ. എൻ്റെ അടുത്ത് അപ്പൂപ്പനും അമ്മൂമ്മൻ പറഞ്ഞു എനിക്ക് കൂടുതൽ മാർക്സ് കിട്ടിയാൽ വിടാമെന്ന്. ഓക്കെ, എൻ്റെ ക്ലാസ്സിൽ 12ാം ക്ലാസ്സിൽ ഞാൻ കോമേഴ്സ് സ്റ്റുഡൻ്റ് ആയിരുന്നു. ഐ വാസ് ദ ഹയസ്റ്റ്. ഓർമ്മയുണ്ടോ സുജാതയ്ക്ക്? അമ്മയുടെ മോളായിരുന്നു ക്ലാസ്സിലെ ടോപ്പർ. ആരും വിശ്വസിക്കില്ല. എന്നിട്ട് എന്നെ ബാംഗ്ലൂരിലേക്കൊക്കെ വിടാം എന്ന് പറഞ്ഞ് വീട്ടിലെത്തി. മാർക്സും ഏറ്റവും ബെസ്റ്റ് മാർക്സ്, ഹയസ്റ്റിനെക്കാട്ടും കൂടുതൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, കൊണ്ട് വാങ്ങിച്ചു കൊടുത്തപ്പം വാക്ക് മാറ്റി. ചോദിക്കേണ്ടവരോട് ചോദിച്ചപ്പോൾ അത് പറ്റില്ല, അതൊന്നും പറ്റിയില്ല, ഗാർഡിയൻ നിൽക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ പറഞ്ഞു. ഒരു 18 വയസ്സിൽ നമ്മൾ ആഗ്രഹിച്ചൊരു കാര്യമാണ് ചെയ്യുമെന്നും പറഞ്ഞു എൻ്റെ ഫാമിലി. എന്നിട്ട് പെട്ടെന്ന് കാല് മാറ്റി. അങ്ങനെ എൻ്റെ ഹൃദയം വളരെ വലിയ രീതിയിൽ എൻ്റെ അമ്മയും കരഞ്ഞു വന്ന് തകർന്നുപോയി അല്ലേ? അല്ല, അങ്ങനെയില്ല. അത് ശരിയാണ്. എനിക്ക് അത് അങ്ങനെ പറയുന്നത് ഹെൽപ്ലെസ് ആയിപ്പോയി. ഞാൻ വിചാരിച്ചില്ല. അതെനിക്ക് വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ പറയില്ലല്ലോ. മോളുടെ ഒരു ആഗ്രഹമായിരുന്നു. ഞാൻ ഭയങ്കര നന്നായി പഠിക്കുന്ന ഒരു സ്റ്റുഡന്റ് കൂടിയായിരുന്നു. ആഗ്രഹങ്ങൾ മിക്കതും പറ്റിയ വലിയ ആഗ്രഹങ്ങളൊന്നും ഇല്ലായിരുന്നു, സാധാരണ ആഗ്രഹങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. അത് മിക്കതും ഞാൻ ചെയ്തും തന്നിട്ടുണ്ട്. അപ്പൊ ഇത് ചെയ്യാൻ പറ്റാത്തതിൽ ഒരു വിഷമം ഉണ്ടായിരുന്നു. ഇല്ലാന്നൊന്നും പറയാൻ പറ്റില്ല. ആ സമയത്താണ് മിസ് കേരള വരുന്നത്. ആ ഗ്യാപ്പിലാണ്, ആ സൈക്കിൾ ഗ്യാപ്പിലാണ് മിസ് കേരള വരുന്നത്. ഓക്കെ, പക്ഷെ സംടൈംസ് നമ്മുടെയൊക്കെ തലവരെ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഞാനെങ്ങാനും ആ സമയത്ത് 18ാം വയസ്സിൽ ഇവർ പെർമിഷൻ നൽകി ബാംഗ്ലൂരിൽ പോയിരുന്നെങ്കിൽ എൻ്റെ ജീവിതം വേറെ ആയേനെ.
അല്ലേ? അതാണ്. പക്ഷെ ഐ വാസ് വെരി ആംഗ്രി. ഐ വാസ് സോ ആംഗ്രി. ഞാൻ കരച്ചില്, അമ്മ കരച്ചില്, ലൈക് ഞങ്ങൾ രണ്ടുപേരും എന്റെ ഡ്രീം നടക്കില്ല എന്ന് വിചാരിച്ചിട്ടുള്ള ഒരു കരച്ചിലല്ല, വിഷമം കൊണ്ടുള്ള ഒരു പ്രശ്നം ഉണ്ടായി. വഴക്കുണ്ടാക്കി. മനസ്സിന് ഞാനും കുറെ പറഞ്ഞു. പക്ഷെ അത് പക്ഷെ നല്ലതിനായിരുന്നു. അമ്മ തിരിഞ്ഞു നോക്കുമ്പോ നല്ലതിനായിരുന്നു. പക്ഷെ ആ സമയത്ത് നമ്മളറിയില്ല. 18-17 വയസ്സുള്ള കൊച്ചിന്റെ ഒരു ആഗ്രഹം നടന്നില്ല എന്ന് പറയുന്നതിന് ഒരു വിഷമം ഉണ്ടാവുമല്ലോ. അതും പഠിത്തമാണല്ലോ, എഡ്യൂക്കേഷൻ ആണല്ലോ. അന്നത്തെ കാലത്ത് എഡ്യൂക്കേഷൻ ഭയങ്കര സംഭവമാണ്. സോ എനിവേ ആ സമയത്താണ് രഞ്ജിനി എന്ന റിബൽ ഒന്നുകൂടെ ഒന്ന് സ്ട്രോങ് ആയത്. ഓൾറെഡി ചെറിയ രീതിയിൽ റിബല്യസ് ഒക്കെ ആയിരുന്നു. പക്ഷെ എൻ്റെ ആഗ്രഹം നടത്തി തരാമെന്ന് പറഞ്ഞ് നടത്തി തന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അന്ന് പറഞ്ഞൊരു വാക്കുണ്ട്. അത് ഐ വിൽ, ഞാൻ വേണ്ടെങ്കിൽ ഞാൻ സ്വന്തമായിട്ട് കുറേ കാശുണ്ടാക്കുമ്പോൾ ഞാൻ വീട് വിട്ട് പോകും എന്ന് ഞാൻ പറഞ്ഞു. അപ്പം തന്നെ ഞാൻ പറഞ്ഞു, എൻ്റെ എനിക്ക് ഇപ്പോൾ കാശില്ലാത്തതുകൊണ്ടല്ലേ ഞാൻ കാശുണ്ടാക്കി ഞാൻ വീട് വിട്ട് പോകും എന്നൊക്കെ പറഞ്ഞു. അതുപോലെ അച്ഛൻ്റെ അമ്മയുടെയും കുറ്റമൊന്നുമല്ല. ഇല്ല, അപ്പൂപ്പൻ്റെ അമ്മൂമ്മയുടെ അല്ല. പക്ഷെ ഞാൻ നമ്മൾക്ക് അപ്പം ആ സമയത്ത് ഒരു കൊച്ചിൻ്റെ മനസ്സിൽ വേറെ ഒന്നും ഇല്ലല്ലോ. ഞാൻ ഇന്നത്തെ മെച്ചോറിറ്റി എനിക്ക് അന്നില്ലല്ലോ. പക്ഷെ അന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നത് അങ്ങനെയാണ്. അവർ പറഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ പോവായിരുന്നു, അല്ലെങ്കിൽ ഹോസ്റ്റലിൽ പോവായിരുന്നു. എന്തിനാണ് ഗാർഡിയൻ? എല്ലാവർക്കും മറ്റേ അതുമല്ല പെർമനന്റ് നിർത്താനൊന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. നിന്റെ സ്വഭാവം എനിക്കറിയാമല്ലോ, നല്ല സ്വഭാവം. അതുകൊണ്ട് മറ്റുള്ളവർക്ക് പ്രശ്നം ഉണ്ടാക്കുന്ന സ്വഭാവം. അപ്പൊ അത് കാരണം അങ്ങനെയൊക്കെ സൈക്കിൾ അവര് അല്ല, എല്ലാവർക്കും എല്ലാം പിടിക്കണമെന്നില്ല, അവരുടെ നേച്ചർ വേറെയാ. ഞാൻ എന്ത് ചെയ്തു, ഞാൻ അത് നടന്നില്ല. അതും പോയില്ല. എന്നിട്ട് മിസ് കേരള നടന്നു. മിസ് കേരളയിൽ ജയിച്ചു. പെട്ടെന്ന് ലൈഫ് മാറി, കുറെ വർക്ക് വന്നു. അങ്ങനെയാണ് ഓൾ ഗേൾസ് കോളേജായ എനിക്ക് ഇത്രയും ദേഷ്യമുള്ള ഓൾ ഗേൾസ് കോളേജ് സെയിൻറ്റ് ട്രീസാസിലേക്ക് രഞ്ജിനി കാലെടുത്ത് വെക്കുന്നത്. ഹൗ ദാറ്റ് ചേഞ്ച്ഡ് മൈ ലൈഫ്. അതേ അന്നത്തെ നാൾ മുതൽ രഞ്ജിനി ഒരു ഫെമിനിസ്റ്റോ അത്രയും നാളൊന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് എന്താന്ന് പോലും അറിയില്ല. പക്ഷേ എൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ എപ്പോഴും വഴക്കുണ്ടാക്കുമായിരുന്നു. എന്ന് പറഞ്ഞാൽ കസേര വേണം, കുടിക്കാൻ വെള്ളം വേണം, കഴിക്കാൻ ഭക്ഷണം വേണം, അതൊന്നും കിട്ടിയില്ലെങ്കിൽ ഞാൻ ചെയ്യൂല, എൻ്റെ അമ്മയ്ക്കും വേണം. അതൊക്കെ നമ്മൾ അപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഇതെന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. കോളേജിൽ കയറി ഒരു ഓൾ ഗേൾസ് കോളേജിൽ പോയപ്പം ഫൈനലി ഐ എം ഇൻ എ പ്ലേസ് വെർ ഗേൾസ് ആർ ഡൂയിങ് എവറിത്തിങ്. The teachers are so educated. My principal is so cool. Sister Tessie ആയിരുന്നു എൻ്റെ principal. What a woman she was, my God. എല്ലാവരും so knowledgeable, so educated. ഞാൻ പഠിച്ചത് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ബ്ലോക്കിലും കൂടെ ആയതുകൊണ്ട് കുറച്ചുകൂടെ കൂളായിട്ടുള്ള യങ് വിമൻ. എത്തുമ്പോൾ തന്നെ ഞാൻ മിസ് കേരളയായിട്ട് എത്തുന്നതുകൊണ്ട് എന്നെ റാഗ് ചെയ്യാൻ വരുന്ന എൻ്റെ സീനിയേഴ്സ് രണ്ടുവശം ഓർമ്മയുണ്ടോ എന്നെ മിസ് കേരളയായിട്ട്? മിസ് കേരള ഞാൻ പറഞ്ഞാൽ കേൾക്കില്ലായിരുന്നു, പക്ഷേ ഇത് because I enjoyed it. You should also understand. എനിക്ക് റാഗിംഗ് ഒക്കെ വേണം എന്ന് ആഗ്രഹിച്ചു പോയ ഒരാളാണ് ഞാൻ. ബിക്കോസ് കോളേജ് ലൈഫ് എന്ന് പറയുമ്പം ഈ സ്കൂളിൽ കയറുമ്പം ബോയ്സ് സ്കൂൾ മിക്സ് കോളേജിനെക്കാട്ടും താന്തോന്നികളായ കുറെ പെണ്ണുങ്ങൾ. ഓഹ്, ഐ ലവ്ഡ് ഇറ്റ്. ബിക്കോസ് സ്റ്റിൽ ദെൻ ഞാൻ ഓക്വേർഡ് ആയിരുന്നു, കേരളത്തിലെ മിസ്ഫിറ്റ് ആയിരുന്നു എന്ന് വിചാരിച്ച ഒരാളാണ് ഞാൻ മാത്രമാണോ ഇങ്ങനെ എന്നൊക്കെ ഇങ്ങനെ പതുക്കെ ചിന്തകൾ വന്ന് തുടങ്ങി. കുടുംബത്തിലും പറഞ്ഞു തുടങ്ങി എനിക്ക് എന്തോ പ്രശ്നമൊക്കെ ഉണ്ടെന്ന്, ബ്ലാക്ക് ഷീപ്പ് ഓഫ് ദ ഫാമിലി എന്ന രീതിയിൽ എന്നെ ഫീൽ ചെയ്യിപ്പിച്ചു തുടങ്ങി. അപ്പോൾ ഐ വാസ് ലൈക്ക് വാട്ട് ഇസ് റോങ് വിത്ത് മീ എന്ന് പറഞ്ഞു. കോളേജ് കാലത്ത് വെച്ചില്ല എന്നെക്കാട്ടും ജഗജലികളായ കുറേ എണ്ണം തേർഡ് ഇയേഴ്സ്, സെക്കൻഡ് ഇയേഴ്സ്, ഞാൻ ഫസ്റ്റ് ഇയറായി എത്തുന്നു. ആൻഡ് എന്നെ നോട്ടം വെച്ചിരുന്നു. ബിക്കോസ് കഴിഞ്ഞ ആഴ്ച മിസ് കേരള ആയിരുന്നു. ഞാൻ ജയിച്ചു, റാണിയായിട്ട് വരികയാണല്ലോ. ഞാനാണ് ഒരു പാവമായിരുന്നു ശരിക്കും. അപ്പം എന്നെ റാഗ് ചെയ്യാൻ വേണ്ടി ക്യൂ ആയിരുന്നു അവിടെ. പക്ഷെ വളരെ ക്ലീൻ റാഗിങ് ആയിരുന്നു. നോ മറ്റേ വിയേർഡ് പറഞ്ഞതുപോലെ തന്നെ ചെയ്തു. അപ്പൊ എനിക്ക് നല്ല ഓർമ്മയുണ്ട് എന്നെ റാഗ് ചെയ്തത്. ഐ തിങ്ക് ജയമോളും ദിവ്യ ആയിരുന്നു തേർഡ് ഇയേഴ്സ്. സെക്കൻഡ് ഇയേഴ്സിൽ ട്രിനറ്റ് നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡിൽ വന്ന ട്രിനറ്റ്. ആ കഥയൊക്കെ നമ്മൾ അവിടെ പറഞ്ഞു. എന്തായിരുന്നു 3 നേരം നമസ്കാരം, ഗുഡ് ഈവനിങ് അല്ല ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം, നമസ്തേ. രാവിലെയും പോയി പറയണം, ഉച്ചയ്ക്കും പോയി പറയണം, കോളേജ് കഴിയുന്നതിന് മുമ്പും പോയി. ഇവരാണെങ്കിൽ വേറൊരു സ്ഥലത്തായിരിക്കും. അപ്പൊ അവിടത്തൊക്കെ പോയി പറയണം. ലിപ്സ്റ്റിക് ഇടാൻ പാടില്ല, മേക്കപ്പ് ഇടാൻ പാടില്ല, 2 സൈഡിലും പിന്നി പോണം, ഒരാഴ്ച മറ്റേ റിബൺ കെട്ടി പോണം, ആൻഡ് നാടൻ ഉടുപ്പ് പോണം, ഫുൾ നാടൻ ഉടുപ്പിൽ ഒരാഴ്ച പോണം. ഞാനത് അതുപോലെ തന്നെ ചെയ്തു. അത് കഴിഞ്ഞ് വി ബിക്കേം റിയലി റിയലി ക്ലോസ്. ഐ ഡു ബിലീവ് ദാറ്റ് നമ്മളൊരു പുതിയ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് കയറുമ്പോൾ കുറച്ച് ഇങ്ങനത്തെ ഫൺ ആയിട്ടുള്ള സാധനങ്ങളുണ്ടെങ്കിൽ ഇറ്റ് റിയലി ചേഞ്ചസ് യുവർ ലൈഫ്. ബിക്കോസ് ഇന്നും ദേ ആർ ഓൾ വെരി ക്ലോസ് ഫ്രണ്ട്സ് ഓഫ് മൈൻ. സോ ഫസ്റ്റ് ഇയർ ആയ ഞാൻ അവിടെ ഒരാഴ്ച ഇത് കഴിഞ്ഞ് അവരൊക്കെ എൻ്റെ പോക്കറ്റിലായിരുന്നു. ഇറ്റ് വാസ് സോ ഗുഡ്. ആൻഡ് ദെൻ ദ ടീച്ചേഴ്സ് വർ സോ ഗ്രേറ്റ്, മൈ പ്രിൻസിപ്പൽ വാസ് സോ ഗ്രേറ്റ്. സോ അങ്ങനെ കോളേജിൽ കയറി എല്ലാ ഗേൾസും ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു. എൻ്റെ മൈ ക്ലോസ് ഫ്രണ്ട്സ് ദിവ്യ എന്നെ ഡാൻസിലേക്ക് ഇൻകൾക്കേറ്റ് ചെയ്തു. ഞാൻ ഈ മോഡലിംഗ് രംഗത്തായതുകൊണ്ട് ഫാഷൻ ഷോസ് ഞാൻ ഏറ്റെടുത്തു. ഞങ്ങൾ ഓരോ കോമ്പറ്റീഷൻസിന് പോയി. ഓ മൈ ഗോഡ്, കോളേജ് ലൈഫ് വാസ് അമേസിങ്. അതിനെ കൂടെ കുറേ വർക്കും ചെയ്യുമായിരുന്നു ഞാൻ. കുറേ ഷോസും ഫാഷൻ ഷോസും. അമ്മേൻ്റെ കൂടെ വരുമായിരുന്നു ആ സമയത്ത്. കോളേജ് സമയത്ത് ഇല്ല. അപ്പോഴേക്കും ഞാൻ തന്നെ പോയി തുടങ്ങി.
സോ ആ സമയത്ത് ഐ തിങ്ക് എന്റെ ബ്രദറും ഇപ്പോഴും ചോയ്സ് പഠിച്ചുകൊണ്ടിരിക്കുക അല്ലേ. വീട്ടിലൊക്കെ ഐ തിങ്ക് ഫിനാൻഷ്യലി ഐ വാസ് ഡൂയിങ് ബെറ്റർ, കുഴപ്പമില്ലാതെ കുറച്ച് കാശ് ലൈക്ക് 500 രൂപ, 1000 രൂപ, 2000 രൂപ, 3000 രൂപ, 4000 അതിനെക്കാട്ടും ഒക്കെ കിട്ടുമായിരുന്നു അല്ലേ. നമുക്ക് കുഴപ്പമൊന്നും അത്ര വലിയ പ്രശ്നങ്ങളൊന്നും എനിക്ക് അല്ല ഞാൻ കാശ് ഉണ്ടാക്കുന്നത് ഐ വാസ് മേക്കിംഗ് മണി. ഐ തിങ്ക് ഐ വാസ് മേക്കിംഗ് മണി ആ സമയത്തൊക്കെ. മോഡലിംഗ് കോൺട്രാക്ട്സ്, ടെലിവിഷൻ ഷോസ്, കുറച്ച് ഞാൻ ഏതോ ഷോയിൽ പറഞ്ഞു ഈ സമയത്തിൽ കൂടിയാണ് ഞാൻ ആദ്യം ചെയ്ത കുറേ TV ഷോസിൻ്റെ ഒക്കെ കാശൊന്നും കിട്ടാത്ത കുറേ സംഭവങ്ങൾ നടന്നത്. പിന്നെ അതേ സമയത്ത് രഞ്ജിനി ഹരിദാസ് വളർന്നുകൊണ്ടിരിക്കുകയാണല്ലോ ഒരു പെൺകൊച്ചായിട്ട്. അപ്പൊ പാരലലി രഞ്ജിനി ഹരിദാസിന്റെ പ്രേമകഥകൾ ഇങ്ങനെ 1 by 1 എന്നെ കേൾപ്പിക്കാൻ തുടങ്ങി അവളുടെ പ്രേമകഥ. എന്റെ സ്കൂളിലാണ് എന്റെ ഫസ്റ്റ് പ്രേമം. അമ്മ ഓർമ്മയുണ്ടോ? പിന്നെ ആരാന്ന് പറയണ്ട, പറഞ്ഞ പേര് പറയണ്ട. ഹാപ്പിലി ടേജ് അവരൊക്കെ കുടുംബം എനിക്കറിയാം, എല്ലാവരെയും അറിയാം. അമ്മയ്ക്ക് നല്ല അമ്മയ്ക്ക് എല്ലാം അറിയാം. ഫസ്റ്റ് പ്രേമം ഓർമ്മയുണ്ട്. സെക്കൻഡ് പ്രേമം, ലാസ്റ്റ് പ്രേമം വരെ ഓർമ്മ. അതിപ്പോ കഴിഞ്ഞ സാധനം, സോറി. അമ്മയ്ക്ക് അറിയാത്ത ഒന്നുമില്ല ഐ തിങ്ക് ഇൻ ടേംസ് ഓഫ് മെനി പ്രേമംസ് ഇൻ ബിറ്റ്വീൻ. ഇറ്റ് വാസ് ഇവന്റ്ഫുൾ. ഐ തിങ്ക് 18, 19, 20, 18 to 21 ഞാൻ എൻജോയ് ചെയ്തൊരു സമയം തോന്നുന്നു. ആദ്യം കുറച്ച് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. ഫീലിങ്സോട് കൂടുതൽ ഒരു അറ്റാച്ച്മെന്റ് കാണിച്ചു. ഞാനാണോ? ആ സമയത്താണ് ഞാൻ ഇടപെട്ടത്. എന്നിട്ട് ഫീലിങ്സ് പാടില്ല? അല്ല, ഞാൻ ഇരുന്ന് നന്നായിട്ടൊന്ന് പറഞ്ഞു ഇങ്ങനെ ചെയ്യണോ, ശരിയാണോ, ഇങ്ങനെ പോകുന്നത് ഇങ്ങനെയാണോ, നിന്റെ ഇത് അതങ്ങനെ ഒന്ന് വിവരിച്ചങ്ങ് കൊടുത്തു കഴിഞ്ഞപ്പോ നീ ഒരേ ഒരു ഗുണം ഞാൻ നിന്നെ കണ്ടേക്കണം. എപ്പോഴും ഉണ്ട് കേട്ടോ, എന്നും ഉണ്ട്. ബൈക്കിൽ പോയ ഇൻസിഡന്റ് ആണോ പറയണേ? അത് ഞാൻ പറയില്ല. ചിന്തിക്കും, എന്ത് പറഞ്ഞാൽ ചിന്തിക്കാം. ഞാൻ പറയും ഇൻസിഡന്റ് ഒക്കെ പറഞ്ഞില്ലെങ്കിൽ പിന്നെ ഇവര് TV കാണുന്നത്. ചിന്തിക്കും, അത് നീ പറഞ്ഞു. ഞാൻ പറയാം ഞാൻ കോളേജിൽ പറഞ്ഞോ നമ്മള് ഇതിലാണോ പറഞ്ഞേ? ഇടയ്ക്കൊന്ന് അത് പറയണ്ടോ? കോളേജിൽ ബൈക്കിൽ പോയിട്ട് ശരി, ഈ ഇൻസിഡന്റിൽ എന്നെ പിടിച്ചിട്ട് ഒരു ബോയിന്റെ കൂടെ പോയതാ ഡേറ്റിന്. പറയണ്ട. അപ്പൊ അമ്മ പിടിച്ച് എനിക്കൊരു ക്ലാസ് തന്നു. ഓക്കെ, അതൊരു ഇൻസിഡന്റ്. ഓക്കെ, അതുപോലെ കോളേജിൽ എനിക്ക് നല്ല ഓർമ്മയുള്ള മറ്റൊരു കോളേജാണോ, കോളേജ് കഴിഞ്ഞിട്ടാണോ? പക്ഷെ അതല്ല, ആ ഒരു പറച്ചില് ശരിക്കും കുറെ സംഗതികൾ മനസ്സിലാക്കി എടുത്തിട്ടുണ്ട് എന്ന് നമുക്ക് തോന്നുന്നു. അല്ലെങ്കിൽ ഞാൻ കുറച്ച് നന്നായി അത് ഒളിപ്പിക്കല്ല, മനസ്സിലാക്കി എടുത്തത് എനിക്ക് കാണാമല്ലോ. കണ്ടാലല്ലേ ഞാൻ മനസ്സിലായി. അല്ലാതെ ഞാൻ ഞാൻ നുണവരല് നിർത്തി. അല്ല, വിഡ്ഢിയൊന്നും ഇല്ലല്ലോ അത്ര. എനിക്ക് നീ ക്രിക്കറ്റ്നസ് കാണിച്ചാൽ എനിക്ക് അപ്പോഴേ ഞാൻ മിണ്ടാണ്ടിരിക്കുന്നേ ഉള്ളൂ, എല്ലാം അറിയാം. അപ്പം മനസ്സിലാക്കുന്നുണ്ട്. അന്ന് മനസ്സിലാക്കി തുടങ്ങി. അങ്ങനെ എന്നിട്ട് ഞാനൊരു 2-3 വർഷം കൂടി ഇതിന്റെ കൂടെ വന്നു. അത് കഴിഞ്ഞിട്ടാണ് അത് സ്റ്റോപ്പ് ചെയ്തത്. അപ്പൊ നീ പുള്ളി നിനക്ക് തന്നെ കൺട്രോൾ ചെയ്യാന്ന് മനസ്സിലായി. എനിക്ക് തന്നെ മനസ്സിലായി. അമ്മയ്ക്ക് മനസ്സിലായി, വന്നിട്ട് കാര്യമില്ല. അല്ല, ഇനിയിപ്പോ തനിയെ പോയൊരു പ്രശ്നം ഉണ്ടാവും. ഇതൊന്ന് ആസ് യങ് ഗേൾസ് ഗ്രോയിങ് അപ്പ്, റൈറ്റ്? നമ്മൾ ചെറിയ പ്രായത്തിൽ അമ്മയും ഒറ്റയ്ക്കാണല്ലോ കുറെ. ഷീ വാസ് ഓൾസോ വെരി യങ്. പക്ഷെ ആസ് എ യങ് ഗേൾ ഗ്രോയിങ് അപ്പ് നമ്മളെല്ലാവരും അനുഭവിക്കുന്ന കുറെ കാര്യങ്ങളാണ്. ദെൽ ബി പ്രേമം, ദെൽ ബി വേറെ കുറെ കാര്യങ്ങൾ. നമ്മൾ എക്സ്പോഷർ മാറുമ്പം അതിനനുസരിച്ചുള്ള മാറ്റം. ഇതെനിക്ക് പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ പറയാം. ഞാൻ ആദ്യമായിട്ട് അടിച്ച് ഫിറ്റായിട്ട് വീട്ടിൽ വന്ന ഓർമ്മയുണ്ടോ? അത് ഞാൻ കണ്ടതാണ്. എന്നിട്ട് എല്ലാരും കൂടി എന്റെ തലേ കയറരുതേ. ഞാനാണ് ഇവിടെ ചീത്തയാക്കിയെന്നൊന്നും ആരും പറഞ്ഞേക്കല്ലേ. ഒരേ ഒരു ഗുണമുള്ളൂ, എല്ലാം ഞാൻ അറിയുന്നുണ്ട്. എല്ലാം അമ്മ അറിയുന്നുണ്ട്. എനിക്ക് അറിയില്ലായിരുന്നല്ലോ. നമ്മൾ ആദ്യമായിട്ട് ആൽക്കഹോൾ കുടിക്കുമ്പം നമുക്ക് അറിയില്ലല്ലോ ഈ ആൽക്കഹോളിന്റെ. എന്നിട്ട് എന്നെ കുടിപ്പിക്കാൻ നോക്കിയേ. അത്ര വേണ്ടായിരുന്നു. അത് പിന്നെ അത് ലേറ്റർ ഓൺ ഇൻ ലൈഫ്. ഞാൻ വളരെ ഓപ്പൺ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഐ ഡു ഹാവ് എ ഗുഡ് ടൈം വെൻ ഐ ഗോ ഡ്രിങ്കിങ്. നാട്ടിൽ അവർ വിൽക്കുവാണെങ്കിൽ ഞാൻ എടുത്ത് കുടിക്കും, മാത്രമേ ഉള്ളൂ. വിക്കൽ നിർത്തിയാൽ ഞാൻ കുടിക്കൽ നിർത്താം. പക്ഷെ ഇറ്റ്സ് നോട്ട് ലൈക്ക് ഐ ആം ആൻ ആൽക്കഹോളിക്, റൈറ്റ്? ഐ ഡ്രിങ്ക് ടു ഹാവ് ഫൺ. പക്ഷെ ഇതങ്ങനെയല്ല. ഫസ്റ്റ് ടൈം നമ്മൾ കള്ളു കുടിക്കുന്ന എല്ലാവർക്കും ഒരു ഓർമ്മയല്ലേ? എല്ലാം ഓർമ്മയുണ്ടല്ലേ? താങ്ക് യു. എല്ലാം ചെയ്തിട്ടുണ്ട്. എന്താ ലൈഫ് ഇതല്ലേ? സിഗരറ്റ് വലിക്കണതാ. അതിന് എന്നെ കൂടി എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് ആദ്യം വലിച്ചേ പറ്റൂ. I'll never forget all of these incidents. ഞാൻ എന്നിട്ട് എനിക്ക് ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട്. ഫസ്റ്റ് ടൈം കുടിച്ചിട്ട് എത്ര കുടിക്കണം കുടിക്കാതിരിക്കണം അറിയില്ല. അത് എനിക്കൊന്നും അന്ന് നമ്മൾ ഇതിനൊക്കെ മുമ്പ് ആദ്യം ചെയ്ത അച്ഛന് കുറെ ഫ്രീ ആയിട്ട് കിട്ടുമായിരുന്നു. എന്റെ അപ്പൂപ്പന് എയർഫോഴ്സിലായിരുന്നു. എയർഫോഴ്സിൽ കുറെ കുപ്പികൾ കിട്ടും നമുക്ക് ഭയങ്കര ചീപ്പായിട്ട്. കുപ്പികളും അല്ലെ സിഗരറ്റ് എല്ലാം കിട്ടായിരുന്നു. അപ്പൂപ്പൻ ഇത് വാങ്ങിക്കും എന്നിട്ട് മറിച്ചു വെക്കും. അച്ഛൻ ചെയ്യൂല. അപ്പൂപ്പൻ അവിടെ നമ്മൾ എടുത്ത് അപ്പൊ തുടങ്ങി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത്. അന്നാണ് ആദ്യമായിട്ട് ഞാനും ഇത് എന്റെ അമ്മ മതിയായി. അമ്മ ഇതൊന്നും ചെയ്യാറൊന്നും ഇല്ല കേട്ടോ, എന്റെ പാവം അമ്മ. പക്ഷെ നമ്മൾ ഈ ചെറിയ ക്യൂരിയോസിറ്റി കിൽസ് ദ ക്യാറ്റ് എന്ന് പറയുമ്പോൾ ഇത്രയും സാധനം അവിടെ ഇരിക്കുമ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതിലൊക്കെ ഒരു ഇതുണ്ട്.
അത് മനസ്സിലാക്കണം. നിങ്ങളുടെ കൂടെ ഞാൻ നിന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു ഇതുണ്ടല്ലോ, അത് എനിക്കും നിനക്കും മനസ്സിലാവും. And you can be open with them also. മനസ്സിലാവും. അത് ഭയങ്കര എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അയ്യോ ഞാൻ അത് കഴിഞ്ഞിട്ട് വിച്ച് നെവർ ഹാപ്പൻ. ഇപ്പോഴും ഞാൻ പറയും അമ്മേ അടിക്കുന്നു. She hates the taste. Anyway, this is all like childhood memories that all of us have growing up. But then I think after that, എപ്പോഴാണ് കോളേജ് ഓ മൈ ഗോഡ്, കോളേജ് കഴിഞ്ഞിട്ടും ഡിസപ്പോയിൻമെന്റ് തന്നെയായിരുന്നു. അമ്മയുടെ ലൈഫിൽ വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. അമ്മ അപ്പൻ്റെ അമ്മയുടെയും കൂടെ ജീവിക്കുന്നു. അമ്മ നാഷണൽ സെക്യൂരിറ്റി സർവീസ്, അച്ഛൻ്റെ ജോലി ചെയ്യുന്നു അല്ലേ, അപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഫാമിലിയിൽ there was a little bit of a problem. ആ സമയത്ത് ഞാൻ കോളേജ് ഇപ്പോൾ ഓർമ്മ വന്നു. കോളേജ് കഴിഞ്ഞു. കോളേജ് എൻ്റെ 21ാമത്തെ വയസ്സിൽ കഴിഞ്ഞു. അപ്പോഴേക്കും നമ്മുടെ പഴയ വാശിയുണ്ടല്ലോ, കാശുണ്ടാക്കിയാൽ ഞാൻ നാട് വിട്ടു പോകും. അപ്പം ഞാൻ കോളേജിൽ ലാസ്റ്റ് എക്സാം കഴിഞ്ഞ ദിവസം ഞാൻ വീട്ടിൽ പോയി. ഞാൻ അമ്മയടുത്ത് പറഞ്ഞു ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്, ഞാൻ ബാംഗ്ലൂരിലേക്ക് പോവാണ്. എവിടെ പോവാ എനിക്കറിയില്ല. അതിനിടെ എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ ഞാൻ ഭയങ്കര പ്ലാനൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, നമുക്ക് ഒരുമിച്ച് താമസിക്കാം എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ബാംഗ്ലൂരിലേക്ക് വണ്ടി കയറി ഞാൻ എൻ്റെ ഫ്രണ്ട് എൻ്റെ കൂടെ വന്നില്ല, ഞാൻ ഒറ്റയ്ക്കായിപ്പോയി. ദാറ്റ് വാസ് എ ക്രേസി എക്സ്പീരിയൻസ് ഓൾസോ. സംടൈംസ് നമ്മുടെ ലൈഫിൽ പ്ലാൻ ചെയ്യണം ഒന്നും നടക്കില്ല എന്ന് മനസ്സിലാക്കുന്നത് ആ ഇൻസിഡൻറ്റിൽ വരുമ്പോഴാണ്. ഐ സ്റ്റിൽ റിമെമ്പർ ഞാൻ കൊച്ചിയിൽ നിന്ന് 21ാമത്തെ വയസ്സിൽ ഓക്കെ അമ്മ ടാറ്റ ബൈ ബൈ എന്നൊക്കെ പറഞ്ഞ് ഞാൻ പോവാ എന്ന് പറഞ്ഞ് വണ്ടിയിൽ കയറി ഞാൻ ബോംബെയിലെ, അമ്മയ്ക്കറിയാമോ ഞാൻ ആദ്യം ബോംബെയിൽ എൻ്റെ ബോയ് ഫ്രണ്ടിനെ കാണാൻ പോയി. അന്ന് നമ്മുടെ ഇപ്പോഴായിരിക്കും അറിയുന്നത്. എന്നിട്ട് അവനെ കണ്ടിട്ട് ബോംബെയിൽ നിന്ന് ഞാൻ ബാംഗ്ലൂരിലേക്ക് ബസ് കയറുക. സോ എൻ്റെ ബാംഗ്ലൂരിൽ എൻ്റെ ഫ്രണ്ട് എന്നെ കാണണം. ഞങ്ങളുടെ പ്ലാൻ എന്താണ്, അവളുടെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ താമസിക്കുക, 2-3 മാസം നമ്മളിന്ന് നോക്കുക, ജോലിയൊക്കെ കണ്ടുപിടിക്കുക, ഒരു 1 year ജോലി ഗ്യാപ്പ് എടുത്തിട്ട് ബാംഗ്ലൂരിൽ എവിടെയെങ്കിലും ജോയിൻ ചെയ്യുക. ഇതാണ് പ്ലാൻ. ഓക്കെ, പഠിത്തമാണെങ്കിൽ പഠിത്തം, ജോലിയാണെങ്കിൽ ജോലി. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു കോളേജിൽ. സോ ഈ പ്ലാനൊക്കെ ഇട്ടിട്ട് ബോംബെയിൽ ബോയ് ഫ്രണ്ടിനെ കണ്ട് തിരിച്ച് ബസ്സിൽ കയറി. ഞാനിതിന് എൻ്റെ ഫ്രണ്ടിനെ വിളിക്കാൻ നോക്കുമ്പോൾ ആദ്യം ഫോൺ എടുക്കുന്നില്ല. ബസ്സിലിരുന്നപ്പോഴാണ് ഞാൻ ന്യൂസ് അറിയുന്നത് ദാറ്റ് ഷീ ഈസ് നോട്ട് കമ്മിങ്. എനിക്ക് താമസിക്കാൻ വീടില്ല, പ്ലാൻ ഒന്നുമില്ല. ബിക്കോസ് ഞാൻ എല്ലാം ഡിപ്പെൻഡൻ്റ് ആയിരുന്നു. ദാറ്റ് അവളുടെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ താമസിക്കാമോ, കസിൻ്റെ വീട്ടിൽ താമസിക്കാം. ദാറ്റ് വാസ് എ ബ്ലോ ടു മീ. എന്നിട്ട് ഐ വിൽ നെവർ ഫർഗെറ്റ് ഇറ്റ്. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു കൊച്ചിയിൽ. ഞാൻ അവനെ വിളിച്ച് ഐ സെഡ് എടാ ഞാൻ ബാംഗ്ലൂരിൽ ലാൻഡ് ചെയ്യുമ്പോൾ അവിടെ ആരുമില്ല, ഐ ഡോണ്ട് നോ വാട്ട് ടു ഡു. അമ്മടുത്ത് അത് പറഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു. എന്നിട്ട് അവൻ പറഞ്ഞു ഞാൻ വരാം. എന്നിട്ട് മടിവാലയിൽ ബസ് ഇറങ്ങുമ്പോൾ അവൻ ഉണ്ട് എന്നെ പിക്ക് ചെയ്യാൻ രാവിലെ 6 മണി. കൊച്ചിയിൽ നിന്ന് അവൻ ഇറങ്ങി. എന്നിട്ട് ഞാൻ കാറിൽ കയറി ന്യൂസ് പേപ്പർ തുറന്നിട്ട് താമസിക്കാൻ സ്ഥലം തപ്പുക. ബിക്കോസ് എനിക്ക് സ്ഥലമില്ല താമസിക്കാൻ. സ്ഥലം തപ്പി ഇന്ദിരാനഗർ ഒരു കോരമംഗല എവിടെ താമസിക്കണം നോക്കി, പേയിങ് ഗസ്റ്റ് ആയിട്ട്. അപ്പം ഇന്ദിരാനഗർ, ഓക്കെ ഇന്ദിരാനഗർ എങ്കിൽ കോരമംഗല കുറച്ച് ഫാറായിരുന്നു. ഇന്ദിരാനഗറിൽ ചെക്ക് ചെയ്ത് 2-3 പേരെ വിളിച്ച് ആരാണോ ഓക്കെ പറഞ്ഞത് അവിടെ ഞാൻ പേയിങ് ഗസ്റ്റായി താമസിച്ചു. ആൻഡ് എങ്ങനെയാണ് താമസിച്ചത്, 6 പേരുള്ള ഒരു റൂമിൽ. അതിന് 2000-2500 രൂപ എന്തോ ആയിരുന്നു. മറ്റേ റൂം വാസ് 3000-3500 സോളോ ആയിട്ടുള്ള റൂം. മഞ്ജുളയായിരുന്നു സോളോ ആയിട്ടുള്ള റൂമിൽ. ഈ റൂമിൽ അക്കു, what is the other girl name? Akulata Bora, Bobby, 2 ആസാമീസ്. അന്ന് തുടങ്ങിയത് എൻ്റെ ആസാമീസ് കണക്ഷൻ. അക്കു, oh my god, she's still friends with me. I forget her name, and a couple of other girls. Okay, അവരൊക്കെ ഉള്ളൊരു 6 ബെഡിലുള്ള ഹാളിലായിരുന്നു ബെഡ്. ആൻഡ് അവിടെ താമസിച്ചത് was 2 models called സിമ്രൻ ആൻഡ് കിരൺ. എൻ്റെ മെമ്മറി ശരിയാണെങ്കിൽ കൂർഗി ഫാമിലി. ഓക്കെ, അവിടെ റൂം എടുത്തു, എല്ലാം സെറ്റിലായി, ബാഗ് കൊണ്ടിട്ടു, നേരെ തിരിച്ചിറങ്ങി. എൻ്റെ ഈ ഫ്രണ്ടുമായിട്ട് ഞങ്ങൾ സംസാരിച്ച് ഇനി എനിക്ക് ജോലി വേണമല്ലോ, ബിക്കോസ് ഹൗ ഡു ഐ സർവൈവ്. എന്നിട്ട് അവൻ്റെ ഫ്രണ്ടിനെ വിളിച്ച്, ഇന്നും എൻ്റെ ഫ്രണ്ടായ അവറ എന്ന് പറഞ്ഞ ദേഴ്സ് എ ഫ്രണ്ട് ഓഫ് മൈൻ ഹൂ ഇസ് ഹിയർ. ഹി വാസ് വർക്കിംഗ് ഇൻ ITPL. എനിക്കൊരു ഇൻ്റർവ്യൂ സെറ്റ് ചെയ്ത് തന്ന് പിറ്റേ ദിവസം നേരെ ഇൻ്റർവ്യൂവിന് പോകുന്നു, ജോലി കിട്ടുന്നു. കോൾ സെൻറ്ററിൽ ക്രെഡിറ്റ് കാർഡ്സ് വിൽക്കുന്ന കുട്ടിയായിട്ട് 12,000 രൂപ സാലറി. ദിസ് വാസ് ഇൻ 2003. അങ്ങനെ ആ ജോലിയും കണ്ടുപിടിച്ച് ഒരു ദിവസം അവിടെ നിന്ന് ബാഗും പാക്ക് ചെയ്ത് തിരിച്ചു വന്ന് ബാക്കിയുള്ള ബാഗും പാക്ക് ചെയ്ത് ഞാൻ പോയി. പിന്നെ എൻ്റെ ജീവിതം ഒരു 1.5 വർഷം ഞാൻ ബാംഗ്ലൂരിയനായിട്ടാണ് ജീവിച്ചത്. ഐ ഹാഡ് സച്ച് എ ഗുഡ് ടൈം. ഷോസ് ചെയ്യാൻ ഞാൻ നാട്ടിൽ വരും വൺസ് ഇൻ എ വൈൽ. അല്ലേ, അജിത്തിൻ്റെ കുറേ പെഗസസിൻ്റെ ഷോസൊക്കെ ഞാൻ ചെയ്യുമായിരുന്നു, പോവായിരുന്നു. അപ്പോൾ അമ്മയ്ക്ക് എന്തായിരുന്നു ഇവിടെ നടന്നുകൊണ്ടിരുന്നത്? ശ്രീകുട്ടനല്ലേ? ഓ, ശ്രീകുട്ടൻ്റെ ജോലി. ശ്രീകുട്ടൻ എത്ര വയസ്സുണ്ടായിരുന്നു അപ്പോൾ? ഇപ്പോൾ സ്കൂളിൽ പഠിക്കുകയല്ലേ, എല്ലാം ചോദിച്ച് പഠിക്കുകയല്ലേ അവള്. 12th മുമ്പാണല്ലേ. ശ്രീകുട്ടൻ ഇസ് ഓക്കെ. നൗ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, എനിക്കൊരു ബ്രദർ ഉണ്ട് ശ്രീപ്രിയൻ. എൻ്റെ നേരെ ഓപ്പോസിറ്റാണ്.
അവൻ എങ്ങനെയായിരുന്നു ഗ്രോയിങ് അപ്പ്? പാവമായിരുന്നു, ഇതൊരു പാവമായിരുന്നു. ഇതിന് ഒന്ന് നോക്കണ ഒരു നിങ്ങളുടെ ബോസിനെ കുറിച്ചാണ് പറയണതും കൂടെ ആലോചിക്കണം. പാവം. ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല അവന്റെ പ്രശ്നങ്ങളും, അവനൊന്നും അവനെല്ലാം അറിഞ്ഞിട്ടേ ഇല്ല, അവൻ മിണ്ടത്തേ ഇല്ല. അങ്ങനെയല്ല, അമ്മയുടെ മോൻ മിണ്ടൂല, മിണ്ടില്ല, അവൻ അധികം വർത്താനം പറയില്ല. അതാണ് മിണ്ടത്തില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. അങ്ങനെ തന്നെ, ആവശ്യത്തിന് നല്ലത് പറയുകയും ചെയ്യും. അത് പക്ഷെ കൊറേ ലേറ്റ് ആയിട്ട്. അങ്ങനെ എളുപ്പമൊന്നും എടുത്തിയാടൂല, നിന്നെ പോലെ ഉടനെ അല്ല, ഇൻസ്റ്റന്റ് കർമ്മ. അതെങ്ങനെയാ പതുക്കെ പതുക്കെ ഇരുന്നിട്ടില്ല. പക്ഷെ അങ്ങനെ ദേഷ്യമൊന്നും അവനൊന്നും അങ്ങനെ ഒന്നുമില്ല, അന്നത്തെ കാലത്തൊന്നുമില്ല. പാവം കൊച്ചായിരുന്നു ശ്രീകുട്ടൻ, പാവം കൊച്ചാണെന്നും. ഹൗ ഡു ഐ സേ ദിസ്, ഈ വിമൻ, പെണ്ണുങ്ങൾ റേസ് ചെയ്യുന്ന ആൺകുട്ടികൾ വളരുന്ന ഒരു രീതിയുണ്ട്, ഒരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് രീതിയായിരിക്കും, ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും എന്ന് പറഞ്ഞാൽ എല്ലാ വിഷയങ്ങളും. ദേ ബി കൺസിഡറേറ്റ് ഓഫ് ദ വിമൻ ഓൾസോ, ഭയങ്കര കേപ്പബിൾ ആയിരിക്കും ഐ ഫീൽ അല്ലെ. എല്ലാവർക്കും ഭയങ്കര ഡാർലിംഗ് ആയിരുന്നു അവൻ, സ്വീറ്റ് ആയിട്ടുള്ള ഒരു ബോയ് ആണ്. ഏത് പെൺപിള്ളേരെയും ശ്രീകുട്ടൻ്റെ കൂടെ പറഞ്ഞു കൊടുക്കും, പിള്ളേരെല്ലാരും നിന്റെ സ്വഭാവം. അവർക്ക് ഏത് പെൺപിള്ളേരെ എന്റെയും കൂടെ വിടുവായിരുന്നു, അവർക്ക് ട്രസ്റ്റ് ഉള്ളതുകൊണ്ടല്ലേ ശ്രീകുട്ടൻ. ഏത് പെൺപിള്ളേരെ എന്റെയും കൂടെ വിടുവായിരുന്നു. അതിന്റെ കൂടെ ഇപ്പൊ വിടും, ഇല്ല അപ്പോഴും വിടും. ദിവ്യയുടെ അമ്മയടുത്തൊക്കെ ചോദിക്കുക, എപ്പോഴാ എന്താ പറയാൻ പറ്റില്ല. എന്തോരം പേരാ അവരുടെ ക്ലാസ്, അവരുടെ അമ്മ ഞാനുണ്ടെങ്കിൽ മാത്രമേ വിടുള്ളൂ. ശ്രീകുട്ടനെ അങ്ങനെയല്ല, ഞാൻ ശക്തി ധൈര്യം. ശ്രീകുട്ടൻ അങ്ങനെയല്ല, വിശ്വസിക്കാം. ഞാൻ ആക്ച്വലി ഇവരെ കൊണ്ടുപോയി വിൽ ബി ഡൂയിങ് ഫൺ തിങ്സ്. ആ ഒരു പക്ഷമാണ് ഞങ്ങള് ഫൺ തിങ്സ് ചെയ്താലും ആന്റിക്ക് അറിയാം ഞാൻ അവരെ നോക്കുന്നു. അവരറിയാം, അല്ല അതൊക്കെ നോക്കും, പക്ഷെ അതിന്റെ പുറകിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ. പറയാതിരുന്നാ പറയാം. എനിവേ ശ്രീകുട്ടൻ ഈസ് എ ഗുഡ് ബോയ്. പക്ഷെ അധികം സംസാരിക്കാത്ത, ഐ ഫെൽറ്റ് ചെറുപ്പത്തിലേക്ക് അവന് ഭയങ്കര പ്രൊട്ടക്ഷൻ വേണമായിരുന്നു. അല്ല അത് അങ്ങനെ ജീവിച്ചല്ലേ, നിന്റെ പുറകെ വന്ന് എന്റെ വാലായിരുന്നു. നീ അല്ലേ സ്കൂളില് അതുപോലെ നീ പ്രൊട്ടക്ട് ചെയ്തിരുന്നു അവനെ. അത് കാരണം അവൻ ആ ഒരു, അവനെ മാത്രല്ല, എന്റെ സ്കൂൾ ബസ്സിൽ ഒരു 5-8 കുട്ടികളുണ്ടായിരുന്നു. ആ കുട്ടികൾ ഫുൾ ഈ കുറച്ച് പാവമായിട്ടുള്ള കുട്ടികളാണ്. എന്റെ ബസ് സ്റ്റോപ്പിലെ കുട്ടികൾ, ഇവരൊക്കെ അവരുടെ അച്ഛന്മാരും എനിക്ക് കൊടുത്തരും, എന്താ പാക്കേജ് ഡീലോ അല്ലെ നോക്കിക്കോ എന്ന് പറഞ്ഞിട്ട്. ഞാൻ ഇവരെ പ്രൊട്ടക്ട് ചെയ്യലാണ്. എനിക്കാണെങ്കിൽ എന്റെ ഈ സ്വഭാവം പ്രാക്ടീസ് ചെയ്യാനുള്ള സ്കൂളിൽ എന്നേ ഉണ്ട് ഇവൾക്ക്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് ഇരിക്കാൻ സ്ഥലമില്ലെങ്കിൽ അവൾക്ക് പറ്റത്തില്ല. മാറൂ. കൊച്ചുങ്ങളെ I was terrible. Sure. When you think of it, it was എത്ര പേരൻസിന്റെ ചീത്ത നിന്റെ. Yeah, for sure. I was not easy. Teachers there were so many. നിന്നെ ഇഷ്ടമല്ലായിരുന്നു ശരിക്കും പറഞ്ഞ, പൊതുവെ ഇഷ്ടമല്ല, വെറുപ്പിക്കപ്പെട്ട് അങ്ങനെ ഒരു. ചെറുപ്പത്തിൽ എങ്ങനെയായിരുന്നോ? ചെറുപ്പത്തിൽ എന്ന് പറഞ്ഞാൽ ഈ കൊച്ചുങ്ങളൊക്കെ പേരൻസിന് തീർച്ചയായിട്ടും അവരുടെ ഉള്ളിലൊന്നും സന്തോഷം ഉണ്ടാവില്ലല്ലോ അവരുടെ മക്കളോട്. അങ്ങനെ എല്ലാവർക്കും ഉള്ള സ്വഭാവമല്ലേ അത്. ഐ വാസ് നോട്ട് റൂഡ്. എന്റെ ബ്രദറിനോട് മോശമായി പെരുമാറിയാൽ ഞാൻ തിരിച്ചു മോശമായി പെരുമാറും. അതിപ്പോ പറയാം നമ്മള്, പക്ഷെ അന്നത്തെ കാലത്ത് നമ്മൾ പറയുമ്പോൾ മോനെ ഒന്ന് മാറിക്കൊടുക്കടാ ഇവിടെ ഇരിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അത് കുഴപ്പമില്ല. പക്ഷെ അത് ചിലപ്പോൾ ആ കൊച്ചു മാറിയില്ലെങ്കിൽ അങ്ങനെയുള്ള പിള്ളേരും ഉണ്ട്. അതൊരു കാലഘട്ടം. ഇതാണ് 6:30 മണിക്ക് കൊണ്ടുപോയി ഇത് കെട്ടുക, അങ്ങനെയൊക്കെ. അതൊക്കെ ആയിരുന്നു എന്റെ റുട്ടീൻ. അങ്ങനെയായിരുന്നു. സ്കൂൾ ബസ്സിൽ വിടുക, എന്നിട്ട് ഞാൻ ഓഫീസിൽ പോകുന്നതുകൊണ്ട് ഉച്ചയാകുമ്പോ ഇങ്ങോട്ട് വരും. 3 മണിയാകുമ്പോ ഇവരെ പിക്ക് ചെയ്യുന്ന സമയത്ത് ഇറങ്ങും. അങ്ങനെയൊക്കെയുള്ള റുട്ടീൻ. റിമെമ്പർ ടിക്കു? ടിക്കു ഇതിന് മുമ്പായിരുന്നു, ഞാൻ സ്കൂളിൽ പഠിപ്പിക്കണ്ടായിരുന്നു. ടിക്കുനെ കുറിച്ച് പറഞ്ഞില്ലെങ്കിൽ ഞങ്ങളുടെ ലൈഫ് ഒരു ഫുൾ പോർഷൻ മിസ്സായി പോയി. ടിക്കു വാസ് ഞങ്ങളുടെ ഫസ്റ്റ് ഡോഗ്. ഓക്കെ, ടിക്കു വാസ് എ പൊമറേനിയൻ. ടിക്കു അച്ഛനുള്ളപ്പോ മിസ്സായി പോയ ഫേസാ. അച്ഛനെ റോട്ടിന്ന് കൊണ്ടുവന്ന ഒരു അഡോപ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന ഒരു റെസ്ക്യൂ ചെയ്ത് കൊണ്ടുവന്ന ഒരു പപ്പിക്കുട്ടിയാ. അവൻ അച്ഛൻ പോയി കഴിഞ്ഞിട്ടും അവന്റെ വയസ്സാങ്കാലം വരെ ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. 14-15 വയസ്സായിട്ട് അവൻ പോയെ. ബട്ട് ടിക്കു വാസ് മൈ ഫസ്റ്റ് ഡോഗ് ആൻഡ് that was one. പിന്നെ we couldn't keep one because അപ്പന്റെ വീട്ടിലായിരുന്നു, അവർക്ക് കൺവീനിയൻസ് ഉണ്ടായിരുന്നില്ല. ഓക്കെ, അത് കഴിഞ്ഞ ടിക്കുനെ മെൻഷൻ ചെയ്തതിൽ ഫോട്ടോ ഉണ്ടോ എന്ന് ഞാൻ തപ്പാം. ഐ ട്രൈ ടു ഫൈൻഡ്. ചിലർ പറഞ്ഞു പുട്ട് സം ഫോട്ടോസ് ആൾ കഴിഞ്ഞ വീഡിയോ ചെയ്തപ്പം. മേ ബി വി വിൽ ട്രൈ ടു പുട്ട് സം ദിസ് ടൈം. മിസ് കേരളയുടെ ഒക്കെ കിടപ്പുണ്ടെന്ന് ഐ തിങ്ക്. എനിവേ, ടിക്കു passed on. We were quite upset. And ആ സമയത്ത് I was very young. എനിക്ക് ആനിമൽ വെൽഫെയറിനോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഓക്കെ, നൗ കട്ട് ടു എ വെരി ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ഓഫ് ആർ ലൈഫ്. ഞാൻ ബാംഗ്ലൂരിൽ അടിച്ചു വിളിക്കുന്നു. അവിടെ എനിക്ക് വേറെ ബോയ് ഫ്രണ്ട് ഉണ്ടായിരുന്നു. അത് അവിടെ അവസാനിച്ച് തിരിച്ചു വന്നു. അപ്പോഴാണ് എൻ്റെ പൊന്നമ്മയ്ക്ക് ഒരു സർജറി ചെയ്യാൻ നമ്മൾ തീരുമാനിച്ചത്. അമ്മേ, ഞാനാണെങ്കിൽ സർജറിക്ക് എതിരായിരുന്നു. സർജറി ചെയ്യില്ല എന്നിട്ട് ഏറ്റെടുക്കുക. ഇവർ അപ്പം തൊട്ട് തുടങ്ങിയ സർജറി ചെയ്യില്ല. അപ്പം ഞാൻ പറഞ്ഞില്ല, ഞാനൊരു 40 വയസ്സ് കഴിയാതെ നോക്കത്തേ ഇല്ല എന്ന് പറഞ്ഞു.
അമ്മയ്ക്ക് ഈ ഹേർണിയ ഉള്ളതുകൊണ്ട് അത് കുറച്ച് അൺകംഫർട്ടബിൾ ആയിരുന്നു, ബാക്ക് പെയിൻ ഒക്കെ വരുമായിരുന്നു. ആൻഡ് ചെറിയ പ്രായത്തിൽ സർജറി ചെയ്യുന്നതാണ് ബെറ്റർ. വേറൊരു ഓപ്ഷൻ ഇല്ല ഹേർണിയക്ക്. ഇറ്റ്സ് നോട്ട് ലൈക്ക് ആയുർവേദത്തിൽ ശരിയാക്കാം, യുനോ. വെൻ ഇറ്റ് ലുക്ക്ഡ് ബാഡ്, ഈവൻ നൗ യു ആർ സഫറിങ് ഫ്രം ഇറ്റ്, റൈറ്റ്? എൻ്റെ പൊന്നോ, എൻ്റെ ലൈഫിൽ നമ്മൾ ഉണ്ടാക്കിയ ഓയ്യോ, ഐ കാൺ ബിലീവ് ഇറ്റ്. ആൻഡ് എനിക്കൊരു കൺട്രോൾ ഇല്ലാത്തൊരു സമയം. എന്തൊരു സന്തോഷമായിട്ട് നിൽക്കുമ്പോഴേ പെട്ടെന്ന് ഇങ്ങനെ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞ് 12 ദിവസം POPയില് എൻ്റെ അമ്മ ശ്വാസം കിട്ടാതെ പോസ്റ്റ് ഓഫ് കെയറില് ഒരു സർജറി, ഹേർണിയ സർജറി ചെയ്തതാ. അനസ്തീഷ്യ എന്തോ അലർജി ആയി 12 ദിവസം ഈ 2 സൈഡിലും പിന്നി മറ്റേ പോസ്റ്റ് ഓപ്പറേറ്റീവ് കെയറില് നടക്കാൻ മേലാതെ ഫുൾ മറ്റേ സാധനം കിപ്പ് ചെയ്ത് ബൊമ്മനെ പോലെ അവിടെ അവര് നോക്കി. ഞാൻ എന്നെ അകത്തോലും കയറ്റിയിട്ടില്ല, എനിക്ക് അത് വേറെ കാര്യം. കാണിക്കാൻ പോലും എന്നെ കാണിച്ചിട്ട് പോലുമില്ല. ആൻഡ് ഐ വാസ് എനിക്ക് അത്ര ഹെൽപ്ലെസ് ആയി. എനിക്ക് അത്രയും ആ സമയത്ത് എനിക്ക് കുറച്ച് ബോധം വരെ മക്കളെ ചോദിക്കണ എങ്ങനെയാണ് മക്കളെ കാണാണ്ട്. ഞാൻ പറഞ്ഞു കാണാം. എന്നിട്ട് നമ്മുടെ ഡോറിനടുത്തൊക്കെ കൊണ്ടുവന്ന് നമ്മുടെ സൂവില് കാണിക്കണ പോലെയൊക്കെ. ബിക്കോസ് അപ്പൂപ്പനും അമ്മ എപ്പോഴും കയറി കാണും. അല്ല, മക്കളെ കാണിക്കണ്ടെന്ന് അവര് വെച്ചിട്ടാ ഇതൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോഴേ. പിന്നെ എന്താ നമുക്ക് എന്താ കണ്ടുകൂടെ? നമ്മള് ഫുൾ അഡൾട്ട് അല്ലേ? ഞാൻ എല്ലാരും അങ്ങനെയല്ലല്ലോ. പിന്നെ ഒറ്റയ്ക്ക് ബാംഗ്ലൂരിൽ താമസിക്കുന്ന ഞാൻ. ഓ മൈ ഗോഡ്, ദാറ്റ് വാസ് ടെറിബിൾ. അതുകൊണ്ട് ഇന്നും എൻ്റെ അമ്മയ്ക്ക് ഹോസ്പിറ്റൽ സർജറി എന്ന് പറഞ്ഞ ഭയങ്കര പേടിയാണ്. ദാറ്റ് വാസ് ടെറിബിൾ. ആ ഫേസിൽ അത് മാത്രമല്ല, അതുപോലെ തന്നെ ഐ തിങ്ക് യു ഹാഡ് ടു ഗെറ്റ് ഔട്ട് ഓഫ് ദ കമ്പനി. അങ്ങനെ കുറച്ച് ഫാമിലി ഇഷ്യൂസ്, അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല. അത് അവരുടെ, നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിച്ചാൽ വേറെ ആൾക്കാരെയൊക്കെ ഇൻവോൾവ് ചെയ്യേണ്ടി വരും ആ കഥയിലേക്ക്. ആൻഡ് വി ഡോണ്ട് വാണ്ട് ടു ഡു ദാറ്റ്. There was a lot of shit that went on. Amma went into one. എൻ്റെ സർജറി കഴിഞ്ഞിട്ട് നോക്കിയത് മുഴുവൻ എൻ്റെ സിസ്റ്ററിലോ അമ്മായിയാണ് നോക്കിയത്. അമ്മയ്ക്ക് താഴെ ജോലി, ഞാൻ മുകളിലല്ലേ. അമ്മയ്ക്ക് ഞാൻ ബാംഗ്ലൂർ, നീയില്ല. അപ്പം ഗംഗയാണ് മുഴുവൻ നോക്കിയേക്കണേ. അത് കഴിഞ്ഞിട്ടാണോ കമ്പനിയുടെ ഇത് വന്നേ? അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് അമ്മ അത്രയും അച്ഛൻ മരിച്ച കഴിഞ്ഞിട്ട് സ്പ്ലിറ്റ് ചെയ്യേണ്ടി വന്നു. അത് ഓക്കെയാണ്. സ്പ്ലിറ്റ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞിട്ട് അമ്മ ജോലി നിർത്തി. എന്നിട്ട് എന്റെ അമ്മ മനോഹരമായ ഒരു ഡിപ്രഷനിലേക്ക് അങ്ങ് പോയി. ഞാൻ ഒരു മാസം എനിക്കത് അമ്മേ പ്രശ്നം ഉണ്ടാക്കി. മാനസിക മറ്റേ ഇപ്പൊ ഉള്ള എന്തൊക്കെയാണ് സാധനം, പുതിയ കുറെ സാധനം ഉണ്ടല്ലോ, അതൊക്കെ ഒറ്റയടിക്ക് എന്റെ അമ്മയ്ക്ക് ഡിപ്രഷൻ ആണ്. അതിന് ഇന്നത്തെ വാക്കാണ് ഡിപ്രഷൻ. ഞങ്ങൾക്ക് തോന്നി. എന്റെ പൊന്നമ്മ അറൌണ്ട് 40s അല്ലേ? ഡിപ്രഷൻ വരുന്ന കാലം തന്നെ, മിഡ് ലൈഫ് ക്രൈസിസ് വല്ലതും ആയിരിക്കും. 16 വർഷത്തോളം അത്രയും വർഷം അതെ. പെട്ടെന്ന് ഒരു സ്ഥാപനത്തിൽ ഇത്രയും നാള് വർക്ക് ചെയ്ത് അത് സ്പ്ലിറ്റ് ചെയ്ത് അത് സ്റ്റോപ്പ് ആവുമ്പം ഒരു നമുക്ക് ലൈഫിലൊന്നും ചെയ്യാനില്ലല്ലോ, പേർപ്പസ് ഇല്ല. ആ പേർപ്പസ്, നമ്മുടെ ലൈഫിൽ പേർപ്പസ് എന്ന് പറഞ്ഞൊരു സാധനം, അതിനൊരു ഇമ്പോർട്ടൻസ് നിങ്ങൾ മനസ്സിലാക്കണം. റുട്ടീൻ ഒന്ന്, പേർപ്പസ്. രാവിലെ എണീക്കാൻ ഒരു കാര്യം, ആ കാര്യമില്ലെങ്കിൽ ജീവിതത്തിന് എന്താണ് പേർപ്പസ്? സോ ഐ ഫീൽ ദാറ്റ് എവറിബഡി ഷുഡ് ഹാവ് പേർപ്പസ് ഇൻ യുവർ ലൈഫ്. അതുകൊണ്ട് എൻ്റെ ലൈഫ്, ഐ ബി വെരി ഓണസ്റ്റ്, എൻ്റെ ലൈഫ് ഇസ് പ്ലാൻഡ് ടിൽ ഐ ഡൈ എന്ന് പറഞ്ഞാൽ ഡെത്ത് എങ്ങനെ എന്നാന്ന് എനിക്കറിയില്ല. എനിക്ക് എൻ്റെ 60ാമത്തെ വയസ്സിൽ ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്ക് ഇന്നറിയാം. അത്രയും ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് ഒരു പ്ലാൻ അല്ല, എനിക്ക് മൾട്ടിപ്പിൾ പ്ലാൻസ് ഉള്ളത്. ഓക്കെ, നേരത്തെ ഞാൻ വിചാരിച്ചു 40 വയസ്സിൽ റിട്ടയർമെന്റ് ആവും, ആയില്ല. ഐ മേഡ് അതർ പ്ലാൻസ് ആൻഡ് ഐ കീപ് പ്ലാനിങ് ഓൾ ദ ടൈം. തിങ്കിങ് ആയിട്ടുള്ള ആളാണ് ഞാൻ. അത്രയും ഇല്ലെങ്കിലും ലൈഫ് ടു ബി ഹാപ്പി യു നീഡ് പേർപ്പസ്. അപ്പോൾ ആ സമയത്ത് നമുക്ക് പേർപ്പസ് ഇല്ലാണ്ടായിപ്പോയി. പേർപ്പസ് ഇല്ലാണ്ടായിപ്പോയി. എനിക്ക് എന്ത് ചെയ്യണം ഭയങ്കര ഒരു, എന്നിട്ട് അമ്മ എൻ്റെ അടുത്ത് പറയുമായിരുന്നു, ലൈക്ക് ഇഷ്ടപ്പെട്ടില്ല, മനസ്സിന് പിടിച്ചില്ല. പിന്നെ അതങ്ങ് കഴിഞ്ഞു. അങ്ങനെ നമ്മളൊരു തയ്യൽ കട തുടങ്ങി. അയ്യോ, നമ്മുടെ തയ്യൽ കടയുടെ ഒരു കഥയും കൂടെ ഉണ്ട്. എൻ്റെ അമ്മയ്ക്ക് ലൈഫിൽ പേർപ്പസ് കൊണ്ടുവരാൻ രഞ്ജനി ഹരിദാസ് ആദ്യമായി ഇൻവെസ്റ്റ് ചെയ്ത ബിസിനസ്സാണ് എൻ്റെ അമ്മയുടെ തയ്യൽ കട. ഇപ്പോഴും ഉണ്ട്. എൻ്റെ അമ്മ 10-20 വർഷമായിട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. നോക്കത്തില്ല. അവിടെ ഒരു കുട്ടിയുള്ളത്, ആ കുട്ടി ചെയ്യുന്നിടത്തോളം അത് പോകും. ബീന ചേച്ചിയാണ് തുടക്കം മുതലേ അവിടെ ഉള്ളത്. ബീന ചേച്ചിയാണ് അതിപ്പോൾ ഫുള്ളി നോക്കുന്നത്. ഞങ്ങളുടെ വൈറ്റിലയിൽ ഒരു ചെറിയ ദിയ എന്ന് പറഞ്ഞൊരു തയ്യൽ കട ഇന്നുകൊണ്ടാണ്. പക്ഷെ അന്ന് അമ്മയ്ക്ക് അത് ഇട്ടുകൊടുത്ത് അമ്മ അവിടെ തയ്യലൊക്കെ പഠിച്ച് തയ്യലൊക്കെ ചെയ്ത്. എനിക്ക് പണ്ടേ തയ്യൽ അറിയാം, എൻ്റെ അമ്മയ്ക്ക് അറിയായിരുന്നു. അമ്മ ടൈലറിംഗിൽ ഡിപ്ലോമ കിട്ടിയ ആളാണ്. ആണോ? അമ്മ തയ്ക്കുമായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് അന്ന് തൊട്ട് മെഷീനുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാമായിരുന്നു. എല്ലാവരും ബ്രദറും എല്ലാവരും അമ്മാവനും ചെയ്യും. ഇതേ ഇപ്പൊ ശ്രീകുട്ടൻ തയ്യൽ ചെയ്യണു, എല്ലാവരും ചെയ്യും. നിങ്ങൾ എന്താ കുടുംബപരമായ തയ്യൽ ഫാക്ടറി ആണോ? തയ്യൽ എല്ലാവർക്കും. അല്ല, എയർഫോഴ്സ് പോലെ തന്നെയാ. ഒരു വീട്ടിൽ ഒരാൾ അറിയാമെങ്കിൽ എല്ലാവരും. ബേസിക്കലി ഞാൻ മാത്രമാണ് ഒരു മിസ്ഫിറ്റ്. ഇതിനെ ഒന്നും എനിക്ക് ഒന്നും അറിയില്ല. ഒരു കറണ്ടിന്റെ സ്വിച്ച് പോയി കഴിഞ്ഞാൽ ഉടനെ എനിക്കൊരു വിളി വരും, അമ്മേ ഇതെന്താ ഇവിടെ കറണ്ട് ഇല്ലാത്ത.
because I mean, like, I don't have to do everything, right? എല്ലാവർക്കും ഓരോരോ ജോലി ഉണ്ട്. You do your job, I'll do my job. My job is talking. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വീട്ടിൽ താമസിക്കുമ്പോൾ നമുക്ക് അതെല്ലാം അറിഞ്ഞിരിക്കണം, എനിക്ക് ബേസിക് ആയിട്ട്. അപ്പൊ എന്താ എല്ലാം ഓഫ് ചെയ്യൂ എന്നിട്ട് ഞാൻ പറയും തുറക്കൂ പൊട്ടിക്കൂ അങ്ങനെയൊക്കെയാണ്. എനിവേ അതിപ്പോൾ ഐ എം ബെറ്റർ. ഒറ്റയ്ക്ക് താമസിക്കുമ്പോൾ യു ലേൺ എ ലിറ്റിൽ ബിറ്റ്, ബട്ട് ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്, ഐ ഡോണ്ട് എൻജോയ് ഇറ്റ്. എനിവേ സോ എവിടെയായിരുന്നു നമ്മൾ? തയ്യൽ കട തുടങ്ങി. അത് കുറെ നാൾ, പിന്നെ കുറച്ച് നാൾ അത് അങ്ങനെ പോയി. കുറെ നാള് പോയി, ഒരു 3-4 വർഷത്തോളം. ഇപ്പോഴും പോയി. ഈ വന്ന കുട്ടിക്ക് പിന്നെ എന്താ അമ്മ തയ്യൽ കടയിൽ പോയി നിർത്തിയത്? കാരണം പറ. നിർത്തിയത് ഇവിടെ വന്നില്ലേ, നമ്മൾ രണ്ടാമത് ഇവിടെ ചേഞ്ച് ചെയ്തു, മാറി. അപ്പൂപ്പന അവിടെ, ഞാൻ ഇങ്ങോട്ടേക്ക് പോന്നില്ലേ, നമ്മുടെ അടുത്ത ഫാമിലി പ്രോബ്ലം കഴിഞ്ഞിട്ട്. ഞങ്ങൾക്ക് കുറച്ച് അധികം ഫാമിലി പ്രോബ്ലം ഉണ്ട് ഗൈസ്. ഇങ്ങോട്ടേക്ക് വന്ന ശേഷം എനിക്ക് പിന്നെ എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്തെങ്കിലും കാര്യത്തിന് ഒരാൾ വരുമ്പോൾ ഞാൻ അവിടെ ആയിരിക്കും. അപ്പോൾ ഫോൺ വിളി വരും, ആരെങ്കിലും വിളിക്കുന്നത് കഴിഞ്ഞാൽ അവിടെ അവർ വിളിക്കുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ടായി. അങ്ങനെ ആണ് ഞാനത് കുറച്ച് ആദ്യം ഇടയ്ക്ക് പോകുമായിരുന്നു, പിന്നെ അത് നിർത്തി. പിന്നെ ഞാൻ വിചാരിച്ചു ആ കൊച്ചു തന്നെ ചെയ്യട്ടെ, ആ കൊച്ചിന് തുകയില്ലാത്ത കുട്ടി. പക്ഷെ ഞാൻ ഈ സ്റ്റാർ സിംഗർ ആ ലൈഫൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് നിർത്തിയോ? അത് കഴിഞ്ഞിട്ടല്ലേ നിർത്തിയത്? ഓക്കെ, അപ്പൊ നമുക്കിനി ആ ചാപ്റ്ററിലേക്ക് വരാം. സോ നൗ ബാംഗ്ലൂർ കഴിഞ്ഞു, തിരിച്ച് നാട്ടിലെത്തി, തയ്യൽ കട നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ വേറൊരു പ്രേമവും പഠിത്തമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ UK കുറച്ച് നാൾ പോയി. എല്ലാം പ്രേമം റിലേറ്റഡ്, ഓരോ സിറ്റി, ഓരോ കൺട്രി. എവിടെ പോയാലും ഒരാളുടെ പേര് പറയാനുണ്ടാവും. എനിവേ അത് കുറച്ച് നാളെ വലിയ കാര്യമായിട്ടൊന്നും എടുക്കണ്ട കേട്ടോ, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. It's nice to fall in love. It's good. അല്ല, ജീവിക്കാനൊരു അമ്മയ്ക്കില്ലെങ്കിൽ I can't help it, you know, like you chose another way, I choose another way. അങ്ങനെയല്ലല്ലോ. What to do now? So anyway, so UK, അപ്പോൾ അത് കഴിഞ്ഞു, ഇത് കഴിഞ്ഞു, UK പോയി, അവിടെ പഠിച്ചു. അത് കഴിഞ്ഞ് തിരിച്ചു വന്നു. UK ലൈഫ് ഇസ് വേറെ വ്ളോഗ്. അത് അമ്മ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അതിലേക്ക് കിടക്കണ്ട, അത് വേറെ ലൈഫ്. അയ്യോ, ഞാൻ കുറെ സ്ട്രഗിൾ ചെയ്തു, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ ഈ പണ്ടാരം I like to live comfortably. Let me be honest. എനിക്ക് വേറെ നാട്ടിൽ പോയി ആപ്പിളും, അവിടെ ഏറ്റവും ചീപ്പായിട്ടുള്ള ഫുഡ് എന്ന് പറയുന്നത് ഫാസ്റ്റ് ഫുഡാണ്. I cannot eat that every day and walk so much and take a freaking like subway train. എൻ്റെ സീനല്ല. ഞാനത് കുറച്ച് അധികം ചെയ്ത് 1.5 വർഷം നിന്നു, ചെയ്യേണ്ടതൊക്കെ ചെയ്തു. But it was, and the weather, ബാക്കിയൊക്കെ ഓക്കെയാ, സൺഷൈൻ ഉണ്ടാവണ്ടേ. ആൻഡ് ഞാൻ താമസിച്ച സെറ്റപ്പ് ഹോം വാസ് ലൈക്ക് ഒരു വീടിൻ്റെ ബേസ്മെൻറ്റിലാ. സോ അപ്പോൾ കുറച്ചൊരു ഡാർക്കാ. Oh man, all in all, it was just not fun. Ippam UK is fun because I can live a little more comfortably. But as a student, you're not comfortable, right? But it was a very interesting experience. എനിക്കിങ്ങനെ ബാക്കിയുള്ളവർ സഫർ ചെയ്ത പോലെ I did not face any racism. I think racism ഫേസ് ചെയ്യുന്നതിന് വലിയൊരു കാരണം നമ്മുടെ ലാംഗ്വേജ് സ്കിൽസ് ആണെന്ന് എനിക്കിപ്പോൾ എപ്പോഴും തോന്നിയിട്ടുണ്ട്. നമ്മുടെ ലാംഗ്വേജ് ബെറ്റർ ആണെങ്കിൽ നമ്മളും അവരുമായിട്ട് ഇൻകൾക്കേറ്റ് ചെയ്താൽ അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്ന് തോന്നിയിട്ടുണ്ട്. എനിവേ, ഞാൻ എൻ്റെ മോഡലിംഗും ഒക്കെ ക്വിറ്റ് ചെയ്തിട്ടാണ് ഞാൻ UK പോകുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് നാട്ടിലേക്ക് വരുന്നു. അപ്പം ഞാൻ തിരിച്ച് വരുമ്പോൾ രഞ്ജനി ഒരു ഉണ്ടക്കുട്ടിയാണ് അല്ലേ, കുറച്ച് തടിയൊക്കെ വെച്ച് വെളുത്ത് തുടുത്ത് വീട്ടിൽ വന്ന് ഓക്കെ പഠിത്തം ചെയ്തു, നമുക്ക് കുറച്ച് നാൾ ഇവിടെ നിന്ന് തടിയൊക്കെ കുറയ്ക്കാം, നമുക്ക് ദുബായിലേക്ക് പോകാം. ഇതായിരുന്നു എൻ്റെ പ്ലാൻ. ദിസ് വാസ് അറ്റ് 26 വയസ്സായി ഞാൻ. അപ്പോൾ ശ്രീകുട്ടൻ അതിനിടയ്ക്ക് ശ്രീകുട്ടൻ ചെന്നൈയിൽ ട്വൽത്തൊക്കെ കഴിഞ്ഞ് ചെന്നൈയിൽ മറൈന ഇത് ഞാൻ ഈ ഡേറ്റ് ചെയ്ത് പോയ ആളും മെറീൻ ഷിപ്പിങ്ങിലായിരുന്നു. ശ്രീകുട്ടൻ അത് കണ്ട് ഇൻഫ്ലുവൻസ് ആയിട്ട് അവനും പോണം ഷിപ്പിൽ. അപ്പോഴേ ഞാൻ പറഞ്ഞു വെള്ളവും ആകാശവും വേണ്ട എന്ന് പറഞ്ഞത്, ആ രണ്ടും കേട്ടില്ല, അതേ അവിടെ പറഞ്ഞു. അവൻ ചെന്നൈയിൽ പഠിക്കാൻ പോയി, അത് വേറെ ടാൻജന്റ്. അപ്പൊ ശ്രീകുട്ടൻ ചെന്നൈ പഠിക്കാൻ പോയി. അപ്പോഴാണ് ഞാൻ തിരിച്ച് നാട്ടിലേക്ക് വന്നത്. ഞങ്ങൾ എപ്പോഴും മിസ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു ഈച്ച് അതർ. അപ്പൊ ഞാൻ നാട്ടിൽ വരുന്നു. ഞാൻ നാട്ടിൽ വന്ന് തിരിച്ച് എൻ്റെ പഴയ ഫ്രണ്ട്സിനെയൊക്കെ മീറ്റ് ചെയ്യുന്നു. അപ്പോഴാണ് ബൈജു കൊട്ടാരക്കര എന്നെ വീണ്ടും വന്ന് പിടിക്കുന്നത്. പണ്ട് ഷോസിനൊക്കെ കണ്ടിട്ടുണ്ട്. അവിടെയാണ് സാഹസികന്റെ ലോകം എന്ന്, അല്ലല്ല, അവിടെ വന്നിട്ടാണ് എന്നെ TV അവാർഡ്സിന് വിളിക്കുന്നത്. TV അവാർഡ്സ് ബാംഗ്ലൂർ വെച്ചിട്ട്. അങ്ങനെ TV അവാർഡ്സ് ഞാൻ ഹോസ്റ്റ് ചെയ്തു. ദാറ്റ് വാസ് മൈ ഫസ്റ്റ് ഷോ ആഫ്റ്റർ എ വൈൽ. അതിന് മുമ്പ് ഒരു എന്തോ ഒരെണ്ണം ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഞാൻ ജീവൻ TVക്ക് വേണ്ടി സ്കൂൾ അതൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ കണ്ടിട്ടാണ് അവർക്ക് മനസ്സിലായി നിന്റെ ടാലന്റ് കണ്ടിട്ട് അവർ അതിൽ വിളിച്ചത്. അല്ല, ഞാൻ UK ഒക്കെ പോയി കഴിഞ്ഞിട്ട് ഓക്കെ. എനിവേ, അതൊക്കെ ചെയ്യുന്ന പറ്റി അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഐ തിങ്ക്
സാഹസികൻ്റെ ലോകം വാസ് സംതിങ് ഐ റിയലി എൻജോയ് ഡൂയിങ് ബിക്കോസ് ഞാൻ ഫ്രഷ് ഓഫ് UK, ഫുൾ ആക്സെൻറ്റ്, തടി ഉണ്ടെങ്കിലും ഐ വിൽ വെയർ എനിത്തിങ്, മല കയറണം, പാമ്പിനെ പിടിക്കണം, സ്കോർപ്പിയൻസിനെ തൊടണം. ഓ മൈ ഗോഡ്, ഐ ഹാഡ് സച്ച് എ ഗുഡ് ടൈം. സോ ബൈജു ഓൾസോ വാസ് ലൈക്ക് ഫൺ. നമുക്ക് പാരഗ്ലൈഡിങ് ചെയ്യാം, ഞാൻ പാരഗ്ലൈഡിങ് ചെയ്യും, ബൈജു പാരഗ്ലൈഡിങ് ചെയ്ത് ബൈജുയുടെ കാലൊടിയും. ഓർമ്മയുണ്ടോ? പാരഗ്ലൈഡിങ് ചെയ്ത് കാലക്കൊടിച്ച്, പാരസ്കെയിലിങ്ങോ എന്തോ. ബട്ട് ഹി വാസ് സച്ച് എ സ്പോർട്ട്. നമ്മളിങ്ങനെ ഓരോ സാധനവും കണ്ടുപിടിച്ച് ഓരോ സ്ഥലത്ത് പോയിട്ട് നമ്മൾ കറങ്ങും ചെയ്യും. വി ഹാഡ് സച്ച് എ ഗുഡ് ടൈം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സ്റ്റാർ സിംഗറിലേക്കുള്ള വിളി വരുന്നത്. അതെനിക്ക് ഓർമ്മയില്ല. ഡു യു റിമെമ്പർ? ശ്രീകണ്ഠൻ സാർ വഴിയാണ് ബൈജു തന്നെ. ബൈജു വിളിച്ച് ശ്രീകണ്ഠൻ സാർ വിളിക്കുകയായിരുന്നു. ബൈജുവിന്റെ കണ്ടോ, ബൈജു പറയോ, അങ്ങനെ അവര് തമ്മിൽ എന്തോ സംസാരം ഉണ്ടായി നിന്റെ ബൈജു കൊട്ടാരക്കര, right? So എന്നിട്ട് ശ്രീകണ്ഠൻ സാർ നേരിട്ട് വിളിക്കുമായിരുന്നു. സംതിങ് ലൈക്ക് ദാറ്റ്. എന്നിട്ടാണ് 2007. സോ 2006 സാഹസികന്റെ ലോകം ഞാൻ കുറച്ച് നാൾ ചെയ്തു. 2007 സ്റ്റാർ സിംഗർ എന്ന് പറഞ്ഞ ഷോ അവർ റീലോഞ്ച് ചെയ്യുന്നു. ആ റീലോഞ്ച് ഐ തിങ്ക് റീലോഞ്ച് അല്ല, വലിയ രീതിയിൽ കൊണ്ടുവരുന്നു. അപ്പോഴാണ് അമൃത സൂപ്പർ സ്റ്റാർ ഒക്കെ തുടങ്ങിയത്. ഐഡിയ സ്റ്റാർ സിംഗർ, ഓ മൈ ഗോഡ്, ഐ ഡോണ്ട് തിങ്ക് ഐ കുഡ് ഹാവ് പ്രിഡിക്റ്റഡ് വാട്ട് വുഡ് ഹാപ്പൻ നെക്സ്റ്റ്. അതുവരെ രഞ്ജിനി വാസ് സ്റ്റിൽ ലിവിങ് ഹർ ലൈഫ് ഭയങ്കരമായിട്ട്, നോട്ട് ഗിവിങ് എ ഡാം അബൌട്ട് എനി വൺ. അപ്പോഴേക്കും വി വർ മേക്കിംഗ് ഡീസൻറ്റ് മണി, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. എൻ്റെ ജോലിയിൽ ഐ വാസ് മേക്കിംഗ് ഇനഫ് മണി, അല്ലേ, കുഴപ്പമില്ലാതെ. നോട്ട് ബാഡ്. വെൻ ഐ സേ ഇനഫ് മണി, ഐ എം സെയിങ് 10,000 rupees a day, അങ്ങനത്തെ ഒരു ബഡ്ജറ്റിൽ, which is good money, you know. ഞാനൊരു 10 ദിവസം വർക്ക് ചെയ്താൽ ഐ മേക്ക് good money there. And then suddenly Star Singer appeared. I still remember, ഇപ്പോൾ വേണമെങ്കിൽ പറയാമല്ലോ നമുക്ക് കംഫർട്ടബിളി. എൻ്റെ സ്റ്റാർട്ടിങ് സാലറി 6,000 rupees per day or per, അങ്ങനെ എന്തോ 6,000 rupees, 2007. But we all have to start somewhere, right? എൻ്റെ വേഗ് മെമ്മറിയാണ്, ഐ എം നോട്ട് ഷുവർ എക്സാക്ട്ലി, എനിക്ക് ഓർമ്മയില്ല. But then we had 4-5 days shoot. ആൻഡ് ഐ തിങ്ക് ഇത് ചിലപ്പോൾ തെറ്റായിരിക്കും, പിന്നെ തെറ്റാണെങ്കിൽ ആരെങ്കിലും പറഞ്ഞാൽ മതി, ഞാൻ മാറ്റി പറഞ്ഞോളാം. എൻ്റെ ഓർമ്മ അതാണ്. പെർ എപ്പിസോഡാണോ ഉണ്ട് എന്തോ സംതിങ് ലൈക്ക് ദാറ്റ്, ഐ കാൺട്ട് റിമെമ്പർ. എനിവേ സംതിങ് ലൈക്ക് ദാറ്റ്. എനിക്ക് ആ നമ്പർ ഓർമ്മയുണ്ട്. പിന്നെ നടന്നത് ഞാൻ പറയണ്ടല്ലോ. പിന്നെ ആ ഗ്രൂപ്പ് അങ്ങ് ഫിറ്റായി പോയി. ഗ്രൂപ്പ് ഹിറ്റായി. പക്ഷെ രഞ്ജിനി കുറേ കേട്ടു. രഞ്ജിനി കേൾക്കുക മാത്രമല്ല, രഞ്ജിനിക്ക് പിന്നെ അതിലൂടെ കൈവേദന, കാലുവേദന തുടങ്ങി, അങ്ങനെ ഓരോരോ അസുഖങ്ങളുടെ ഓരോന്ന് കാണിച്ചു തുടങ്ങി. അതെ അതെ, രഞ്ജിനി സ്റ്റാർ സിംഗർ തുടങ്ങി. ആ പ്രോഗ്രാം ഭയങ്കര ഹിറ്റായി ഒരു സൈഡിൽ. പെട്ടെന്ന് രഞ്ജിനിയുടെ പബ്ലിക് ലൈഫും ഭയങ്കരമായി ഇതായിപ്പോയി, എന്താ പറയുക. ബിക്കോസ് ആ സമയത്ത് ഇത്രയും മാസ് അപ്പീലായിട്ടുള്ള ഒരു ഷോ വന്നപ്പം, എന്നെ പോലത്തെ ഒരു കുട്ടി അതിനകത്ത് വന്നപ്പം ആൾക്കാർക്ക് കുറച്ച് ഡൈജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു. ഇംഗ്ലീഷ് സംസാരിക്കുന്ന, എല്ലാവരെയും കെട്ടിപ്പിടിക്കുന്ന, ആണ് പെണ്ണ് എന്ന് വേർതിരിവില്ലാത്ത, അട്ടഹസിക്കുന്ന, കാല് സെപ്പറേറ്റ് ചെയ്ത് വെക്കുന്ന, ശരാശരി മലയാളി പെൺകുട്ടിയുടെ യാതൊരു ഡിമീനറും ഇല്ലാത്ത, കുലസ്ത്രീ അല്ലാത്ത, സുന്ദരി സുമുഖി സുശീലയല്ലാത്ത ഒരു പെങ്കൊച്ചെ കണ്ടപ്പോൾ കുറച്ച് ഡൈജഷൻ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഓ മൈ ഗോഡ്, ആ സമയത്ത് ദ നമ്പർ ഓഫ് ഹേറ്റ് മെയിൽസ്, ഓർക്കുട്ടൊക്കെ ആയിരുന്നു അന്ന്, ഫേസ്ബുക്കൊന്നും ഇല്ല. അയ്യോ, ഞാൻ കേട്ടതിന് ഒരു ലിമിറ്റും ഇല്ല. പക്ഷെ ഐ ഫൗണ്ട് ഇറ്റ് ഫണി ആസ്. അന്ന് തുടങ്ങിയതാ ഈ നെവർ മൈൻഡ്. ഐ വാസ് ലൈക്ക്, ഇതെന്താ ഇത്, ഇവർക്ക് എന്നെ അറിയാതെ ഇവരെന്തൊക്കെയാ പറയണേ. സോ ഐ സ്റ്റിൽ റിമെമ്പർ ആദ്യത്തെ ടെലികാസ്റ്റ് വന്നു, റൈറ്റ്? അപ്പോൾ ആദ്യത്തെ ടെലികാസ്റ്റ് ഇനോഗ്രേഷനൊക്കെ ഞാൻ ടോപ്പും സ്കേർട്ടും ഒക്കെ ആയിട്ടിരിക്കുന്നത്. എനിക്കറിയാമോ നാട്ടിൽ എന്താ നടക്കണേന്ന്. ആൻഡ് നമ്മുടെ വിചാരം സാഹസിക ലോകം പോലത്തെ ഒരു ഷോ ആണെന്നാണ്, എല്ലാവരും കാണുന്ന ഷോ ആണെന്ന് നമ്മൾ അറിയുന്നില്ലല്ലോ. സോ നൗ രഞ്ജിനി സ്കാം ഒക്കെ കഴിഞ്ഞ് എപ്പിസോഡ് ടെലികാസ്റ്റ് ചെയ്ത് തെറിയുടെ പൂരം. ഐ വാസ് ലൈക്ക്, മനസ്സിലായില്ല എനിക്ക്. എന്നിട്ട് ഐ സ്റ്റിൽ റിമെമ്പർ രണ്ടാമത്തെ സ്കെഡ്യൂളിനും എന്നെ തന്നെ വിളിച്ചു. അപ്പോൾ ഐ വാസ് ലൈക്ക്, ശ്രീകാന്തൻ സാസ് ലൈക്ക്, കേട്ടില്ലേ കണ്ടില്ലേ? ഐ വാസ് ലൈക്ക്, സർ വാട്ട് ഈസ് ഗോയിങ് ഓൺ? ഐ വാസ് ലൈക്ക്, ഇത് വർക്ക് ആവുമെന്ന് തോന്നുന്നില്ല സർ. എൻ്റെ അടുത്ത് യു ടെൽ മീ ടു ഗോ. ഐ സ്റ്റിൽ റിമെമ്പർ ഐ സെഡ്, ഐ ഡോണ്ട് തിങ്ക് ഐ ഫിറ്റ് ദിസ് തിങ്, യു നോ, പീപ്പിൾ ആർ നോട്ട് അക്സെപ്റ്റിംഗ് മീ. ഹീസ് ലൈക്ക്, അതൊന്നും കുഴപ്പമില്ല, ശ്രീകാന്തൻ സാർ പറഞ്ഞു നമുക്ക് നോക്കാം. എന്നിട്ട് കോസ്മെറ്റിക് ആയിട്ടുള്ള കുറച്ച് ചേഞ്ചസ് വരുത്തി എന്നെക്കൊണ്ട് സാരി ഉടുപ്പിച്ചു. സാരി ഉടുപ്പിച്ച് എനിക്ക്
ലൈൻസ് എഴുതി തന്നു, ലൈക്ക് സ്ക്രിപ്റ്റ് ആയിട്ട്. എല്ലാ എപ്പിസോഡിൻ്റെയും തുടക്കം എന്നെ കൊണ്ട് അവർ 4 വരി മലയാളത്തിൽ പറയിപ്പിക്കും. മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം. സൂര്യൻ ഉദിക്കുന്ന തെക്കേ ദിശയിൽ നിന്നും ഉതിർത്തെഴുന്നേക്കുന്ന ഈ ഗായകരുടെ സമാഗമം ഒത്തൊരുമിക്കുന്ന ഈ വേദിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം എന്ന് പറഞ്ഞ ഓരോ എപ്പിസോഡിലും ഇങ്ങനത്തെ ഓരോ ഡയലോഗ്സ്. ഇത്രയും മാത്രമേ എനിക്ക് അറിയുള്ളൂ പറയാൻ. ബാക്കി ഫുൾ വെൽക്കം ബാക്ക് ടു ദ ഷോ ചെറുശ്ശേരിയല്ല നദീ, അത്രയും പറഞ്ഞാൽ മതി. ഡൂഡ്, ഈ 4 വരിയും ആ സാരിയും ബെറ്റർ ആക്കി സാധനം. 4 വരി മലയാളം. ബിക്കോസ് എന്നിട്ട് പതുക്കെ പതുക്കെ പിന്നെ ഞാനും ഫ്രഷ് ഓഫ് ലൈക്ക് UK വന്ന് ആ ഇംഗ്ലീഷ് ലോകത്ത് ജീവിച്ചൊരു ഞാനാണ്, മനസ്സിലായില്ലേ? ഞാൻ എല്ലാം കുറച്ച് കോംപ്രഹെൻഡ് ചെയ്ത് ട്രാൻസ്ലേറ്റ് ചെയ്ത് എടുക്കണം. ഓ ഗോഡ്, ആൾക്കാർ എന്നെ തല്ലും. ഞാൻ തിരിച്ചു വന്ന് ഇത് ഞാൻ പറയുന്നത് കേൾക്കുമ്പം പീപ്പിൾ വിൽ നോട്ട് നോ. എനിക്ക് ജാനകി അമ്മ ആരാന്നറിയില്ലായിരുന്നു. I did not know who Janaki Amma was, and I am such a huge fan of her music. Star Singer season 1 ഒക്കെ കഴിഞ്ഞപ്പോൾ ഇത് എങ്ങനെ പറയും ഞാൻ ആൾക്കാരുടെ അടുത്ത്? ലൈക്ക് എൻ്റെ എക്സ്പോഷർ അത്രയും ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ വേറെ സംഗീതം കേട്ട് വളർന്ന ഒരാളാണ്. Like I come from a world of CCR and I come a world of Dire Straits and all of that. Adina പിടിച്ച് എന്നെ മലയാളം മ്യൂസിക് ഷോന്റെ ഹോസ്റ്റ് ആക്കുമ്പോൾ obviously I wouldn't know, right? So it was so difficult. പക്ഷേ then I realized, okay, നമ്മളും പഠിക്കണം പണ്ടാരും. സോ ഞാൻ കേൾക്കുന്ന എല്ലാ പേരും, whoever it was, I would start finding out about them. അവരാരാണ്, എന്താണ്, എങ്ങനെയാണ്, എപ്പോഴാണ്, എന്നിട്ട് പഠിച്ച ആ ഡീറ്റെയിലിങ്ങിലാണ് പിന്നെ എൻ്റെ നോളജ് ബാങ്ക് മലയാളത്തിലും കേരളത്തിലും വളർന്നത്. 4-5 വർഷം പാട്ട് പഠിച്ചിട്ടുണ്ട്. ഞാൻ സ്കൂളിലൊക്കെ കുറെ പാട്ട് പഠിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു ബേസ് എനിക്ക് ഇഷ്ടമാണ്. ഒരു ഇൻട്രസ്റ്റ്. എനിക്ക് മ്യൂസിക് ഷോ ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. എനിവേ, സോ ബട്ട് സ്റ്റാർ സിംഗർ ചേഞ്ച്ഡ് മൈ ലൈഫ്. ആൻഡ് ഹൗ ഡിഡ് ഇറ്റ് ചേഞ്ച് മൈ ലൈഫ് അമ്മ? എല്ലാ രീതിയിലും, അസുഖത്തിന്റെ രീതിയിലും, ക്യാഷ് ആണേലും എല്ലാം കൊണ്ടും. ഗുഡും ബാഡും ഒരുമിച്ചാ വന്നേ ഭയങ്കരമായിട്ട്. ഫെയിമിന് ഫെയിം, മണിക്ക് മണി. ബിക്കോസ് സ്റ്റാർ സിംഗറിൽ പോപ്പുലർ ആകുമ്പോൾ മറ്റേ സൈഡിൽ ഇനോഗ്രേഷൻസ്, ഷോസ്, ലോകം ട്രാവൽ ചെയ്യുന്നു, അത് ചെയ്യുന്നു. ഓൾ ഓഫ് ദാറ്റ് ഇസ് ഹാപ്പനിങ്. ബട്ട് പീപ്പിൾ മനസ്സിലാക്കാത്ത വലിയൊരു സാധനം ഉണ്ടായിരുന്നു. എനിക്ക് ചെറിയൊരു ഐ ഹാഡ് എ ഹിസ്റ്ററി ഓഫ് നെർവ് ഇഷ്യൂ. ഞാൻ ബാംഗ്ലൂരിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പം എൻ്റെ ഫേസ്, അപ്പം അമ്മയുടെ സർജറി ഒക്കെ കഴിഞ്ഞ് എൻ്റെ കോൾ സെൻറ്ററിലാണല്ലോ, അപ്പം നമ്മൾ ലാപ്ടോപ്പിലൊക്കെ ചെയ്ത് എൻ്റെ ഫേസ് കറക്റ്റ് പകുതി, ഇത്രയും ഭാഗം മാത്രം ആൻഡ് റൈറ്റ് ഹാൻഡ് മാത്രം നമ്പാവും, ലൈക്ക് പിൻസ് ആൻഡ് നീഡിൽസ് പോലെ. അപ്പോൾ 30 seconds ഇതാവും, സ്റ്റോപ്പ് ആവും. നാക്ക് വരെ ഹാഫ് മാത്രം. സോ ഇത് ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു, ഇത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എക്സാക്ട്ലി ഹാഫ്. പിന്നെ ഭയങ്കര മോശം ലൈഫ് സ്റ്റൈലുമാണ് ബാംഗ്ലൂർ അല്ലേ. സോ പബ്ബിങ് ആൻഡ് ക്ലബിങ് ആൻഡ് ഓൾ ഓഫ് ദാറ്റ് ഷിറ്റ് ഇസ് ഗോയിങ് ഓൺ. അങ്ങനെയാണ് ഞാൻ ടെസ്റ്റ് ചെയ്യാൻ വന്നത്. അപ്പോൾ ടെസ്റ്റ് ചെയ്യാൻ വന്നപ്പോൾ അവർ ആദ്യമായിട്ട് ആ സമയത്ത് MRI സ്കാൻ എടുക്കാൻ, എന്നിട്ട് ആദ്യം EEG എടുക്കും. EEG എടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മളെ ബ്രെയിൻ ആൻഡ് സ്കാൻ സെന്ററിൽ, എവിടെയായിരുന്നു അത്? വൈക്കത്തേക്ക് അവിടെ പോയി ബ്രെയിൻ ആൻഡ് സ്കാൻ സെന്ററിൽ MRI മെഷീൻ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. എന്നെ MRI മെഷീനിൽ കയറ്റി. അന്ന് നല്ല വിലയുണ്ടായിരുന്നു. അന്ന് ഇറ്റ് വാസ് വെരി എക്സ്പെൻസീവ്. ഐ സ്റ്റിൽ റിമെമ്പർ. അന്ന് കാലം ഇറ്റ് വാസ് 14-15. ഇപ്പം അത്രയില്ലാന്ന് തോന്നുന്നു. MRI മെഷീനിൽ കിടത്തി. ഐ വാസ് ലൈക്ക് ചത്ത ദൈവമേ പണ്ടാരം എന്ന് പറഞ്ഞാൽ എന്നെ MRI മെഷീനിലേക്ക് കേട്ടിട്ട്, എന്നിട്ട് അവർ ഫൈൻഡ് ഔട്ട് ചെയ്ത് എൻ്റെ കോൺജെനിറ്റലി ബൈ ബർത്ത് എനിക്കൊരു ഞരമ്പ് അവിടെ സ്റ്റക്കാണ്. അപ്പോൾ അത് ഇതാവുമ്പം, അത് കുറച്ച് ഇഷ്യൂസ് ആകുമ്പം, കമ്പ്യൂട്ടറിലേക്ക് കൂടുതൽ നോക്കുമ്പം, ലൈഫ് സ്റ്റൈൽ മെസ്സി ആകുമ്പം അത് പ്രസ് ആവും. ഓക്കെ, സോ ആ സാധനം പണ്ട് എനിക്ക് വന്നിരുന്നു. അത് സർജറി ഒന്നും വേണ്ട, മെഡിസിൻ കഴിച്ച് ശരിയാക്കാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ മെഡിസിൻ കഴിച്ചു. പിന്നെ എനിക്ക് അതിനൊരു റീലാപ്സ് വരുന്നത് ഞാൻ സ്റ്റാർ സിംഗറിന്റെ സമയത്ത് ഭയങ്കര നിന്ന് ഭയങ്കര പ്രശ്നമല്ല, കാറിൽ പോയപ്പോൾ തലയിടിച്ചു. അങ്ങനെ ഞാൻ ഇടയ്ക്ക് ഒരു ട്രിപ്പ് പോയപ്പോൾ, സ്റ്റാർ സിംഗറിന്റെ ഫസ്റ്റ് സീസൺ കഴിഞ്ഞ് സെക്കൻഡ് സീസൺ തുടങ്ങുന്നതിന് മുമ്പ് ഞാനൊരു ട്രിപ്പ് പോയി, തല പോയി ഇടിച്ച് കംപ്രഷനായി തിരിച്ചു വന്ന് കിടപ്പിലായി പോയി. അപ്പോഴാണ് സീസൺ 2 തുടങ്ങുന്ന ഒരു സമയം. സീസൺ 2 തുടങ്ങിയിട്ടില്ല, തുടങ്ങാൻ പോകുന്നൊരു സമയം. ഓക്കെ, ദാറ്റ് വാസ് ഓൾസോ വെരി ക്രേസി സമയം. ബിക്കോസ് സീസൺ 2 വന്നപ്പോൾ ഞാനില്ല. ഓക്കെ, ദ ഫാക്ട് ഓഫ് ദ മാറ്റർ ഇസ് സീസൺ 2 ഇത് സ്റ്റാർ സിംഗർ സീസൺ 2 ഞാൻ എന്നെ ആദ്യം വിളിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ എന്നെ ലാസ്റ്റ് മൊമെന്റിൽ എന്നെ വിളിക്കുകയും ചെയ്തു. എന്നെ ലാസ്റ്റ് മിനിറ്റ്, അമ്മയ്ക്ക് ഓർമ്മയുണ്ടോ? സീസൺ 2 ലാസ്റ്റ് മൊമെന്റ് എന്നെ വിളിക്കുകയും ചെയ്തു. പക്ഷേ അത് ആ സമയത്ത് എന്നെ കോ ഹോസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് വിളിച്ചത്. അപ്പം കോ ഹോസ്റ്റ് ചെയ്യാൻ ഞാൻ റെഡി അല്ലായിരുന്നു. ബിക്കോസ് ഫസ്റ്റ് സീസണിൽ ഞാൻ ഒറ്റയ്ക്ക് ചെയ്തു. ഞാൻ കോ ഹോസ്റ്റ് ചെയ്യുന്നു വെച്ചാൽ ഞാനത് എന്തോ ഐ വാസ് നോട്ട് ഗുഡ് ഇനഫ് എന്ന് പറയുന്ന പോലെ എനിക്ക് തോന്നി. സോ ഐ വാസ് ലൈക്ക് നോ. ബട്ട് സോ ഐ ബിലീവ്, ഐ ഡു വോണ്ട് ടു സേ ദിസ്, ലൈഫിൽ സംടൈംസ് കാശ് ചിലപ്പോൾ ഉണ്ടാവും, ഫെയിം ചിലപ്പോൾ വരും. പക്ഷെ നമ്മുടെ ഒരു സ്റ്റാൻഡ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, ആ സ്റ്റാൻഡ് എടുക്കാനുള്ള ഗട്ട്സ് നമുക്ക് വേണം. ബിക്കോസ് ഞാൻ നോ പറഞ്ഞത് കാശിനാണ്. ഞാൻ നോ പറഞ്ഞത്
പോപ്പുലാരിറ്റി കൂടുമല്ലോ. സ്റ്റാർ സിംഗറിന്റെ ഹോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ബിഗ് തിങ് ഈവൻ ടുഡേ, റൈറ്റ്? ഐ സെഡ് നോ ടു ഓൾ ഓഫ് ദോസ് തിങ്സ് ആൻഡ് അവരെന്നെ തിരിച്ച് വിളിക്കുന്നത് ഞാൻ വിചാരിച്ചിട്ടുമില്ല. അപ്പം നോ എന്ന് പറഞ്ഞു. പക്ഷെ അവർ ചോദിച്ചു. സോ they felt like they should call me back, but it was too last minute and I didn't want to co-host it. And then after about a month they called me back. അങ്ങനെയാണ് ആ ഒരു തിരിച്ചുവരവ് ഒരു 1.5 വരവായിരുന്നു. പക്ഷെ ആ ബ്രേക്കിൽ വന്ന സമയമാണ് ഞാൻ എൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്തത്. സോ എനിക്ക് ഹെൽത്ത് ഒട്ടും വയ്യാത്തൊരു സമയമാണ്. അന്ന് മുതലാണ് രഞ്ജിനി ആയുർവേദ എന്ന് പറഞ്ഞ ദ ബെസ്റ്റസ്റ്റ് തിങ് ഇൻ ദ വേൾഡിലേക്ക്, ആ ലോകത്തേക്ക് ഞാൻ ഇൻട്രൊഡ്യൂസ് ആവുന്നത്. എൻ്റെ സെർവൈക്കൽ ഡിസ്കിന് എനിക്ക് 3 prolapsus ഡിസ്ക് ഉണ്ടായിരുന്നു. അത് സർജറിയിൽ മാറ്റി വെക്കണം എന്ന് എൻ്റെ അടുത്ത് ഇവിടെ ലേക്ക് ഷോറിൽ നിന്ന് പറഞ്ഞിരുന്നു. സർജറി ചെയ്യാൻ 27 വയസ്സിൽ എനിക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. സർജറി ചെയ്യാതെ ഞാനത് ആയുർവേദം ചെയ്താൽ മതി എന്ന് ത്രിവേണിയിലെ ഡോക്ടർ സുരേഷിനടുത്ത് പോയി കണ്ടപ്പോഴാണ് മനസ്സിലായത്. അതിന് നിമിത്തമായത് സണ്ണി വിശ്വനാഥ് എന്ന് പറഞ്ഞൊരു മ്യൂസിക് ഡയറക്ടറാണ്. വെറുതെ ഒരു ഫോൺ കോളിൽ നിമിത്തം എന്നൊക്കെ പറയില്ലേ ലൈഫിൽ, ഐ സ്റ്റിൽ റിമെമ്പർ. ഇങ്ങനെ ഓപ്പറേഷന്റെ കാര്യം പറഞ്ഞ് വിഷമിച്ച് നമ്മൾ എല്ലാം ഡിസൈഡ് ചെയ്തു 1 ലക്ഷം രൂപ അതൊക്കെ പറഞ്ഞ് ലക്ഷറിന്ന് വേറെ ഒന്നും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് വിഷമിച്ചിരിക്കുക. അപ്പോഴാണ് നിനക്കൊരു ഫോൺ കോള് കാറി വെച്ച്. അത് നമ്മൾ എടപ്പള്ളി ആ ഭാഗത്ത് അത് നമ്മൾ ഷോന് പോവാ. എടപ്പള്ളി നമ്മൾ ലേക്ക് ഷോർ കഴിഞ്ഞു തലേ ദിവസം. പിറ്റേ ദിവസം ഇതിനെ കുറിച്ച് സംസാരിച്ചിരുന്ന് മറ്റന്നാൾ സർജറിയാ ബുക്ക് ചെയ്തു എല്ലാം. എന്നിട്ട് ആ എടപ്പള്ളി ജംഗ്ഷനിൽ ഒരു വ്യാഴാഴ്ച എൻ്റെ ലാസ്റ്റ് ഷോന് ഞാൻ പോവാ. എനിക്ക് കൈയൊന്നും പിടിക്കാൻ പറ്റില്ല, ഞാൻ കിടപ്പിലായിരുന്നു. പിന്നെ കമ്മിറ്റ്മെൻറ്റ് ഉള്ളതുകൊണ്ട് പോവാ. എനിക്ക് ഭയങ്കര പെയിൻ ആയിരുന്നു, ഉറങ്ങിയിട്ടില്ല ഞാൻ 2 ആഴ്ച. സർവൈക്കൽ പ്രശ്നമുള്ളവർക്ക് മനസ്സിലാവും, യു കാൺ സ്ലീപ്പ്. സോ എടപ്പള്ളിയിൽ ആ കോള് വരുന്നു. സണ്ണി എൻ്റെ അടുത്ത് പറയുന്നു, ഞാൻ സണ്ണി അടുത്ത് എൻ്റെ പ്രശ്നം പറയുന്നു. സണ്ണി എൻ്റെ അടുത്ത് ത്രിവേണിയിൽ പോയിട്ടുണ്ടോ ചോദിക്കണു. ഞാനത് എവിടെയാണെന്ന് ചോദിക്കുന്നു. അദ്ദേഹം പറയണു അത് കളമശ്ശേരി, എടപ്പള്ളി കളമശ്ശേരിയിലാണ്. അദ്ദേഹം ഡോക്ടർ സുരേഷ് വ്യാഴാഴ്ച മാത്രമേ ഉണ്ടാവാറുള്ളൂ. അന്ന് വ്യാഴാഴ്ച, അന്ന് എടപ്പള്ളിയിൽ ഞാൻ നിൽക്കുന്നു. ഐ വാസ് ലൈക്ക് ഇപ്പം എനിക്ക് കാണാമോ? ഷീസ് ലൈക്ക് വൈ നോട്ട്? ഐ സെഡ് ഐ വോണ്ട് ടു ഗോ നൗ. ഐ തിങ്ക് ഹീ കോൾഡ്. നേരെ ഞാൻ ഷോന് കയറുന്നതിന് മുമ്പ് ഒരു ഡീവിയേഷൻ എന്ന രീതിയിൽ ഡോക്ടർ സുരേഷ് ഓഫ് ത്രിവേണിയിലെ കാണുന്നു. ചേഞ്ച്ഡ് മൈ ലൈഫ്. ഇതെന്ത് വേ ഹി സ്പോക്ക് അല്ലേ, ഓർമ്മയുണ്ട് എനിക്ക്. അപ്പം 27 വയസ്സ്, എന്ത് സർജറി, ഇതൊക്കെ നത്തിങ്. ഐ സെഡ് എനിക്ക് റെസ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, എനിക്ക് ജോലിയുണ്ട് എന്ന് പറഞ്ഞു. ഹീസ് ലൈക്ക് നമുക്ക് നോക്കാം, ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ചെയ്യാം. അങ്ങനെ തുടങ്ങി 1 വീക്കിനുള്ളിൽ എല്ലാം ഐ ഗോട്ട് ബെറ്റർ ലൈക്ക് ദിസ്. I'm such a fan of Ayurveda. കുറേ ആൾക്കാർ who are into allopathy and English medicine. We all have to use medicine according to our lifestyle and അസുഖം. അതിന് നമുക്ക് എല്ലാവർക്കും ചോയ്സസ് ഉണ്ട്. എല്ലാവരും ഇത് സൂട്ട് ആവണമെന്നൊന്നുമില്ല. പക്ഷെ അത് നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു ബേസിക് ബുദ്ധി നമുക്ക് ദൈവം തന്നിട്ടുണ്ടല്ലോ, അത് യൂസ് ചെയ്യുക. സംടൈംസ് ഐ ഫീൽ there's a lot of hate against a particular field of science or medicine. Why hate? ആയുർവേദ മസാജസ് ആണ്. ആ മസാജസിലൂടെ അത് ശരിയാക്കാൻ പറ്റാം എന്നുള്ള പ്രൂഫാണ് ഞാൻ. ഓക്കെ, 27 വയസ്സിൽ സർജറിക്ക് പറഞ്ഞാൽ ഞാൻ ഇപ്പോഴും 44. എല്ലാവരും ഞങ്ങളൊക്കെ അതിൽ വളരെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകുന്നതാണ്. പിന്നെ സർജറി ചെയ്താൽ ഇതെല്ലാം ബെറ്റർ ആവും എന്ന് പറയുന്നിടത്തും പോസിബിൾ ആണ്, വൈ നോട്ട്, ആവാം. പക്ഷെ ഇങ്ങനത്തെ കണ്ടിന്യൂസ് ഇഷ്യൂസ് വരുന്നവർക്ക് അത് ഇനിയും വരും. കണ്ടിന്യൂ ചെയ്യണം, അത് വന്നുകൊണ്ടിരിക്കും. സോ യു ഹാവ് ടു കീപ് ഡൂയിങ് സർജറീസ് എവറി 10 years ബിക്കോസ് മെഡിസിൻ്റെ അഡ്വാൻസ്മെന്റ് അങ്ങനെയാണ്. സർജറി ചെയ്താലും ഇന്നത്തെ ടെക്നോളജി അല്ലല്ലോ 10 വർഷം കഴിഞ്ഞാൽ. ഇപ്പം ശങ്കറിൻ്റെ കേസിൽ, എൻ്റെ ഫ്രണ്ടിൻ്റെ കേസിൽ അങ്ങനെയാണ്. ബട്ട് ദാറ്റ് വാസ് എ ക്രേസി ഫേസ്. അത് കഴിഞ്ഞ് ആയുർവേദം ചെയ്ത് രാവിലെ സ്റ്റാർ സിംഗറിൻ്റെ ഷൂട്ടൊക്കെ ഐ സ്റ്റിൽ റിമെമ്പർ സീസൺ 2 ഒക്കെ രാവിലെ 6 മണിക്ക് ഞാൻ ട്രിവാൻഡ്രത്ത് ത്രിവേണി പോവും. എന്നിട്ട് 7-7:30 ട്രീറ്റ്മെൻറ്റ് തീരും. 7:30 നേരെ ഒന്നും ചെയ്യാൻ പാടില്ല, ശരിക്കും തെണ്ടിത്തരമാണ്. നമ്മൾ ആയുർവേദം കഴിഞ്ഞാൽ റെസ്റ്റ് ചെയ്യണം. പക്ഷെ ആ സമയത്ത് എങ്ങനെയെങ്കിലുമൊക്കെ കൺട്രോൾ ചെയ്യണമെന്ന് പറഞ്ഞ് എന്നിട്ട് ഞാൻ 8 മണിക്ക് ഷൂട്ടിന് പോകും. 9 മണിക്ക് ഷൂട്ട് ചെയ്ത് ഫുൾ ഡേ ഷൂട്ട് ചെയ്യും. പിറ്റേ ദിവസം രാവിലെ വീണ്ടും പോകും. അങ്ങനെ എത്ര നാളായിരുന്നു ഞാൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യും. അങ്ങനെ ആ സമയത്താണ് UK 70 കിലോ ആയി വന്ന ഞാൻ. സ്റ്റാർ സിംഗർ തുടങ്ങിയപ്പോൾ ഐ വാസ് റിയലി ഹെവി ചബി ഗേൾ. 50 കിലോ ആയി, ഇങ്ങനെ ഓല പോലെ ആയത്. ബിക്കോസ് ആൾക്കാർ ഇപ്പം എന്നെ കാണുമ്പോൾ രഞ്ജിനി തടി വെച്ചല്ലോ എന്ന് പറയുന്നത് സ്റ്റാർ സിംഗറിലെ ആ ഉണക്കക്കോലം കണ്ടിട്ടാ. ആ ഉണക്കക്കോലം വരാൻ കാരണം ഞാൻ അത്രയും സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് പെയിൻ വെച്ചിട്ട്. ഐ ഹവ് സ്ട്രഗിൾ ദാറ്റ് മച്ച് അതൊരു സൈഡിൽ. പിന്നെ എൻ്റെ പ്രായത്തിൻ്റെ ആതായ പ്രശ്നങ്ങളുണ്ട്. എനിക്ക് സോഷ്യൽ ലൈഫ് വേണമല്ലോ, രഞ്ജനിക്ക് പാർട്ടി ചെയ്യണമല്ലോ, അതും എല്ലാം കൂടെ ഇറ്റ് വാസ് ലൈക്ക് ക്രേസി പീക്ക് ലൈഫ് ഓഫ് മൈ വർക്ക് ആൻഡ് റിബല്യസ് ലൈഫ് ദാറ്റ് ഇറ്റ് മെയ്ഡ് ക്വൈറ്റ് എ ലോട്ട് ഓഫ് ന്യൂസ് അല്ലേ. അങ്ങനത്തെ കുറേ ഒരു സമയത്ത് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിയ സമയമാണ്. ആ സമയത്ത് വേദന കൊണ്ടും, ഒരു വശേ വേദന, ഒരു വശേ ഷൂട്ട്, പിന്നെ മറ്റേ സൈഡിൽ കൂടെ ഒട്ടും വിഷമി. എനിക്ക് ക്രിറ്റിസിസം ഒന്നും വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ കുറെ അധികം ക്രിറ്റിസിസം എല്ലാം ഉണ്ട്. എല്ലാം കൂടി നിറഞ്ഞൊരു ജീവിതമായിരുന്നു ആ ഒരു ടൈം, ഒരു കാലഘട്ടം. പിന്നെ അങ്ങോട്ട് എനിക്ക് സീസൺ 2 ഒക്കെ അതൊക്കെ കഴിഞ്ഞ് 2 വർഷം കൊണ്ട് ഭയങ്കര ഹൈപ്പായി പോയി. ഒരു പ്രശ്നവും ഇല്ല, ഒന്നുമില്ല. ആ ഷോയ്ക്കെ പറ്റി
നെഗറ്റിവിറ്റി വളരെ കുറഞ്ഞു. പോയി, എല്ലാം പോയി. ആൾക്കാർ ലൈഫിൽ ഐ കീപ് സെയിങ് കണ്ട് ശീലിച്ചു പോയി. ഇപ്പൊ നമ്മൾ ഇല്ലാണ്ട് പറ്റില്ല. വെറുത്ത് സ്നേഹിച്ചു പോയി. അതാണ് ലൈഫിന്റെ ആ റിയാലിറ്റി. ആ സമയത്തിലൂടെ ഐ തിങ്ക് ആസ് ഫാമിലി വി ഓൾസോ വെന്റ് ത്രൂ എ ലോട്ട് അല്ലേ. ഫാമിലി വെച്ച് അപ്പൂപ്പൻ, അമ്മുമ്മ, മൈസെൽഫ്, ആസ് എവറി ഫാമിലി there were some tough testing times. Pachi came into our lives. പാച്ചി അത് അവിടെ ഇരിക്കുമ്പോഴാണ് സ്റ്റാർ സിംഗർ ഉള്ള സമയത്ത് 2010 ഒക്കെ സമയത്താണ് പാച്ചി വരുന്നത്. പാച്ചി എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ ഭയങ്കര ബിസി ആയിരുന്നു എൻ്റെ ലൈഫിൽ. ശ്രീകുട്ടൻ ചെന്നൈയിലായിരുന്നു, ഐ തിങ്ക് അത് ഷിപ്പിലോ ചെന്നൈയിലോ എന്തോ ആയിരുന്നു. അപ്പം അമ്മ എൻ്റെ അടുത്ത്, അപ്പോഴാണ് ഈ വോഡഫോൺ ഹച്ച് പപ്പീൻ്റെ ആഡ് വരുന്നത്. ആരാ ചെയ്തത്? നമ്മുടെ പ്രകാശ് വർമ്മ ചെയ്ത ആഡാ അത്. പ്രകാശ് വർമ്മേനെ അറിയില്ലേ? പ്രകാശ് വർമ്മയുടെ ആഡാ അത്. ഹച്ച് പപ്പിയിൽ ഫുൾ ടൈം വരുന്ന ഒരു പഗ് ഉണ്ട്. എൻ്റെ അമ്മ എൻ്റെ അടുത്ത് ഒരു ആഗ്രഹവും വന്നിട്ട് ഒരിക്കലും വീണ്ടും ഒരു പട്ടിയെ വെക്കില്ല, നമ്മൾ വാങ്ങിക്കില്ല എന്ന് പറഞ്ഞ എൻ്റെ അമ്മ, ഞാൻ ഒറ്റയ്ക്കാണ്, എനിക്ക് കുറച്ച് ലോൺലിയാണ്, എനിക്ക് ഈ പപ്പിനെ ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വാങ്ങിക്കാൻ എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ എൻ്റെ സ്കൂളിലെ ജൂനിയർ സാം, എൻ്റെ ടീച്ചറിൻ്റെ മകനാ സാമിൻ്റെ വീട്ടിൽ ഇഞ്ചിന് ഒരു ലിറ്റർ ഓഫ് പപ്പീസ് ഉണ്ടായി. ഇഞ്ചിയുടെ മോൻ പാച്ചി ഞങ്ങളുടെ വീട്ടിൽ വന്നു. പാച്ചിയാണ് ഞങ്ങളുടെ ആദ്യത്തെ വാവ. എവിടെ നോക്കിയെങ്കിലും ഫോട്ടോ കിട്ടും തോന്നുന്നു, ഇവിടെയുണ്ട്. ഹി കെയിം ആസ് എ ലിറ്റിൽ ആട്ടുംകുട്ടി, ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. ഐ സ്റ്റിൽ റിമെമ്പർ അവൻ എൻ്റെ കൂടെ രവിവർത്തെ വീട്ടിൽ കിടന്നുറങ്ങുന്നതും. പിന്നെ അവൻ്റെ കൂടെ ആയിരുന്നു ജീവിതം അല്ലേ. പിന്നെ അവനെ ഇവിടെ കൊണ്ടുവന്നു. പിന്നെ വേറെ വീണ്ടും ഫാമിലി പ്രോബ്ലംസ്, തിരിച്ച് ഈ വീട്ടിലേക്ക് വന്നു. ഇവിടെ കുറെ നാളിരുന്നു. പിന്നെ ഒരു സുപ്രഭാതത്തിൽ അറ്റാക്ക് വന്ന് മരിച്ചു. അതവന് സ്കിൻ പ്രോബ്ലം ഉണ്ടായിരുന്നു. അതിന് മെഡിസിൻ, എനിക്ക് അതിനുശേഷം ഞാൻ പട്ടികൾക്കൊക്കെ മെഡിസിൻ കൊടുക്കണം വളരെ കുറച്ചേ കൊടുക്കും. ഡോസ് കൂടിപ്പോയി എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ മെഡിസിൻ, സ്കിൻ പ്രോബ്ലം അവൻ ചൊറിയുന്ന കാണുമ്പോൾ നമ്മൾ അറിയാണ്ട് കൊണ്ടുപോയി. ഈ ഒന്നും ലോഷനും ഒന്നും ചെയ്യാൻ പറ്റില്ല, എല്ലാം. എന്നാലും അങ്ങനെ സിവിയർ ആയിട്ടുള്ള 4 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ പാച്ചിക്ക്. ബട്ട് ഹി വാസ് ദ മോസ്റ്റ് ഹാൻഡ്സമസ്റ്റ്, ക്യൂട്ടസ്റ്റ്. കൊണ്ടുപോകുന്ന ഒഴികെ മരിച്ചു. ആദ്യം കൊണ്ടുപോയി ഇഞ്ചക്ഷൻ എടുത്തു. ആ ഇഞ്ചക്ഷൻ കഴിഞ്ഞ് തിരിച്ചു കൊണ്ടുവന്നു. എന്നിട്ട് കൊണ്ടുപോയപ്പോഴാണ് ബ്രോക്ക് മൈ ഹാർട്ട്. പക്ഷെ അപ്പോഴേക്കും റിക്കി വന്നിരുന്നു. അല്ല, അത് കഴിഞ്ഞിട്ടാ വന്നത്. ഓ അയ്യോ, അത് അടുത്ത ചാപ്റ്റർ. റിക്കിയുടെ ഞാൻ ഓൾറെഡി റിക്കിയുടെ ഇതിൽ പറഞ്ഞിട്ടുണ്ട് കഥ, അത് കണ്ടാൽ മതി. പക്ഷേ റിക്കി ആനിമൽ വെൽഫെയറിലേക്ക് എന്നെ കൊണ്ടിട്ട ആനിമലാണ്. പ്രദീപ് എന്ന് പറഞ്ഞ ഒരാളെ മീറ്റ് ചെയ്യാനുള്ള ഒരു കാരണം റിക്കി. പ്രദീപിനെ മീറ്റ് ചെയ്ത് പതുക്കെ ആനിമൽ വെൽഫെയറിലേക്ക് എത്തി. സാലിനെ മീറ്റ് ചെയ്ത്, ഐശ്വര്യയെ മീറ്റ് ചെയ്ത്, ആഡ് കണ്ട് റിക്കിനെ ഒരു ആഡ് വന്നു. അത് ഞാൻ റിക്കിയുടെ ഇതിൽ പറഞ്ഞിരുന്നു. അങ്ങനെ ആ ലോകത്തേക്ക് ഞാൻ ആനിമൽ വെൽഫെയറിലേക്കും എത്തി. പിന്നെ അതിന്റെ കുറെ തെറി കേട്ടു. പട്ടിത്തെറി. പ്രസിഡന്റ് ഓഫ് കേരളത്തിലെ പട്ടിയത് എന്തായിരുന്നു? എവിടെയെങ്കിലും പട്ടിയതേ രഞ്ജിനി പട്ടി എന്താ അവനവന്റെ ഇഷ്ടമാണോ തെരുവനായ സംസ്ഥാന പ്രസിഡന്റോ സം ഷിറ്റ് ലൈക്ക് ദാറ്റ്. അല്ല, അവനവന്റെ ഇഷ്ടമാണ് ഈ മൃഗങ്ങളെ സ്നേഹിക്കണോ വേണ്ടേ. അതല്ല അതിനിപ്പോ ഒരാളെ പോയി അറ്റാക്ക് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. എന്റെ ഇതിൽ ഒരു ആവശ്യമില്ല. അവനവൻ ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യുന്നില്ലെങ്കിൽ വേണ്ട എന്നും പറഞ്ഞ് നമ്മളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മറ്റുള്ളവർ വേണ്ടെന്ന് പറയാനാരാ? എക്സാക്ട്ലി, ഇറ്റ് ഈസ് ടു ഫണ്ണി. ഇഷ്ടമല്ലേ നോക്കണം, നമ്മളാരും പറയില്ലല്ലോ. നമ്മൾ ഇഷ്ടമാണ്, നമ്മൾ നോക്കുന്നു. ദിസ് വാസ് 2015 എത്തിയിട്ടുണ്ട് ഇപ്പോൾ. ഓക്കെ, 2015 അപ്പോഴേക്കും സ്റ്റാർ സിംഗറുമായിട്ട് എൻ്റെ ഇത് കഴിഞ്ഞു. സ്റ്റാർ സിംഗർ ഐ സ്റ്റോപ്പ്. 2014 വാസ് മൈ ലാസ്റ്റ് കോൺട്രാക്ട്. ഫ്ലവേഴ്സ് തുടങ്ങുന്നു, അവിടെ കുറച്ച് നാൾ പോയി ഷോസ് ചെയ്തു. പിന്നെ എൻ്റെ ടെലിവിഷൻ ലൈഫ്, ആ പബ്ലിക് ലൈഫ് ഞാൻ നന്നായി കുറഞ്ഞു. ഇറ്റ് ഇസ് എ ഫാക്ട്. ബിക്കോസ് ആ കണ്ടിന്യൂസ് ആയിട്ട് 2007 to 2014 അതോടുകൂടി ആളുകൾ ധരിച്ചു നീ ഇല്ല എന്നുള്ള രീതി. ഐ വാസ് ഡൂയിങ് ദ സെയിം തിങ്. അത് മനുഷ്യർക്ക് പറഞ്ഞേ ഇപ്പോഴും എപ്പോഴും രഞ്ജനി ഇല്ലല്ലോ. അതെന്താണെന്നറിയോ, ടിവിയിൽ കണ്ടില്ലെങ്കിൽ ആൾക്കാർ വിചാരിക്കും നമ്മൾ ഉണ്ടാവില്ല. ഞാൻ ആക്ച്വലി സ്റ്റേജിൽ നിന്ന് വന്നൊരു ഇവന്റ്സ് കോർപ്പറേറ്റ് ഹോസ്റ്റ് ആണ്. ഞാൻ കൂടുതലും ചെയ്യുന്ന സ്റ്റേജ് ഷോസ് ആണ്. ഞാൻ തിരിച്ചു വന്ന നാൾ മുമ്പേ, എൻ്റെ 15 വയസ്സ് മുതൽ ഇന്ന് വരെ ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്തിരിക്കുന്നത് സ്റ്റേജ് ഷോസ് ആണ്, ടി വി ഷോസിനെക്കാട്ടും കൂടുതൽ. പക്ഷെ ടി വി ഷോസിലൂടെ, സ്റ്റാർ സിംഗറിലൂടെ അതിന്റെ മുഖമായി വന്നുകൊണ്ട് ആ ടെലിവിഷനിൽ കണ്ടില്ലെങ്കിൽ ഇന്നും ആൾക്കാർ വിചാരം എനിക്ക് വേറെ ജോലിയില്ലെന്നാ. പാവം രഞ്ജനി, ഐ ഫീൽ സോ ബാഡ്. ഇറ്റ്സ് ഓക്കെ, നോ ഡിസ്റെസ്പെക്ട്.
But I guess it's part and parcel of അതറിയില്ല അതുകൊണ്ട് of how that works. But it's very interesting. Star Singer, but it was, Star Singer for me was a journey. Oh God. അതുകൊണ്ട് കുറേ വേറെ നല്ല ഷോസ് ചെയ്തു. പക്ഷെ ആൾക്കാർക്ക് ഫെമിലിയർ ആയിരിക്കില്ല. പക്ഷെ വനിതാ രത്നം കുറേ അവിടെ ആയിരുന്നു. വനിതാ രത്നം കേജു സൂര്യക്ക് വേണ്ടി എന്തോ ചെയ്തു. ഒരു സംതിങ് ഇല്ലേ ആ അത് അത് ചെയ്തു. പിന്നെ വെറുതെയുള്ള ഭാര്യയല്ല, മറ്റേ വെറുതെ ഭാര്യയും ഭർത്താവും അത് സംതിങ് അത് മ്യൂസിക് ഷോസ് കുറെ ചെയ്തു. ദുബായിൽ കുറെ ചെയ്തു. കുറെ ഷോസ് ചെയ്തു. പക്ഷെ സ്റ്റാർ സിംഗർ അല്ലായിരുന്നു. അത്രയും അടിച്ചില്ല സ്റ്റാർ സിംഗർ ഇസ് ഓൺലി വൺ, ഹാപ്പൻസ് വൺസ്. ഇപ്പൊ വന്ന സ്റ്റാർ സിംഗറും ഇറ്റ്സ് ഡൂയിങ് റിയലി വെൽ. പിന്നെ 15 അങ്ങനെ ചില്ല് ചെയ്ത് പോയി. പേഴ്സണൽ ലൈഫ് അങ്ങോട്ട് പോയി. അമ്മയുടെ ലൈഫ് ബൈ ദ ടൈം വി ഗോട്ട് കംഫർട്ടബിൾ. ഐ ബി വെരി ട്രൂ. ലൈഫിൽ ഒരു ഫൈനാൻഷ്യൽ ആയിട്ടുള്ള ഒരു വലിയൊരു ഇൻഡിപെൻഡൻസി ഭയങ്കരമായിട്ട് ഇൻഡിപെൻഡൻസി വന്നു. അപ്പോഴേക്കും 2010 ഞാൻ വീട് വാങ്ങിച്ചു. 2008 വണ്ടി വാങ്ങിച്ചു. സ്റ്റാർ സിംഗറൊക്കെയാണ് ഇതിന്റെ. അതിലാണ് എൻ്റെ ആദ്യത്തെ വണ്ടി വാസ് 2000. UK എനിക്ക് വണ്ടി ഉണ്ടായിരുന്നു, ഒരു ഫോർഡ് എസ്കോട്ട്. പക്ഷെ 300 പൗണ്ടിന് വാങ്ങിക്കുന്ന 4th ഹാൻഡ് വണ്ടി. വൈപ്പറൊന്നും ഉണ്ടായിരുന്നില്ല. ഐ സ്റ്റിൽ റിമെമ്പർ. ഓ ഗോഡ്. രണ്ടാമത്തെ വണ്ടി വാങ്ങിക്കുന്നത് 2008 അതെൻ്റെ ഫസ്റ്റ് കാറായിരുന്നു. 2008 ഒരു വൈറ്റ് സിവിക്, ബെസ്റ്റ് കാർ എവർ. 2010 ഞാൻ എൻ്റെ ആദ്യത്തെ പ്രോപ്പർട്ടി വാങ്ങിക്കുന്നു. 2010 ഈ വീട് വാങ്ങിക്കുന്നു. അല്ല, 2014 ഈ വീട് വാങ്ങിക്കുന്നു. അല്ല അതിന് മുമ്പ് നമ്മൾ 2 മേടിച്ചു. അത് 2010 രണ്ടും ഒരുമിച്ചാണ് വാങ്ങിച്ചത്. 2 അത് വാങ്ങിക്കുന്നു. അത് കഴിഞ്ഞ് ഇത് വാങ്ങിക്കുന്നു. ലൈക്ക് പിന്നെ ആ സമയത്ത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാനും പ്ലാൻ ചെയ്യാനും ഇറ്റ്സ് ഓൾ ഫൈനാൻഷ്യൽ പ്ലാനിങ് ആൻഡ് ബിൽഡിങ് ഫ്യൂച്ചറിലേക്ക്. യുനോ ഓൺ ദ സൈഡ് ഐ വാസ് ഡേറ്റിംഗ് പീപ്പിൾ. ഇറ്റ് വാസ് നോട്ട് വർക്കിംഗ് ഔട്ട്. ഐ വാസ് ഓക്കെ വിത്ത് ഇറ്റ്. ഐ ഡിഡ്ന്റ് കെയർ. ഐ വാസ് ബീങ് വെരി വോക്കൽ. ഞാൻ എല്ലാത്തിനെയും കുറിച്ച് സംസാരിക്കുമായിരുന്നു. കുറേ ടോക്ക് ഷോസ് ചെയ്യുമായിരുന്നു, ഇൻ്റർവ്യൂസ് ചെയ്യുമായിരുന്നു. ഡൈം എ ഡസൻ. എല്ലാവർക്കും എന്നെ ഇൻ്റർവ്യൂ ചെയ്യാനായിരുന്നു. കുറച്ചൊരു കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഫിഗർ ആയിട്ടാണ് ഞാൻ. ഒന്നെങ്കിൽ യു ലൈക്ക് മീ ഓർ യു ഹേറ്റ് മീ. There was nothing in the middle. Why was that, Amma? അതിന് നിന്റെ സ്വഭാവത്തിന്റെ തങ്കം. എന്തോരം നല്ല സ്വഭാവമാണ്. ഇപ്പൊ എന്നോട് എല്ലാവരും എന്തിനാ എല്ലാം എവിടെ പോയാലും നിന്നെ എന്തുകൊണ്ട് കല്യാണം കഴിക്കാത്ത രഞ്ജിനി എന്നുള്ളൊരു ഇപ്പോഴും ചോദിക്കും. ഇപ്പോഴും ചോദിക്കും. എന്തുകൊണ്ടാ കഴിക്കാത്ത? ഞാൻ ചോദിക്കും, അല്ല അവർക്ക് ഇഷ്ടം ഉണ്ടായിക്കോട്ടെ, അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കഴിക്കട്ടെ. അത് നമുക്ക് എന്താ പ്രശ്നം എന്നുള്ള രീതിയിലാണ് ഇപ്പോഴും പീപ്പിൾ തിങ്ക് ദാറ്റ് ഒരു കല്യാണം കഴിച്ച ഒരു ജീവിതം കഴിച്ചില്ലെങ്കിൽ ഒരു ജീവിതം ഇല്ല. അത് മിക്കവരും ഉണ്ട്. ഈ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കഴിച്ച ഒരാളിരിക്കുന്നതാ വില്ലേജ് ഓഫീസിൽ അങ്ങാണ്ട് പോയി. അപ്പോഴും അവരും ചോദിച്ചു എന്റെ ജീവിതം എങ്ങനെയെങ്കിലും കോഞ്ഞാട്ടയാക്കണം എന്ന് ആഗ്രഹിച്ച കുറെ എണ്ണം ഉണ്ട്. അപ്പൊ ഞാൻ ചേച്ചി അല്ല, അവരുടെ മക്കളൊക്കെ ഭയങ്കര ഫാനാ നിന്റെ. I understand. പക്ഷേ അവർക്ക് പണ്ടുള്ള ഒരു മെന്റാലിറ്റി ഉണ്ടല്ലോ. I am not saying, Amma, everybody likes company. എല്ലാവർക്കും വീട്ടിൽ ഒരു whoever, അത് കമ്പനി ഇപ്പം കല്യാണം കഴിച്ച ഒരാള് ഒരു പാർട്ട്ണർ ഒരു ആണാവണമെന്നൊന്നുമില്ല. ഐ കീപ് ടെലിംഗ് ജാൻമണി കം ലിവ് വിത്ത് മീ, മാധവി ലിവ് വിത്ത് മീ. ഈ ജാൻമണി മാധവിക്ക് ഉണ്ടെങ്കിൽ അവര് മറ്റു കാര്യങ്ങളൊക്കെ നോക്കിക്കോളും. ഞാൻ ജോലി ചെയ്യാ ചില്ല് ചെയ്യാ. അപ്പൊ അങ്ങനെ 2-3 പേരൊക്കെ ഉണ്ട്. അവളുടെ സ്വാർത്ഥത. What do you mean? ഞാൻ ജോലി ചെയ്യാം. How is that സ്വാർത്ഥത? ഈ കാണിക്കുന്നത് സ്വാർത്ഥത എന്നാണ് എന്റെ പേര്. That is not സ്വാർത്ഥത. ഞാൻ ജോലി ചെയ്യാമെന്ന് ഞാൻ വെറുതെ ഇരിക്കാന്നല്ലോ ഞാൻ പറയുന്നത്. അത് എന്റെ ജോലിയല്ലേ. അവരുടെ ഇവര് വെറുതെ ചില്ലിയട്ടെ. അവര് വെറുതെ ഇരിക്കണ്ട. ജാൻ അവിടെ ബാക്കിലുണ്ട്. ജാൻ ഹേന ഓൾറെഡി അങ്ങനെ ഞാൻ അഡോപ്റ്റ് ചെയ്ത് 2-3 നേരെയൊക്കെ വെച്ചിട്ടുണ്ട്. സോ ലൈക്ക് ഐ എം ലൈക്ക്, what is wrong in thinking like that? It doesn't have to come from a guy, Amma. Amma, can we let's break traditions, okay? എന്തിനാണ് ഞാൻ ഒരു ആണിനെ, ആണാണല്ലോ നമ്മുടെ സാങ്കല്പികം, ഒരു ആണിനെ കെട്ടി അതാണ് ജീവിതം എന്ന് why? It can be a പെണ്ണ്, കെട്ടാനല്ല, it can be a പെണ്ണ്, I can live with somebody, it can be anyone. ഞാൻ എന്തെങ്കിലും നിന്നോട് അത് ചോദിച്ചിട്ടുണ്ടോ? അല്ല I'm just saying എനിക്ക് അതും വേണ്ട. എനിക്ക് എന്നെ പ്രൈവസി വേണം. എനിക്ക് ഒറ്റയ്ക്ക് ജീവിക്കണം. നീ ചായ കുടിക്കാൻ എന്തിനാണ് ഫുൾ കട? പൊന്ന് ജാനെ, എന്റെ അമ്മ ജാൻ അവിടെ ഇരുന്ന് സംസാരിക്കുന്നോണ്ടാണോ? എന്തായാലും അതിനൊന്നും ഒരു പ്രശ്നം. അത് ആരെങ്കിലും നമ്മുടെ ഇഷ്ടമല്ലേ, വേണോ കല്യാണം കഴിക്കണോ വേണ്ടോന്നൊക്കെ അവനൊന്നും തീരുമാനിക്കുക. And people don't understand. പണ്ടത്തെ കാലമൊന്നുമല്ല. And it's not that people don't understand. നിങ്ങൾ കണ്ട ജീവിതമല്ല ഞാൻ കണ്ട ജീവിതം. ഞാൻ കണ്ട് വളർന്നത് കല്യാണം കഴിച്ച അച്ഛനും അമ്മയല്ല. ഞാൻ കണ്ട് വളർന്ന ഒറ്റയ്ക്ക് എന്നെ നോക്കിയ ഒരു അമ്മയാണ്. അതുകൊണ്ട് എനിക്കത് ഇഷ്ടപ്പെട്ടിട്ടില്ല.
ആൻഡ് ഷീ ലൈക്ക് ഒരു ഹെൽപ്ലെസ്നെസ് ഉണ്ടായിട്ടുണ്ട് നമ്മുടെ ലൈഫിൽ. ഇല്ലാന്ന് ഞാൻ ആ പറയുന്നില്ല. ആ ഹെൽപ്ലെസ്നെസ് കണ്ട് വളർന്ന ഒരു കുട്ടിക്ക് ഒരിക്കലും ആ ഹെൽപ്ലെസ്നെസ് ആഗ്രഹം ഉണ്ടാവില്ല. ഐ എം ടെലിംഗ് യു ദ മോസ്റ്റ് ഇൻഡിപെൻഡന്റ് ഫിയേഴ്സ് ആയിട്ടുള്ള ബോൾഡ് ആയിട്ടുള്ള എന്റെ ആഗ്രഹമായിരുന്നു. ആരഗന്റ് ആയിട്ടുള്ള പെൺകുട്ടികൾ വളരുമ്പോൾ അവരുടെ അമ്മമാരെ നോക്കിയാൽ മതി, അല്ലെങ്കിൽ അവരുടെ ഫാമിലി സാഹചര്യം നോക്കിയാൽ മതി. ഇപ്പൊ ഞാൻ വളർന്നത് ഒരു അച്ഛനമ്മ അതിനകത്തായിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ ഇങ്ങനെ ആവില്ല. അച്ഛനൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആവില്ല. എന്ത് അച്ഛൻ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട്, ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള അച്ഛനെന്നൊക്കെ പറയുന്നുണ്ട്. സോ ഐ ഹാവ് നോ ഐഡിയ, റൈറ്റ്? സോ ഐ എം സെയിങ് അത് എല്ലാത്തിനും ജനിക്കുമ്പോ ഒരു ഒരു തലവര ഉണ്ടെന്ന് പറയുന്ന ഇതാണ് നമ്മുടെ പല പറഞ്ഞിട്ടുണ്ട്. എനിക്കെന്ന് പറഞ്ഞ ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ ഉണ്ടാവണം. അമ്മയുടെ എന്താ എഴുതിയേക്കുന്നത്? അമ്മയുടെ ഇങ്ങനെ കണ്ടില്ല, അങ്ങനെയാണോ എഴുതിയിട്ടുണ്ടോ? അല്ല എന്നോട് ഇങ്ങനെ മരിക്കുന്ന അകതൊന്നുമില്ല. പക്ഷേ ഇതിന് മുമ്പാണോ കണ്ടുപിടിച്ചത്? ഇത് കഴിഞ്ഞിട്ടാണോ കണ്ടുപിടിച്ചത്? ദുഃഖം പറഞ്ഞിരുന്നു എന്റെ നേരത്തെ പണ്ടേ പറയുമായിരുന്നു. ദുഃഖം ഉണ്ടായിരുന്നു. ഒരു കൊച്ചച്ഛനും കണ്ട പറഞ്ഞു ഇങ്ങനെ കൈ നോക്കിട്ട് പറഞ്ഞത്. അവർ അങ്ങേര് വെറുതെ പറഞ്ഞു എന്താ പറഞ്ഞു? ദുഃഖമായിരിക്കുന്നു. ഞാൻ പറഞ്ഞു എനിക്ക് വലിയ ദുഃഖമൊന്നും തോന്നിയിട്ടില്ല. ദുഃഖത്തിന്റെ സമയമൊക്കെ കഴിഞ്ഞല്ലോ. ഇപ്പൊ അങ്ങനെയൊന്നും അങ്ങനെ ദുഃഖിച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ. അച്ഛൻ മരിക്കുന്നതിന് മുമ്പും ദുഃഖമായിരുന്നു അത് പറഞ്ഞു. എന്റെ കൈ നോക്കിട്ട് ഓർമ്മയുണ്ട്. എന്താ എന്റെ നോക്കിയിട്ടില്ല. എന്റെ നോക്കിയിട്ടില്ലേ? കൈ നോക്കിയിട്ടില്ല. എന്റെ കൊച്ചച്ഛൻ നോക്കിട്ട് അല്ല, എന്റെ അസ്ട്രോളജി നല്ലതാ. നിന്റെ രാജയോഗം അല്ലേ? രാജയോഗം പട്ടിയുടെ ജീവിതം. നിന്റെ 10ാം ഉദയത്തിന്റെ അന്ന് ഇതാണ് എല്ലാം നല്ല. ഞാൻ ഭയങ്കര ബ്ലെസ്ഡ് ആയിട്ടുള്ള. പക്ഷെ അതല്ല, നിന്റെ ജാതകത്തില് നിന്റെ അച്ഛന്റെ മരണം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എല്ലാരും ബ്ലെയിം ചെയ്തത് ശ്രീകുട്ടന്റെ. Oh, welcome to Kerala. Welcome to Kerala society or a traditional cultural society where ഒരാൾ മരിച്ചാൽ അതിന്റെ ഉത്തരവാദി മറ്റൊരാളാണ്. Oh my god, I remember this so bad. അത് പറഞ്ഞോ നമ്മൾ അച്ഛന്റെ മരണം? അത് പറഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു അല്ലേ? നമ്മൾ സംസാരിച്ചോ അച്ഛന്റെ ഡെത്തിനെ കുറിച്ച്? അത്ര എന്റർടൈനിങ് ആയിട്ടുള്ള നമുക്ക് വേണമെങ്കിൽ സംസാരിക്കാം. നമ്മൾ ഇനി റിവൈൻഡ് അടിക്കേണ്ടി വരും. എനിക്ക് വലിയ ഓർമ്മയൊന്നുമില്ല. പക്ഷെ എനിവേ അച്ഛൻ പറഞ്ഞില്ലേ? ഇല്ല, അച്ഛൻ മരിച്ചു എന്ന് പറഞ്ഞ് നമ്മൾ കട്ട് ചെയ്തു. ബിക്കോസ് അത്ര ഫോട്ടോ ഒക്കെ എടുത്ത് വെച്ച് എന്തൊക്കെയോ ചെയ്തല്ലോ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം. മരണം വാസ് ഹാർട്ട് അറ്റാക്ക്. വേറെന്തായിരുന്നു? ഐ ഡോണ്ട് റിമെമ്പർ മച്ച്. ഞാൻ പറയാം. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ തേർഡ് സ്റ്റാൻഡേർഡ് അല്ല തേർഡ് സ്റ്റാൻഡേർഡില് പഠിച്ച് കഴിഞ്ഞിരിക്കണം സമയം. സൗത്ത് പോയിന്റിലെ പഠനം കഴിഞ്ഞു. നമ്മൾ പറഞ്ഞു ഇത് അല്ല, കഴിഞ്ഞു കഴിഞ്ഞിട്ട് വീഴണതൊക്കെ പറഞ്ഞു. അവിടെ പറഞ്ഞു തലറങ്ങി വീണൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മള് മാറി താമസിച്ചു. അച്ഛന്റെ അതൊക്കെ പറഞ്ഞു. അച്ഛന്റെ കുറെ പറഞ്ഞു എനിക്ക് ഓർമ്മയുണ്ട്. എന്തായാലും നമുക്ക് റെഫർ ചെയ്യാം. ഇത് പറഞ്ഞില്ലെങ്കിൽ പിന്നെ എപ്പോഴെന്ന് പറയാം. അല്ല, എനിവേ അച്ഛൻ മരിച്ചു. ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു. പെട്ടെന്ന് ശ്രീകുട്ടന് 9 മാസം. അവൻ ജനിച്ച് കയ്യിൽ 9 he is 9 months. I am about 3 years old. ട്രഡീഷണൽ കേരള ഫാമിലീസിന് ഈ ഒരു ബുൾഷിറ്റ് സെറ്റപ്പ് ഉണ്ട്. ഒരു കുട്ടി ജനിച്ചു, പെട്ടെന്ന് അച്ഛൻ മരിച്ചാൽ അവർ പറയും ആ കൊച്ചിന്റെ ജനനം കാരണമാണ് ഈ അച്ഛൻ മരിച്ചത്. എന്റെ പൊന്ന് ശ്രീകുട്ടനാണ് അതിന്റെ ഫുൾ കേട്ടത്. ശരിക്കും എല്ലാരും പറഞ്ഞില്ലേ? അച്ഛന്റെ അമ്മ പറഞ്ഞ പിന്നെ വല്ലതും പറയണം. നിന്റെ അച്ഛന്റെ അമ്മ വരെ പറഞ്ഞു. അൺബിലീവബിൾ. അത് പറച്ചില്ല കേട്ടത് ഇപ്പോഴും എന്റെ വലത്തിന്റെ ഉള്ളിൽ കിടപ്പുണ്ട്. അൺബിലീവബിൾ. നിന്റെയൊക്കെ തല കണ്ടതോട് അത് ഭയങ്കര ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു വേട. അങ്ങനത്തെ ഒരു സമൂഹത്തിലാണ്. ഒന്ന് ആലോചിക്കണേ. ഷീസ് എ ടീച്ചർ ഓൾസോ. ഷീ വാസ് എ ടീച്ചർ. തല കണ്ടതോടുകൂടി പോയി അങ്ങനെ ഒരു വേട് പറഞ്ഞത് എനിക്കത് ഭയങ്കരമായിട്ട് ഇൻസൾട്ട് ചെയ്തു. നമ്മളൊന്നും മിണ്ടുന്ന സമയമല്ലല്ലോ. ഇൻസൾട്ട് ചെയ്ത പോലെ തോന്നി ഭയങ്കരമായിട്ട്. അങ്ങനെയൊന്നും ആരോടും പറയാൻ പാടില്ല. Then my mother went into one vidhava phase. അല്ല, അത് പിന്നെ പണ്ട് ഒരു 10 വർഷത്തോളം അങ്ങനെ തന്നെയായിരുന്നു. Oh god. Let me tell you, like it's so okay, I understand it. Okay, നമ്മളുടെ പാർട്ട്ണർ ആണ്, നമ്മളുടെ ഹസ്ബൻഡ് ആണ്, നമ്മളുടെ വൈഫ് ആണ്. നമ്മൾ മരണം എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് an easy thing for anybody, right? പക്ഷേ ആ ഒരു ഭാര്യയെ, ഒരു സ്ത്രീ എസ്പെഷ്യലി, പുരുഷൻ ഇത്രയും അണ്ടർഗോ ചെയ്യുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. ബിക്കോസ് അവർ വീണ്ടും ജോലിയുമായിട്ട് അവരുടെ ബുദ്ധിമുട്ടുകളായിട്ട് അവർ മുന്നോട്ട് പോകുന്നു. മൈ ഗോഡ്, എൻ്റെ അമ്മ ഫസ്റ്റ്ലി ദിസ് ഫുൾ പെട്ടെന്ന് എല്ലാം വെള്ള സാരി, പൊട്ടിടില്ല. അത് വർഷങ്ങളോളം എന്ത് ബോറായിരുന്നറിയോ? 10-12 വർഷം ഇവർ ഫുൾ വിധവാ മോഡ്. And I'm like, ഇതെന്താ ഇങ്ങനെ? ലൈക്ക് ഈ ഡിപ്രഷൻ എടുത്ത് മറ്റേ സിനിമയില് കാണുന്ന യോ മാൻ, ഇറ്റ്സ് ലൈക്ക് ഇറ്റ്സ് നോട്ട് കൂൾ. വിധവാ മൂഡ് അല്ലത്. എന്റെ മനസ്സ് പറഞ്ഞു എന്നിട്ട് അമ്മയുടെ മാത്രല്ല ചുറ്റുവറ്റം നടക്കണതും എന്താ? കല്യാണത്തിന് വിളിക്കൂല, നടക്കണു. അതാണ് അപ്പൊ നമ്മൾ കൂടുതൽ എഫക്ട് ചെയ്യും. ചുറ്റുള്ള സമൂഹം ചെയ്യുന്ന ഒരു കല്യാണത്തിന്, ഒരു ഭർത്താവ് മരിച്ച ഒരു സ്ത്രീനോട് ചെയ്യുന്ന തൊടരുത്, ലൈക്ക് അങ്ങനെയൊക്കെ. ലൈക്ക്
വാട്ട് സോർട്ട് ഓഫ് വേൾഡ്? കല്യാണത്തിന്റെ അതൊക്കെ ഞാൻ സാധനങ്ങൾ കേൾക്കുമ്പോ തന്നെ അന്ന് തന്നെ തീരുമാനിച്ചതാണ് കല്യാണം അത് ബുൾഷിറ്റ്. കേട്ടതിന് ശേഷം ഞാൻ എനിക്ക് കല്യാണം ഇഷ്ടമല്ല. യാ എന്നിട്ട് ഇടയിൽ അമ്മ, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഇതൊക്കെ കഴിഞ്ഞ് എൻ്റെ 7ാം ക്ലാസ് ആയപ്പോ എൻ്റെ അമ്മൂമ്മ എന്നോട് വന്ന്, സുജാതയ്ക്ക് നിന്റെ അമ്മ ഒരു അത് കല്യാണം പറഞ്ഞതാ. എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, അമ്മയ്ക്ക് ഒരു കല്യാണം ആലോചിച്ചാലോ. അത് അപ്പൊ തന്നെ ഞാൻ മറ്റേ സിനിമ സ്റ്റൈലിൽ അമ്മ കല്യാണം കഴിച്ചാൽ ഞാൻ ഹോസ്റ്റലിൽ പോകുന്നൊക്കെ. ഞാനും സമ്മതിച്ചില്ല. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചിന് വല്ല അറിവുണ്ടോ കല്യാണവും ജീവിതവും വേറെ കാര്യങ്ങളുടെ റിക്വയർമെന്റും ഒക്കെ? ഒരു 10ാം ക്ലാസ്സോ 12ാം ക്ലാസ്സോ ഒക്കെ ആയിരുന്നെങ്കിൽ ഞാൻ കല്യാണം കഴിച്ചോളാം പറഞ്ഞാൽ. പിന്നെ ഞാൻ അടുത്ത് പറഞ്ഞു, എന്റെ മിസ്റ്റേക്ക് ആണ് അമ്മേ, കല്യാണം വേണ്ട, ബോയ് ഫ്രണ്ട് ഒക്കെ ആണെങ്കിൽ ഓക്കെയാ, കല്യാണം വേസ്റ്റ് ഓഫ് ടൈം. എന്നിട്ട് അതെനിക്ക് പറ്റിയത്. അപ്പൊ അമ്മ ലൈക്ക് നോ, എനിക്ക് പറ്റില്ല, ഐ എം ടു ഇൻഡിപെൻഡന്റ്. ശരി, ഇനി എന്റെ അമ്മേനെ സഹിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാ. ഇപ്പോഴും ബട്ട് അവൈലബിൾ ആണ്, വേണമെങ്കിൽ 65 വയസ്സ്. പക്ഷെ ഫ്രീ ആയിട്ട് കിട്ടുന്നത് ഞാനായിരിക്കും. എന്നെ നോക്കാൻ പറ്റുന്ന ഒരു അപ്പനാണേ വന്നോ. ഒരു മനുഷ്യന്റെ പടി കിടക്കൂല. ഈ മറ്റേ വീട്ടില് യൂഷ്വലി ഈ പട്ടികളെയൊക്കെ ഗാർഡ് ഡോഗ്സ് ആയി വാങ്ങിക്കുന്നതിനെക്കാട്ടും വലുതാ ഞാൻ. ഒരു ഭയങ്കര ഒരു പട്ടിയുണ്ട് അതുപോലെ. അതെ, മറ്റേ റോട്ട് വീലർ. കീറി മുറിച്ച് തേച്ച് ഒട്ടിക്കും ഞാൻ. ബട്ട് ദാറ്റ് വാസ് ഓൾസോ ഫണി. ബട്ട് ഐ ഫീൽ ലൈക്ക്, ഓക്കെ, ലെറ്റ് മീ ടെൽ ദിസ് ഓൾസോ. ഇങ്ങനെ അതിനൊരു കാരണം മെയിൻലി ഇതാണ്. ശ്രീകുട്ടി അവരടുത്ത് പോയപ്പോ എനിക്ക് ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്തു അത്. അതിനുശേഷം എനിക്ക് ആ ഒരു ഫംഗ്ഷന് പോണ എനിക്ക് ഇഷ്ടമല്ല ഇപ്പോഴും. എന്റെ അമ്മക്ക് ഇപ്പൊ കല്യാണത്തിൽ പോവില്ല, ഇപ്പോഴും ഇഷ്ടമല്ല. അന്ന് മൈൻഡിൽ കയറിയ സാധനം അതാണ് ഈ ട്രോമ എന്ന് പറയില്ല. അല്ല, അത് ഭയങ്കരമായിട്ട് ഇൻസൾട്ട് ചെയ്തു. മനുഷ്യന് ഒരാളിലെ ചില സംഗതികൾ ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്യും. അത് ഞാൻ അന്ന് മൈൻഡ് ചെയ്യാതെ വിട്ടുപോയെങ്കിലും ഉള്ളിക്കിടന്നു. അത് കിടപ്പുണ്ട്, ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ടാണ് പറയാൻ പറ്റില്ല, എപ്പോഴും. ബിക്കോസ് ഇപ്പൊ എന്റെ അമ്മ ഒരു സ്ഥലത്തേക്ക് വിളിച്ചാൽ പുറത്തേക്ക് കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ടുണ്ടല്ലോ. ഷീസ് സച്ച് ആൻ ആന്റി സോഷ്യൽ. വീട്ടിന് ഐ അണ്ടർസ്റ്റാൻഡ്. ഉദിപ്പിന്റെ മോളെ കണ്ട് അവിടെ വെച്ച്, ആന്റി എന്താ വരാഞ്ഞത്? ഞാൻ പറയും, മോളെ ഞാൻ അമ്മ എപ്പോ കണ്ടു അഞ്ജലീനെ? ഞാൻ അവിടെ ആ ട്രീറ്റ്മെന്റിന് പോയില്ലേ, അവിടെ പോയപ്പോ ഉണ്ടായിരുന്നു. ബസിമാന്റെ അവിടെ ഉണ്ടായിരുന്നോ? അവിടെ കഴിഞ്ഞിറങ്ങി വന്നു, കൺസൾട്ട് ചെയ്തിട്ട് ഇറങ്ങി വന്നു. അപ്പൊ എന്നോട് ചോദിച്ചു ആന്റി എന്ന് പറഞ്ഞു. അമ്മ ഇറങ്ങാറില്ല എനിവേ. സോ വിയർഡ്. ബട്ട് ദാറ്റ്സ് വാട്ട് ഐ ആം സേയിങ്. ആസ് പീപ്പിൾ, റൈറ്റ്, ആസ് ഹ്യൂമൻ ബീയിങ്സ്, നമ്മൾ ഒരിക്കലും മറ്റുള്ള ആൾക്കാരുടെ വിങ്സ് ക്ലിപ്പ് ചെയ്യരുത്. Like, let them fly, let them soar. Why do you want to clip their wings? That's not cool, I feel. As human beings, that's not cool, man. Aanayilum pennayilum. That's what I mean. Her wings were clipped so young. Adon ende wings clip cheyan njan oru achathendiye ഞാൻ ആരുടെ അടുത്തും നിൽക്കത്തില്ല, എനിക്ക് ഇഷ്ടമല്ല. അവര് ഫ്രീ ആയിട്ട് നടക്കട്ടെ എന്ന് ഞാൻ പറയുള്ളൂ. ഞാൻ എക്സ്ട്രാ വിങ്സ് ഒക്കെ ആയിട്ടാ, ഒരു വിങ് ഒന്നുമല്ല. ഞാൻ അമ്മയുടെ വിങ്സും എടുത്തിട്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. I'm not going to let another person touch my wings. ശ്രീകുട്ടന്റെ ഭാര്യയോടും ഒക്കെ അത് കാരണം ഞാൻ അങ്ങനെ നിൽക്കണം. Yeah, you have to, and like, because, and that is why I am like this. എൻ്റെ അമ്മയുടെ ക്ലിപ്ഡ് വിങ്സിന്റെ അമ്മയുടെ ആഗ്രഹങ്ങളോ അല്ല അമ്മയ്ക്ക് എങ്ങനെ ജീവിക്കണം, അമ്മയ്ക്ക് പറ്റിയ കാര്യങ്ങളിൽ നിന്നും അമ്മ പഠിച്ചത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആയത്. ഒരു റീസൺ എനിക്ക്, ഐ എം സോ ഓണസ്റ്റ് വിത്ത് ഹെർ. I don't know how many people have mothers like her. Very difficult. പക്ഷെ എന്നെ പോലത്തെ ഡോക്ടർ വേണോ അതിന്? അതുപോലെ തന്നെ ഇതുപോലെ തന്നെ എനിക്ക് കിട്ടിയേക്കണം മരുമകളും. അത് ശ്രീകുട്ടൻ ചോദിച്ചു. ഇറ്റമാണ് ഈ പ്രശ്നങ്ങളൊക്കെ അവക്കും ഉണ്ട്, അതാ രസം. അവൾ എല്ലാം ഉണ്ട്, എഴുതി കിട്ടിയ പോലെ. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ട് അമ്മേ എന്ന് പറഞ്ഞൊരു മെസ്സേജ് വരും. അപ്പൊ എനിക്കറിയാം എന്തോ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് എവിടെയോ. അവര് ബെസ്റ്റ് ഫ്രണ്ട്സാ. അത് അവിടെ വരെ ഒന്നും എത്തിയിട്ടില്ല. അത് 2020 എപ്പോഴാണ് കല്യാണം? 22. എനിവേ, അപ്പൊ അച്ഛന്റെ ഇതൊക്കെ കഴിഞ്ഞ് വേറെ എവിടെയൊക്കെ പോയി തിരിച്ച് നമുക്ക് വരാം. തിരിച്ച് എങ്ങോട്ടായിരുന്നു നമ്മള്? സ്റ്റാസിങ്ങനെ അപ്പോഴേക്കും ലൈഫ് വാസ് കംഫർട്ടബിൾ. ഇൻഡിപെൻഡൻസ്, ഫൈനാൻസ്, ലൈഫ് ഇസ് ഗ്രേറ്റ്, വീട്, കാശ്, നമുക്ക് ആഗ്രഹങ്ങളൊന്നും ഇല്ലാണ്ടായി, അങ്ങനെയായി. എല്ലാം ഉണ്ട്, എവറിത്തിങ് വർക്ക്സ്. റിട്ടയർമെന്റ് പ്ലാൻ നടത്തുന്നു. എന്റെ ലൈഫിൽ ഒറ്റ പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്റെ റിലേഷൻഷിപ്സ് ഒക്കെ കുളവും. അത് മാത്രമേ ഉള്ളൂ എന്റെ ലൈഫില്. പക്ഷെ അതൊരു വലിയ പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കുറച്ച് ഇമോഷണൽ ട്രോമ, അത് സാരില്ല, അത് നമുക്ക് സഹിക്കാം. പിന്നെ കുറച്ച് നാൾ നമ്മൾ മറ്റുള്ളവരുടെ ജീവിതം നന്നാക്കാൻ നടന്നു. ഞാനും അമ്മയും ലൈഫിൽ ഏറ്റവും വലിയ അഡ്വൈസേഴ്സ് ആണ്. എന്റെ അമ്മയും അമ്മയുടെ ചുറ്റുമുള്ള ആൾക്കാരും എന്റെ ഫ്രണ്ട്സ് ആണെങ്കിലും ഞങ്ങളുടെ ചുറ്റുമുള്ള ഫ്രണ്ട്സിന്റെയും നന്നാക്കി കുറെ അടി മേടിച്ചു. അതാണ് നമ്മുടെ വില ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ വലിയ ഹോബിയാണ്. ഞങ്ങൾക്ക് വലുതായിട്ട് പ്രശ്നമൊന്നും ഇല്ലാത്തതുകൊണ്ട് നാട്ടുകാരുടെ ജീവിതം ഞങ്ങൾ നന്നാക്കാൻ നോക്കും. എന്നിട്ട് ഞങ്ങൾ മിണ്ടാതിരുന്നാൽ മതി എന്ന് ഞങ്ങൾ തന്നെ പഠിക്കും. കുറെ പാഠം പഠിക്കും, പക്ഷെ എന്നാലും പിന്നെയും വരും എന്തെങ്കിലുമൊക്കെ. ഇപ്പൊ എന്നാലും കുറച്ചിട്ടുണ്ട്. കുറച്ചു. ഞാനൊക്കെ ഭയങ്കരമായിട്ട് കുറച്ചു. ഞാൻ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരാളായിരുന്നു. എല്ലാവർക്കും ഭയങ്കര നെഗറ്റീവ് അവര് കൊണ്ടുവരുന്നത് രീതിയല്ല, നമ്മൾ വിചാരിക്കുന്നതല്ല അവര് ചെയ്യുന്നത്, അതാണ് പ്രശ്നം. പിന്നെ ഇതിനിടയിലാണ് ബിഗ് ബോസ് കയറി വന്നത്. ഓ,
അങ്ങനെ ടെലിവിഷൻ ഷോ ചെയ്യാത്ത ഞാൻ ഇടയ്ക്ക് ബിഗ് ബോസിന്റെ സീസൺ 1 വീണ്ടും തിരിച്ചു വന്നു എന്ന് ആൾക്കാർ അതിങ്ങനെ പറഞ്ഞു. ആലോചിച്ച് ഞാൻ വേണോ കുറച്ച് വേണ്ടയോ? ആലോചിച്ചു. പിന്നെ ഞാൻ ഐ ബി വെരി ഓണസ്റ്റ്, ബിഗ് ബോസിലേക്ക് ഞാൻ നീ എന്നോടാ ഒന്ന് ചോദിച്ചാ അമ്മേ ബിഗ് ബോസിൽ പോയാൽ ഞാൻ എങ്ങനെ ഇരിക്കും, എനിക്കെന്തോ എന്റെ ഉള്ളില് നീ ചെയ്യുന്ന ഓരോ പ്രവൃത്തി എനിക്കറിയാവുന്നുണ്ട്, എന്തായാലും നെഗറ്റീവ് വരില്ല. എനിക്ക് നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു. എന്റെ കയ്യിലിപ്പോ എനിക്ക് തന്നെ പേടിയായിരുന്നു. ബിക്കോസ് ഐ വാസ് ലൈക്ക് ഐ ഡോണ്ട് നോ. ഞാൻ ബട്ട് ദെൻ എനിക്ക് ഐ വാസ് വെരി ക്യൂരിയസ് അബൌട്ട് ദ പ്രൊഡക്ഷൻ. ആൻഡ് മാത്രമല്ല, ഞാൻ നിങ്ങളൊക്കെ ബിഗ് ബോസ് കാണുന്നതിന് മുമ്പ് ബിഗ് ബോസ് കണ്ട ആളാണ് ഞാൻ. ഐ യൂസ് ടു വാച്ച് ദ ഇംഗ്ലീഷ് വൺ. ഞാൻ UK യിലായിരുന്നപ്പോൾ. ഓക്കെ, ആ സമയത്ത് ബിഗ് ബോസിന്റെ വ്യൂവർ ആയിരുന്നു ഞാൻ. സോ എന്റെ തലയിൽ ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ അതാ. ഞാൻ ഹിന്ദി അമ്മ സൽമാൻ ഖാന്റെ ആളാ. സോ അമ്മ യൂസ് ടു വാച്ച് ദാറ്റ് ഓൾ ദ ടൈം. സോ എനിക്ക് ഈ മലയാളം ബിഗ് ബോസിന്റെ മലയാളത്തിന്റെ ഒരു അവരുടെ പ്രൊഡക്ഷൻ ഞാൻ വിചാരിക്കുന്നത് അതുപോലെ തന്നെ ആയിരിക്കും എന്നാണ്. ഇവിടെ എത്തിയപ്പോൾ കയറി കഴിഞ്ഞപ്പോഴല്ലേ മനസ്സിലായോ, ഓ സംഭവം മലയാളം സീരിയൽ TV സെറ്റപ്പ് ആണെന്ന്. അത് പക്ഷെ ഉള്ളിൽ തന്നെ മനസ്സിലായതുകൊണ്ട് വാസ് ഓക്കെ. ബട്ട് അമ്മ വാസ് കോൺഫിഡന്റ്. അമ്മ വാസ് ലൈക്ക് ഗോ ഫോർ ഇറ്റ്, യു ഡു ഇറ്റ്. ഐ ഫീൽ ഐ വെന്റ് ഇൻ ആൻഡ് വാക്ക്ഡ് ഔട്ട് വിതൗട്ട് എ പ്രോബ്ലം. കുറച്ച് നോർമൽ ഒരു വീട്ടിനകത്ത് താമസിക്കുന്ന ട്രോമയൊക്കെ ഉണ്ടായെങ്കിലും ബട്ട് ഇറ്റ് വാസ് നോട്ട് സോ ബാഡ്. ഐ ഡിഡ്ന്റ് ഹാവ് എനി പ്രോബ്ലം. യൂഷ്വൽ ഐ ഡിഡ്ന്റ് തിങ്ക് സോ. ഐ ഹാഡ് എ ഗുഡ് ടൈം. ഇറ്റ് വാസ് എ ഗുഡ് ഇൻട്രസ്റ്റിംഗ് എക്സ്പീരിയൻസ്. കുറെ അതിനകത്ത് തന്നെ നിന്നതിന്റെ കുറേ ഒരു 1-2 വർഷം, ഒരു മാസമൊന്നുമല്ല, ഞാൻ 1-2 വർഷം വന്നു കഴിഞ്ഞ് മെന്റൽ ട്രോമ കുറച്ചധികം. ബിക്കോസ് വളരെ ഡിഫറെന്റ് ആയിട്ടൊരു സെറ്റപ്പ് ആണ് ബിഗ് ബോസ്. അത് ഇറ്റ്സ് വെരി ട്രോമാറ്റിക്. അത് കാണണം, ഇഷ്ടമുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഐ ടെൽ യു, ഓ മൈ ഗോഡ്. പക്ഷെ ലെറ്റ് മീ ടെൽ യു, എന്റെ ലൈഫിൽ വലിയൊരു റിയലൈസേഷൻ ആണ് എനിക്ക് ബിഗ് ബോസിൽ വന്നത്. അതുവരെ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ദാറ്റ് ഞാൻ എന്നെ പോലത്തെ ആൾക്കാർ ഇത്രയും അപൂർവമാണെന്ന്. ഞാൻ വിചാരിച്ചു എന്നെ പോലത്തെ കുറെ പേര് ഈ ലോകത്തുണ്ട്, കുറേ അല്ലെങ്കിലും ഒരു 20%, 25% എന്നോ വിചാരിച്ചു. ഡൂഡ്, ഞാനൊരു 5% പോലും ഇല്ല. 5% പോലും ഇല്ല. And that is very scary. And ആ ബിഗ് ബോസിന് ആ വീട്ടിനകത്ത് എത്തിയിട്ട് ഏറ്റവും അടുത്തത് ഞാൻ പുറത്ത് അടി ഉണ്ടാക്കിയ സാബുവിന്റെ കൂടെയാ. അതാണ് നമ്മള് പോകുന്ന സമയത്ത് ഈ സാബുവിന്റെ പേര് കേട്ടതോടുകൂടി ഞങ്ങൾ അവിടെ അടി ഉണ്ടാക്കി പൂര പ്രശ്നം ഉണ്ടാക്കുന്ന വിചാരിച്ചിട്ട് പോകുമ്പോ ഞങ്ങൾ അടുത്ത് ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ട് പറഞ്ഞ് ഇറങ്ങി വന്നു. കാറിലിരുന്നപ്പോ പറഞ്ഞു അയ്യോ സാബു ഉണ്ടെന്ന് അറിഞ്ഞു എന്ന് പറഞ്ഞപ്പോഴാണ്, നീയാണ് ഫോൺ ചെയ്തപ്പോ ആരോ പറഞ്ഞു സാബു ഉണ്ടെന്ന്. അങ്ങനെയാണ് അയ്യോ സാബു. ഞാൻ കേസൊക്കെ കൊടുത്തായിരുന്നു. രഞ്ജുവിനോട് പറഞ്ഞു, രഞ്ജു നീ ശ്രദ്ധിക്കണം കേട്ടോ സാബുവിന്. അത് മാത്രമേ എനിക്കൊരു പ്രശ്നം. പക്ഷെ നിന്റെ അതിനകത്ത് കയറിയുള്ള പെരുമാറ്റം കണ്ടപ്പോ എനിക്ക് മനസ്സിലായി മാറും. ആദ്യം കണ്ട ഉടനെ ഒരു ചൊറിഞ്ഞു, അത് മാത്രമേ ഉള്ളൂ. Yeah, but I'm saying he's the one I got closest to. So weird. അതല്ല നമ്മളെ വിചാരിക്കണേ, മനുഷ്യന്റെ കാര്യമാണത്. കാണുന്നത് ആൾക്കാരൊന്നും അതിലും ഇതിലും ആൾക്കാർ നമ്മൾ വിചാരിക്കുകയേ ചെയ്യരുത്. No preconceived judgment, no more. I will never judge another person. I learned so much on that show. ജീവിതത്തിലാണെങ്കിലും ആ ഷോയിലാണെങ്കിലും കുടുംബത്തിലാണെങ്കിലും കൂട്ടുകാരുടെ ഇടയിലാണെങ്കിലും the one thing I learned was do not judge a book by its cover. സ്വന്തമായിട്ടുള്ള അങ്ങനെ ആ ഷോ കഴിഞ്ഞു. പിന്നെ കോവിഡ് വന്നു. ഓ മൈ ഗോഡ്, ഇതിനകത്ത് ഇനി അമ്മ കഥകൾ കിടക്കുന്നു. എത്ര സമയമായി സ്റ്റെഫി? 20 minutes ഉള്ളൂ. 10 minutes പറയാനുള്ള കഥയൊന്നും അല്ല. എന്റെ ഭയങ്കര എനിക്ക് ആ പ്രേമ ജീവിതത്തെ കുറിച്ച് ഞാൻ പറഞ്ഞില്ലെങ്കിൽ എന്നെ ചതിച്ച തെണ്ടീനെ കുറിച്ച് നമ്മൾ സംസാരിക്കണ്ടേ സുജാതെ? എന്റെ ഇത്രയും 2 മിനിറ്റ് കൊണ്ട് നിർത്തിയാലോ? ഞാൻ പെട്ടെന്ന് പറഞ്ഞുതരാം. I have dated a few people in my life, okay, from a very young age. Some of the most beautiful men, great people. അതിനിടയില് ഒരു തെണ്ടി, അയ്യോ what an asshole അല്ലേ, cheated on me, നുണയൻ, നാർസിസിസ്റ്റ്. ഇവരെയൊക്കെ ഒറ്റ പാക്കേജിൽ കിട്ടി പൊട്ടിപ്പാറു. ആ ഒരു ഇൻസിഡന്റ് ആണ് ഞാൻ റിഗ്രറ്റ് ചെയ്ത് പറയണം, വേണ്ടായിരുന്നു എന്ന് വിചാരിച്ചത്. പേരെനിക്ക് പറയാൻ താല്പര്യമില്ല, പക്ഷേ that was not fun. ആദ്യമേ ഞാനും പറഞ്ഞത്, എനിക്ക് അരിവളി ഇതാണെന്ന് പറയുമ്പോ ഞാൻ ആരെയും മൈൻഡ് ചെയ്യാറില്ല. എന്റെ അമ്മ വളരെ അപൂർവമായിട്ട് എനിക്ക് ഇഷ്ടപ്പെടില്ല. ആകെ ഒരാളെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, ഞാൻ പറഞ്ഞിട്ടുമുണ്ട് നീ തന്നെ ആലോചിക്കണം നിനക്ക് പറ്റുമോ എന്നുള്ളത്. അവനോട് ഞാൻ പറഞ്ഞേക്കണം അങ്ങനെയാ. നിന്റെ നേച്ചർ വെച്ചിട്ട് പറ്റുമോ എന്ന് ആലോചിച്ചിട്ടേ എല്ലാത്തിനും മുന്നോട്ട് ചാടാവും. അല്ലാതെ ഇപ്പൊ കാണിക്കുന്നതല്ലല്ലോ ജീവിതം. അത് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതേ ഞാൻ പറഞ്ഞു. അതുകൊണ്ട് എനിക്ക് മനസ്സിലായി, കുറെ പേരെ കണ്ടതല്ലേ ഞാൻ. ആരും പറ്റില്ല, ആള് ശരിയാവില്ല ആൾക്കാരെ. അമ്മ ആരെ കുറിച്ചാ സംസാരിക്കുന്നത്?
അത് തന്നെ കേക്കാവോ മ്യൂട്ട് ചെയ്യണം ആ പേര് വിടരുതേ. അവന്റെ അതന്നെയല്ലേ മൈക്ക് വെച്ചത് ഞാൻ മറന്നു. അവനാണ് തെണ്ടി. അവൻ മാത്രമല്ല കൊറേ പേര് തെണ്ടികളൊന്നും ഞാൻ അവൻ തെണ്ടിയാണ്. അത് നീ പറയണോ? ഞാൻ പറയും. ഞാൻ അങ്ങനെയല്ല പറയണത്. കൊറേ പേരെ അറിയാൻ പറ്റണം മനുഷ്യര്. അത് നിന്റെ ജീവിതത്തിൽ നമുക്ക് കൊറേ പ്രശ്നം ഫീലിങ്സ് കൂടുതലുള്ളത് ഇങ്ങനെയൊക്കെ പറയണേ. That was terrible. That was my only mistake. ബാക്കി എല്ലാവരും we are all, you know, once you fall in love, ട്രസ്റ്റ് കൂടിപ്പോയി, വിശ്വസിച്ചു പോയി. അവൻ ആൾക്കാരെ ഇങ്ങനെ പറ്റിക്കുന്നത് ഞാൻ അറിഞ്ഞില്ല. പ്രേമത്തിന്റെ പേര് പറ്റിക്കുന്ന എന്ത് ബുൾഷിറ്റാണിത്. Not cool brothers, not cool. Fall in love, enjoy it, അടി ഉണ്ടാക്ക്, separate, keep loving, that's okay. But why do വിശ്വാസ വഞ്ചന? No, why do വിശ്വാസ വഞ്ചന? നമ്മൾ എന്തിനാണ് ഒരാളത്ത് പ്രേമമാണ് എന്ന് നുണ പറഞ്ഞിട്ട് വേറെ കാര്യങ്ങൾക്ക് വേണ്ടി ആ സൈഡിൽ കൂടെ സൈക്കിൾ ഗ്യാപ്പിൽ വേറെ why? സത്യം പറ. How difficult is it? Be honest. Disgusting. ഒന്നാമത് നിനക്ക് പറ്റിയതേ അല്ലാത്ത പാർട്ടിയായിരുന്നു. അതിന്റെ കൂടെ സത്യമേ ഇല്ലാത്ത ആൾക്കാർ. എന്തായാലും കൊള്ളാം. അടുത്തൂടി എനിക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയണമെന്നുണ്ട്. പക്ഷേ there's a lot of other factors involved, so I'm not going to. നെഗറ്റിവിറ്റി കൂടുതൽ വരും. വേണ്ട, എനിക്ക് കുഴപ്പമൊന്നുമില്ല. No, but that was like one phase of my life that I was not happy with, guys. I'm very disappointed. Anyway, adu kanyo I had a great relationship again. COVID times was fantastic, but that also ended. അതിൻ്റെതായ കാരണങ്ങൾ കൊണ്ട് അതും തീർന്നു. ഇപ്പൊ ഞാൻ സിംഗിൾ ആണ് സുജാത. ഇപ്പൊ ഞാനും സിംഗിൾ ആണ്, സുജാതയും സിംഗിൾ ആണ്. ഞങ്ങൾ രണ്ടുപേരും വളരെ സിംഗിൾ. ആകെ മിംഗിൾ ചെയ്യുന്ന ഞങ്ങളുടെ ബ്രദറാണ്. അവൻ UK കഴിഞ്ഞ 3 വർഷമായി, 4ാമത്തെ വർഷമായി വൈവാഹിക ജീവിതത്തിൽ. ഓ മൈ ഗോഡ്, അവൻ കല്യാണം കഴിച്ചൊരു സ്റ്റോറി കൂടെ പറഞ്ഞ് നമുക്ക് എൻഡ് ചെയ്യാം. ഓക്കെ, സോ ശ്രീകുട്ടൻ എന്നെ കണ്ടാവളം നിൽക്കുന്നത്, ഒരിക്കലും കല്യാണം കഴിക്കില്ല എന്ന് പറഞ്ഞ് വളർന്ന ഒരു ചെക്കൻ ഒരു സുപ്രഭാതത്തിൽ ഈ റൂമിൽ വെച്ച് 2019 എന്നിട്ട് I'm gonna get married, okay? I was like, I'll tell you. അത്ര ഉണ്ടായിരുന്നുള്ളൂ. അതുപോലെ തന്നെ ഒരു പെൺകുച്ചിനെ കിട്ടി. അതുകൊണ്ടാണ് അങ്ങനെ തന്നെ വേണം. എന്റെ ശ്രീകുട്ടൻ ഉണ്ടാക്കിയിരിക്കുന്ന ജീവിതത്തിലെ ഏറ്റവും വലിയ എന്താ പറയാ മിസ്റ്റേക്ക് എന്ന് ഞാൻ പറയില്ല, ബിക്കോസ് എന്നെ പോലത്തെ സ്വഭാവമായതുകൊണ്ട് അവൻ അങ്ങനെ തന്നെ വേണം. എന്നെ ഇത്രയും നാളും അനുഭവിച്ചാ പോരാ. അതല്ല രസം. അവന് എത്ര അടുത്തൊന്ന് കൊത്തുകൊള്ളണം ഞാൻ വിചാരിക്കണം. അമ്മയുടെ സൈഡിൽ നിന്ന്, എന്റെ സൈഡിൽ നിന്ന്, അവളുടെ സൈഡിൽ നിന്ന്. അവനാണ് മിണ്ടാതിരിക്കുന്ന ഉണ്ടായിരിക്കണ ചെക്കനൊന്നുമല്ല. It is too funny, but I mean obviously we all love each other. It's great and we are very നല്ല ഇതാണ്. എല്ലാവരും പറയും ഞങ്ങൾ തമാശയിലൂടെ ഡീൽ ചെയ്യുന്ന സാധനമാണ്. മേ ബി നെക്സ്റ്റ് ടൈം ബ്രീസ് കംസ് വിൽ ഡു എ ചാറ്റ് വിത്ത് ബ്രീസ്. ബ്രീസിനെ കൂടി ഇരുത്തി ചെയ്യാം. ശ്രീകുട്ടൻ എന്തായാലും ഇരിക്കില്ല. ശ്രീകുട്ടിനെ ഇരുത്താൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, ബട്ട് ബ്രീസിനെ ഇരുത്തി ചെയ്യാം. That was an interesting wedding. That was funny. ശ്രീകുട്ടൻ കല്യാണം കഴിക്കുന്നത് ഞാനും വിചാരിച്ചില്ല. പെട്ടെന്ന് ഒരു അയ്യോ, എന്നിട്ട് എന്റെ അമ്മയുടെ ഡ്രാമയോ, അവൻ കല്യാണം കഴിച്ച UK നീ പോയാൽ എന്നെ ആര് നോക്കുന്നു? അങ്ങനെയൊന്നല്ല എന്റെ പൊന്നെ അമ്മേ. അത് ഞാനൊന്ന് ക്ലാരിഫൈ ചെയ്തോട്ടെ. എന്റെ അമ്മയുടെ ഏറ്റവും വലിയ വിഷയം ഈ 15 വയസ്സ് തൊട്ട് സ്വന്തമായി ജോലി ചെയ്ത് സ്വന്തമായി കാലിൽ നിന്ന് സ്വന്തമായി എല്ലാം ഉണ്ടാക്കിയ ഈ എന്നെ ആര് നോക്കുന്നു? അതൊന്ന് ഞാൻ അവരോട് രണ്ടുപേരോട് ഒരു ദിവസം കാറി പോകുമ്പോ, നീ ഒന്നും ഇല്ലായിരുന്നു, ഒരു ദിവസം കാറി പോകുമ്പോ ഒരു കാര്യമേ എനിക്ക് അത് അവളെ പറഞ്ഞറിയിക്കണല്ലോ. എനിക്ക് പറഞ്ഞു, ബ്രീസെ എനിക്ക് ഒരേ ഒരു കാര്യം എൻ്റെ ലൈഫിൽ വേറെ ഒന്നും ആരും എനിക്കൊന്നും ചെയ്യണ്ട, അവൾ ഒറ്റയ്ക്കാണ് കേട്ടോ. ഒരിക്കലും അവളെ നിങ്ങൾ എന്തൊക്കെ അവൾ ചീത്ത പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾ പറയാൻ പാടില്ല. അതാ മനസ്സിലായി. എൻ്റെ ഒരു ഉത്തരവാദിത്തം രഞ്ജു, എൻ്റെ ഒരു ഉത്തരവാദിത്തം എനിക്ക് നിന്നെ സേഫ് ആക്കണം. അതെൻ്റെ ജീവിതത്തിലുള്ള അത് അവനുള്ളത് നിന്നോട് ഞാൻ പറയും. നിന്നെ ചെയ്യണം എന്നുള്ളത് അത് ഞാൻ അവനോടും പറയും അവളോടും പറയും. എന്നുവെച്ചാൽ അവർ രണ്ടുപേരുണ്ട്. അതുകൊണ്ട് അവളോട് പറഞ്ഞു, അവളോട് ആദ്യമേ ഞാൻ പറഞ്ഞേക്കണ സംഭവം വേറെ ഒന്നും നിങ്ങൾ എനിക്ക് വേണ്ടി തരണം, ഇത് വേണം. ഞാൻ അബ്രീസിന്റെ അടുത്ത് ഇറ്റലിയിൽ ഒരു വീട്, സ്പെയിനിൽ ഒരു ഷാറ്റോ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. എന്റെ സൈഡിൽ കൂടെ അതൊക്കെ എന്നെ നോക്കണമെങ്കിൽ എന്നെ കേരളത്തിലൊന്നും വന്ന് ആർക്കും നോക്കാൻ പറ്റില്ല. പിന്നെ അവൾക്കും ഒരു ആഗ്രഹമുണ്ട് വെലൻസിയയിൽ ഒരു വീട് വേണം. അപ്പൊ ഐ വാസ് ലൈക്ക്, ഡോണ്ട് വറി, ഇറ്റലിയിലെ ഷാറ്റോ, വെലൻസിയയിൽ ഒരു വാട്ട് എവർ കോട്ടേജ് ഞാൻ നോക്കിക്കോളാം. ഞാൻ അത് Airbnb ആയി നടത്തിക്കോളാം, നോ പ്രോബ്ലം അറ്റ് ഓൾ. ബട്ട് it's really nice. It's I think life is such an evolution, you know, that I'm a very blessed person. I have
have no realizing, I have no doubt about it. എൻ്റെ ലൈഫിൽ through so many things, there's ഇനിയും കുറേ കഥകൾ കിടക്കുന്നു guys. There's Buddy and Rio and Loki and Benji and ഇങ്ങനെ കുറേ കഥകൾ ഇതിനകത്ത് intertwined ആയിട്ട് കുറേ സംഭവങ്ങളുണ്ട്. But at the end of the day, after going through all of our lives and just looking back, I think we've had a blast. അല്ലേ? What a blessed life. എനിക്ക് ഒരു ടെൻഷനും ഇല്ല, ഒന്നുമില്ല, ഭയങ്കര ഫ്രീ ആയിട്ടുള്ള ജീവിതം. ഒന്നുമില്ല. എനിക്ക് ടെൻഷൻ ഉണ്ട്. എന്റെ അമ്മയുടെ തടി എങ്ങനെയെങ്കിലും കുറയ്ക്കണം എന്നൊരു ടെൻഷൻ ഉണ്ട്. എന്റെ അമ്മ വടിയായിപ്പോയി ഞാൻ എന്ത് ചെയ്യും സുജാത? നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് അപ്പൊ നമുക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഒന്നുമില്ല. നമുക്ക് മൊഞ്ചാരം എടുത്താലോ? അയ്യോ അത് വേണ്ട, കുറച്ച് മഞ്ചാരോ ഒന്നും വേണ്ട. ഒന്ന് സെറ്റ് ഹേണിയൊക്കെ സർജറിക്ക് കയറ്റി തടി കുറയ്ക്കാൻ നോക്കി, ഒന്നും നടക്കാതെ. അപ്പൊ അത് കാരണം നമുക്ക് യാതൊരു പ്രശ്നവും ഇല്ലാത്തൊരു സന്തോഷപരമായ സിമ്പിൾ ആയിട്ട് ജീവിക്കും, വെരി ഹാപ്പി ആയിട്ട്, വലിയ ആഗ്രഹങ്ങളൊന്നും ഇല്ലാതെ ഒരു കുഴപ്പമൊന്നും, കുറെ ഹാപ്പിനെസ് സ്പ്രെഡ് ചെയ്ത്, കുറെ ചിരിച്ച്, കുറെ സത്യസന്ധമായി. ഓയ്യോ ഞങ്ങളുടെ വഴക്കൊക്കെ, ഞാൻ ഒരു പ്രാവശ്യം അമ്മയുടെ വഴക്കിട്ട് എത്ര ദിവസം സംസാരിച്ചില്ല. അയ്യോ അതല്ല രസം. എനിക്ക് എന്റെ ഒരു ഡോക്ടറുണ്ട്, ഡോക്ടർ എന്നോട് പറഞ്ഞു ഏറ്റവും മിണ്ടാണ്ടിരിക്കുക, അതാണ് ഏറ്റവും നല്ല ബെസ്റ്റ് ഡോക്ടർ. ഡോക്ടറിന് മോളുടെ ഭാഷ അറിയില്ലല്ലോ. എന്റെ അപ്പൂപ്പന്റെ ഒപ്പം എത്ര വർഷം ഞാൻ മിണ്ടായിരുന്നേ. അപ്പൊ ഞാൻ വിചാരിച്ചു ഓ ഇത് നല്ല വിചാരിക്കും. പക്ഷേ ഏതൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ആ റിലേഷൻ ഒന്നും അങ്ങനെയൊന്നും അല്ല. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു എന്തോ 5-8 ദിവസം ഒരു അടി ഇട്ട് കഴിഞ്ഞ് പോയിക്കഴിഞ്ഞ അപ്പൊ ഞാൻ ചോദിച്ചു ഇതൊന്നും എത്ര ദിവസം? ഞാൻ വിളിച്ചില്ല. അല്ല 3 വിളിച്ചില്ല, ഇവളെല്ലാരോടും ചോദ്യം. എന്താ വിളിക്കാത്ത? മാധവി, അമ്മ മാധവിനെ വിളിക്കും. മാധവി എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവർക്കും അറിയാം. മാധവൻ ആന്റി ഒന്നും മിണ്ടിക്കും, അവള് ടെൻഷനിലാണ്. ഞാൻ പറഞ്ഞു ഞാൻ മിണ്ടൂല, എനിക്ക് വഴക്കൊന്നുമല്ല. അവള് എന്നോട് മിണ്ടണ്ടെന്ന് ഒരു ഡോക്ടർ ഇത് പറഞ്ഞു. അതൊന്നും ടെസ്റ്റ് ചെയ്തു നോക്കെ എങ്ങനെ ഇരിക്കുന്നത്. എനിക്കൊരു ദിവസം തോന്നി അയ്യോ വേണ്ട അതിലേക്ക് വേണ്ട. ഇവള് കരഞ്ഞോ പറയാനില്ല. ഞാനങ്ങ് മിണ്ടി കഴിഞ്ഞപ്പോ ഈ പങ്കുണ്ടല്ല ഈ പറയുന്ന ആള്, ഞാൻ മിണ്ടി കഴിഞ്ഞപ്പോ അവൾക്ക് ഭയങ്കര സന്തോഷമായി, അവള് കരഞ്ഞു പോയി. പക്ഷെ നോക്കിയത് വാശി അവളുടെ ഉള്ളിൽ. ഞാനും അപ്പൂപ്പനും ആ കഥ എന്ന് പറഞ്ഞു. അപ്പൂപ്പനും അത് ഞാൻ പറഞ്ഞു പിന്നെ 5-8 വർഷം ഉണ്ടായിരുന്നാലും പിന്നെയാണോ 5-6 ദിവസം. ഞാൻ ഐ ബി വെരി ഓണസ്റ്റ്, ഞാൻ വളരെയധികം ഈഗോ ഉള്ള, വളരെയധികം വാശിയുള്ള ഒരാളാണ്. അതായത് സത്യമാണ് അത്. ദാറ്റ് ഈസ് ബിക്കോസ് എന്നെ ഹേർട്ട് ചെയ്യാൻ ഞാൻ സമ്മതിക്കൂല. പക്ഷെ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ജീവിതത്തിൽ കുറെ കാര്യങ്ങൾ പഠിക്കണില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മളെല്ലാം സത്യസന്ധമായി പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ലതെടുക്കാനുള്ള ഒരു കഴിവ് വേണം എല്ലാവർക്കും. നമ്മൾ പറഞ്ഞതുകൊണ്ട് മാത്രമല്ല, അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മൈൻഡ് വേണം. അതെല്ലാവർക്കും ഇല്ല, അത് നമ്മൾ മനസ്സിലാവും. പക്ഷെ നമ്മൾ വി ഡോണ്ട് ഹാവ് ടു ചേഞ്ച്. നമ്മൾ ഇപ്പൊ നീ എന്നോട് കുറച്ച് നാൾ മുമ്പ് എന്നോട് 2 പേരും കൂടി പറഞ്ഞു അമ്മയുടെ സ്വഭാവം മാറിയിട്ടുണ്ട് അമ്മ. ഓ മൈ ഗോഡ് യെസ്. ഞാനും ശ്രീകുട്ടനും അമ്മയ്ക്ക് ഒരു 60 വയസ്സായപ്പോ വി ഹാഡ് ആൻ ഇന്റർവെൻഷൻ. ബിക്കോസ് എന്റെ അമ്മയ്ക്ക് പ്രാന്തായി. എന്റെ അമ്മയ്ക്ക് എന്ത് പറഞ്ഞാലും ചൊറി സ്വഭാവം, നെഗറ്റീവ് പറയും. ഓ എന്ത് പറഞ്ഞാലും ചൊറി എന്ന് പറഞ്ഞാ അമ്മേ അതെവിടെയാ എനിക്കറിയില്ല, നീ അല്ലേ എവിടെ വെച്ചേ? ലൈക്ക് എന്ത് പറഞ്ഞാലും നെഗറ്റീവ്. പാസ്പോർട്ട് എവിടെ? അമ്മയുടെ ബാഗിനകത്തായിരിക്കും പാസ്പോർട്ട്. നിക്കറില്ല, നിങ്ങളല്ലേ വെച്ചേ? ഞാൻ ഇവിടെ ലൈക്ക് എവറിത്തിങ് വാസ് സോ ലൈക്ക്. എന്നിട്ട് ശ്രീകുട്ടൻ എന്നെ വിളിച്ചു പറയും യുവർ മദർ ഐ കനോട്ട് ടേക്ക് ദിസ് എനിമോർ. ഐ എം ലൈക്ക് നോട്ട് മൈ മദർ, യുവർ മദർ, വി കനോട്ട്. അങ്ങനെ ഫൈനലി ഐ സെഡ് നമുക്ക് ഇന്റർവെൻഷൻ ചെയ്യാം. ഐ സെഡ് അമ്മേ ഇരിക്കൂ. ഞാനും ശ്രീകുട്ടനും വളരെ ക്ലീൻ ആയിട്ട് അമ്മയെ പറഞ്ഞു, അമ്മേ ഇങ്ങനെ മുന്നോട്ട് പോവാണെങ്കിൽ അമ്മയുടെ ജീവിതം അമ്മ ഒറ്റയ്ക്ക് ജീവിക്കേണ്ടി വരും. ഞാനും എന്റെ വഴിക്ക് പോവും, ശ്രീകുട്ടനും അവന്റെ വഴിക്ക് പോവും. ഞങ്ങൾ തിരിഞ്ഞു നോക്കില്ല, ഒറ്റയ്ക്ക് ഫിഗർ യുവർ ഷിറ്റ് ഔട്ട് എന്ന് പറഞ്ഞു. ഞങ്ങൾ വളരെ ക്ലീനായി എക്സിറ്റ് ചെയ്തു. പക്ഷെ എൻ്റെ അമ്മ ആ പ്രായത്തിൽ ഇരുന്ന് ആലോചിച്ചു, സ്വന്തമായി ഇരുന്ന് ആലോചിച്ച് ഷി ബിക്കേം ബെറ്റർ ഡൂഡ്. സംടൈംസ് കമ്മ്യൂണിക്കേഷനോ നമ്മൾക്ക് ഏറ്റവും അടുത്ത ആൾക്കാരുടെ കൂടെ സംസാരിച്ചാൽ മതി, പക്ഷെ അത് ഉൾക്കൊള്ളാനുള്ള മനസ്സ് വേണം. അത് ഞാനും ചെയ്യണം നിങ്ങളിൽ. അതാണ് നീ എന്നോട് ചെയ്യണമെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് അങ്ങനെയാണ്. അതുകൊണ്ട് so I think for a successful ഇപ്പോഴും നീ ആയിട്ട് വഴക്കിടൂല്ലേ? വഴക്കിട്ടൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വിടില്ല. ഞാൻ എന്തൊരു പ്ലീസ് ഞാനും അവളായിട്ട് വഴക്കിട്ടു. പക്ഷേ അവള് പറഞ്ഞാലും ശരിയുണ്ട്, അതേ ഞാൻ പറഞ്ഞുള്ളൂ. അവള് ഞാൻ മിണ്ടാണ്ടില്ല, അത് ദേഷ്യം കൊണ്ട് ഞാൻ വിട്ടുകൊടുക്കാൻ പറ്റില്ലല്ലോ, അമ്മയല്ലേ. അപ്പൊ ഞാൻ പക്ഷെ അവള് പറഞ്ഞത് ശരിയുണ്ട് കേട്ടോ എന്ന് ഞാൻ ചിന്തിക്കുന്ന ഒരാളാ. എപ്പോഴും
എപ്പോഴും ചീത്തയാണ് നല്ലത്. ഓ പക്ഷെ ഞങ്ങളുടെ അടിയൊക്കെ ഉണ്ടാക്കണേ, ഇവിടെ അടി ഉണ്ടാക്കണേ അപ്പുറത്തേന്റെ വീട്ടിൽ നിന്ന് വരെ കോൾസ് വരും. ഭയങ്കരമായിരിക്കും. അറിഞ്ഞു കഴിഞ്ഞാൽ ഈ ജന്മത്തിൽ മിണ്ടൂല്ലെന്ന് തോന്നും. ഇല്ല, ഞങ്ങളുടെ വോളിയം ഇസ് സോ ലൗഡ്. ഓക്കെ, ഞങ്ങൾ രണ്ടുപേരും ഭയങ്കര ഹൈ സിലബിളിൽ സംസാരിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് ശ്രീകുണ്ടാണെങ്കിൽ നേരെ ഓപ്പോസിറ്റും. അവൻ മിണ്ടേണ്ടത് മാത്രം, അല്ലെങ്കിൽ ഷൗട്ട് ചെയ്യും. അവന്റെ വെരി റയർലി. ബട്ട് ഓൾ ഇൻ ഓൾ ദിസ് ഇസ് ആർ ലൈഫ് ഗൈസ്. ഐ തിങ്ക് 44 വയസ്സ് ഇനി അങ്ങോട്ട് ഒരു 20 വർഷം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് ഒന്നുകൂടെ ഇരിക്കാം. ഇനി ബ്രീസ് വന്നിട്ട് we'll do a family women versus ശ്രീകുട്ടൻ. അവനെ കൂടി ഇരുത്തണം. അവൻ we'll attack him. Attack and kill the only man in our... he's not the only man. We have a bunch of other little boys. But otherwise, yes, well done. So right now things are good. There are no problems. Of course, like back kore പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ I don't think it phases me in any way. വീട്ടിലുള്ള പ്രശ്നങ്ങൾ അത് ചെറിയ അത് വലുതാക്കാം. അതിനിടയിൽ എനിക്ക് 40 വയസ്സിൽ റിട്ടയർമെന്റ് ഒക്കെ ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം. അതെന്തായാലും നടക്കുന്നില്ല. ബിക്കോസ് 40 വയസ്സൊക്കെ പ്രായമാണോ? പുല്ല് മാറ്റി ഞങ്ങൾ 40 മാറ്റി 60 ആക്കി. 60 വയസ്സിൽ ചിലപ്പോൾ വീണ്ടും ഞങ്ങൾ പ്ലാൻസ് മാറ്റും. ഒന്നും പറയാൻ പറ്റില്ല. So presently that's where we are. And yeah, we'll see you back, Sujata, very soon. Healthier, happier. അത്രയൊക്കെ ഉള്ളൂ. കഴിഞ്ഞു 1.5 മണിക്കൂറൊക്കെ കഴിഞ്ഞു. ജീവിതം കഴിഞ്ഞു. 44 വയസ്സെത്തി അല്ലേ? ഓ, അപ്പൊ ഞാൻ യൂട്യൂബ് ഒക്കെ തുടങ്ങി, പുതിയ ഷോ ഒക്കെ തുടങ്ങി. ഗ്രീൻ റൂമിന്റെ സീസൺ 1 കഴിഞ്ഞു, റൂട്ട് തുടങ്ങി, ജീനി ടോക്സ് തുടങ്ങി, ഇവരൊക്കെ എത്തി. ഇപ്പൊ ഹാപ്പി അല്ല, നല്ല പണിയാ. വളരെ കുറച്ചു നാൾ റിലാക്സ് ചെയ്ത് ജീവിച്ച ഞാൻ ഹോളിഡേസിൽ യുകെയും യൂറോപ്പും സ്വിറ്റ്സർലൻഡും ഒക്കെ കറങ്ങി ഈ ഞാൻ എന്റെ വീട്ടിലും അമ്മയുടെ വീട്ടിലും ഇരുന്ന് സ്റ്റുഡിയോയിലിരുന്ന് പണിയെടുത്ത് ക്ഷീണിച്ചു. പക്ഷെ കുഴപ്പമില്ല, ഒരു സുഖമുണ്ട്. നടക്കുന്നില്ല. അതെ, പറ്റുന്നില്ല. പോലെ പ്രാരാബ്ദം. പെട്ടെന്ന് തുടങ്ങണം തോന്നി, ഒന്ന് റിവൈവ് ചെയ്ത് നോക്കിയതാ. കുഴപ്പമില്ല, നല്ല രസമായിട്ട് പോകുന്നുണ്ട്. അപ്പൊ ബാക്കി വീണ്ടും സ്ക്രീനിൽ കാണാം. ഓക്കെ, അത്രേ ഉള്ളൂ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ലെറ്റ്സ് ബൈ. Genie Talk.